വരെയും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ നമ്മുടെ ക്ലാസിന്റെ മൂന്നാമത്തെ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയല്ലോ. പ്രത്യേകിച്ച് ഇതിന് അവസരം ഒരുക്കിയ പ്രിയ കർത്താവിന്റെ ദാസനും ഇതിന്റെ സംഘാടകർക്കും പ്രിയപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. വളരെ അപൂർവമായി ലഭിക്കുന്ന ഒരു അവസരമാണ്. ദൈവം നമുക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയല്ലോ. ഇതിൽ സഹകരിക്കുന്ന ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇന്നലെ വരെ നമ്മൾ സംസാരിച്ചതിന്റെ ബാക്കിയുള്ള ഭാഗം നമ്മൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഞാൻ എത്ര സ്പീഡിൽ പോയാലും നമ്മൾ പറയാനുള്ളതിന്റെ ബാക്കിയുള്ള ഭാഗം കൂടെ പറഞ്ഞു തീർക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. ഇന്ന് രാത്രി കൂടെ പറഞ്ഞു തീർന്നാലും ഇനി എനിക്ക് പറയാനുള്ളതിന്റെ പകുതിയും കൂടെ ആവത്തില്ല. സോ ഇനി ഒരു പകുതി ഭാഗം കൂടെ ഇനി അടുത്തൊരു 3 ദിവസം കൂടെ കിട്ടിയെങ്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. അതിനു വേണ്ടിയിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം, വളരെ ആഗ്രഹത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. 1-2 കാര്യങ്ങൾ പ്രാരംഭമായിട്ട് മുഖവരയായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കാം. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് ഒരു വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരുടെ മേലും കർത്താവ് തന്നിട്ടുണ്ട്. വലിയ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം കൊണ്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഉത്തരവാദിത്വം നമ്മളിൽ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അകത്തൊരു വലിയ ചോദ്യം. മിക്കവാറും ആളുകൾ ഈ ഒരു ഉത്തരവാദിത്വം മനസ്സിലാക്കാറില്ല. നമ്മൾ ഇന്നലെ രാത്രി പറഞ്ഞു നിർത്തിയ ഒരു ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. പൗലോസ് സഭയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി അല്ലെങ്കിൽ സഭയിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് ഈ ദൈവജനത്തിന് അല്ലെങ്കിൽ സഭയിലുള്ള വിശുദ്ധന്മാർക്ക് അവരുടെ വിളിയാലുള്ള ആശ ഇന്നതാണെന്ന് തിരിച്ചറിയണം. അതിനുവേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോ ഈ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടിയത്. നമ്മൾ പള്ളി പോകുന്നു, പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി നമുക്ക് വേണ്ടിയത് ഈ ഒരു തിരിച്ചറിവാണ്. എന്നെ എന്തിനാണ് കർത്താവ് വിളിച്ചത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നമ്മൾ ആ പ്രാരംഭ ക്ലാസ്സുകളിൽ ആദ്യത്തെ ദിവസത്തെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇന്നത്തെ ജനസമൂഹത്തിനൊക്കെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവില്ലാതെ പോകുന്ന ഒരു അനുഭവം. പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്തുവിൽ ആരാണെന്ന് തിരിച്ചറിയുന്ന ഒരു അനുഭവം നമുക്ക് ഒരു വലിയ പ്രശ്നം ഇന്ന് ആത്മഗോളത്തിലുണ്ട്. സോ നമ്മൾ പ്രത്യേകിച്ച് ഇന്ന് രാത്രി ഈ സന്ദേശങ്ങൾ കേൾക്കുന്ന നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച്, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഇനി ആ ഒരു മേഖലയിൽ ഇരിക്കാതെ നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് എന്താണ് ഈ ലോകത്ത് ചെയ്യേണ്ടത്, നമുക്ക് എത്രമാത്രം സമയം ഇനി മുമ്പിലുണ്ട്, ഇത് നന്നായി തിരിച്ചറിഞ്ഞ് നമ്മൾ ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്തിട്ട് തിരികെ പോകാൻ, അല്ലെങ്കിൽ കർത്താവിന്റെ അടുക്കിലേക്ക് പോകാൻ അങ്ങനെ ഒരു വലിയ പ്രാഗൽഭ്യം നമുക്കുണ്ടാകട്ടെ. നമ്മൾ പ്രായമാകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വേല തീരുന്ന സമയത്ത് പൗലോസ് പറഞ്ഞതുപോലെ ആ പ്രാഗൽഭ്യത്തോടെ പറയാൻ നമുക്ക് പറ്റട്ടെ, കർത്താവെ ഞാൻ എൻ്റെ ഓട്ടം ഓടി, കർത്താവ് എനിക്ക് തന്ന വേല ഞാൻ തികച്ചു. എങ്ങനെയൊക്കെ ജീവിച്ച ഈ ലോകത്തിൽ നിന്ന് പോകുന്നു എന്നുള്ളതല്ല, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചത് അത് വിശ്വസ്തയോടെ ചെയ്തിട്ട് പോകുന്ന ആ ഒരു ചാരിതാർത്ഥ്യത്തോടെ ഈ ലോകം വിട്ടു പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സോ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദേവദാസനാണ് കർത്താനദാസൻ PG വർഗീസ് അങ്കിൾ. നിങ്ങൾ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു സാക്ഷി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം കട്ടറ എന്ന് പറയുന്ന സ്ഥലത്ത് ജമ്മുവില് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ മലകൾ കയറി ഇറങ്ങി കർത്താവിന്റെ വേല ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെ എല്ലാം മലപ്രദേശങ്ങളാണ്. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ മല കയറി ഇറങ്ങി കർത്താവിനെ കുറിച്ച് വീടുകൾ തോറും പറയുന്ന ഒരു ശീലം ആ ദേവദാസൻ ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു മല കയറി ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഒരു നദിയുടെ തീരത്ത് കുറെ ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുക. ആ കൂട്ടത്തിൽ ആൾക്കാരെ ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് അലമുറയിട്ട് കരയുക. കുറെ ആൾക്കാർ കരയുന്നുണ്ട്. അതിനകത്ത് ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് അലമുറയിട്ട് കരയുക. അപ്പോ ഈ ദേവദാസൻ ആ സ്ത്രീയുടെ അടുക്കൽ ചെന്നു. അവരോട് ഇങ്ങനെ പറഞ്ഞു, കുഴപ്പമില്ല, സാരമില്ല, കരയണ്ട. ഇപ്പൊ എന്തോ വിഷയം എന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറെ നേരം ഇങ്ങനെ പറഞ്ഞു, ജീവിക്കുന്ന ഒരു യേശു ഉണ്ട്, യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, അപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് കർത്താവ് പരിഹാരം തരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കർത്താവിനെ കുറിച്ചുള്ള ആശ്വാസ വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേട്ട സമയം കൊണ്ട് ഈ പുള്ളിക്കാരി പിന്നെ ശക്തമായിട്ട് കരയാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ പുള്ളിക്കാരിക്ക് പിന്നെ സങ്കടം സഹിക്കാൻ വയ്യ, പിന്നെയും കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞ് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ദിവസം ചോദിച്ചു, എന്താ എന്റെ കാര്യം, എന്താണ് സംഭവം? അപ്പം അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരന് മനസ്സിലായത്,
ഈ നോർത്ത് ഇന്ത്യയിൽ ഒരു സിസ്റ്റം ഉണ്ട്, നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. വീട്ടിൽ സമ്പത്തും നന്മയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വീട്ടിലെ കുഞ്ഞു കുട്ടികളെ നദിയിൽ എറിഞ്ഞു കളയുന്ന ഒരു രീതിയുണ്ട്. കുഞ്ഞുങ്ങളെ, ജീവനുള്ള കുഞ്ഞുങ്ങളെ ജീവനോടെ നദിയിൽ എറിഞ്ഞു കളയും. നദിയിൽ എറിഞ്ഞിട്ട് അവരുടെ ജീവൻ അതിനകത്ത് നശിച്ച്, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ മുങ്ങി അവർ നശിച്ചു പോകുമ്പോൾ, ചത്തുപോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം, ഒരു അന്ധവിശ്വാസം നോർത്ത് ഇന്ത്യയിലുണ്ട്. ഈ കുഞ്ഞു കുട്ടികളെ ഇവിടെ നിന്ന് കരയ്ക്ക് നിന്ന് കയ്യെ കാലെ പിടിച്ച് വെള്ളത്തിലോട്ട് എറിയും. സ്വന്തം പെറ്റ തള്ള നോക്കി നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കൈയും കാലും പിടിച്ച് വലിച്ച് വെള്ളത്തിലോട്ട് എറിയും. അങ്ങനെ പോകുന്നത് ചിലപ്പോൾ ഈ പിള്ളേർ വെള്ളത്തിൽ വീഴത്തില്ല, ഇതിന്റെ കരയ്ക്കായിരിക്കും വീഴുന്നത്. ഈ കുഞ്ഞുങ്ങൾ നീന്തി തിരിച്ചു കയറാൻ തുടങ്ങുമ്പോൾ വലിയ നീളമുള്ള ഈ മുളയുടെ കമ്പുണ്ടല്ലോ, ആ കമ്പ് കൊണ്ട് കുഞ്ഞുങ്ങളെ കുത്തി ആ വെള്ളത്തിലേക്ക് ഇടും. അങ്ങനെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന, മനഃപൂർവ്വം കൊല്ലുന്ന ഒരു സിസ്റ്റം നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലുണ്ട്. സോ ഈ സഹോദരി തന്റെ ഒരു പെൺകുഞ്ഞിനെ ഈ നദിയിലേക്ക് എറിഞ്ഞിട്ട് അതിന്റെ സങ്കടത്തിൽ വാവിട്ടിരുന്ന് കരയുമ്പോഴാണ് ഈ ദൈവദാസൻ ചെന്നിച്ച് ചോദിക്കുന്നത്, സഹോദരി എന്തോ പറ്റി? സാരമില്ല, നിങ്ങളുടെ പ്രശ്നത്തിനൊക്കെ കർത്താവ് പരിഹാരം തരുമെന്ന്. അപ്പൊ ആ സ്ത്രീ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞത്. ആ സ്ത്രീ ആ ദൈവദാസനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഒരു അരമണിക്കൂർ മുമ്പ് വന്നിരുന്നെങ്കിൽ എനിക്ക് എന്റെ കുഞ്ഞ് നഷ്ടമാകത്തില്ല. നിങ്ങൾ ഒരു അരമണിക്കൂർ മുമ്പ് വന്നിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ് എനിക്ക് നഷ്ടമാകത്തില്ലായിരുന്നു. ദൈവമക്കളെ, നമ്മൾ എത്രമാത്രം കർത്താവിനെ കുറിച്ച് ആൾക്കാരോട് പറയാൻ ലേറ്റ് ആവുന്നു, അത്രയേറെ ആൾക്കാർ നശിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള വസ്തുത നമ്മൾ മറന്നുപോകരുത്. ആൾക്കാർ നശിച്ചുകൊണ്ടിരിക്കുക. സോ ഇന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവെ, വഴി വെച്ച് കിട്ടുന്നവരോട് എവിടെ വെച്ചാണെങ്കിലും അവസരം ഉണ്ടാക്കി ഞാൻ കർത്താവിനെ കുറിച്ച് അവരോട് പറയും എന്നുള്ളൊരു വലിയ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിത്തെ മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ക്ലാസ് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സോ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ ഭാഗം, ആദ്യത്തെ 15 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചത് എന്തുകൊണ്ട് നമ്മൾ സുവിശേഷ പ്രവർത്തനം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനുശേഷം ഇന്നലെ രാത്രി നമ്മൾ പറഞ്ഞത് എങ്ങനെ നമുക്കിത് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ കർത്താവ് നമ്മളെ അധികാരപ്പെടുത്തിയിരിക്കുന്നത്, ശക്തി തന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ രാത്രി സംസാരിച്ചത്. ദൈവം തന്നിരിക്കുന്ന ഇൻഫ്ലുവൻസ്, ആ ഇൻഫ്ലുവൻസിന്റെ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഒന്ന് നമ്മൾ കണ്ടത് ഇതാണ്, അതോറിറ്റി. ദൈവം നമുക്ക് തന്ന, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് ആദ്യമായിട്ട് കൊടുത്തത് അതോറിറ്റിയാണ്, അധികാരത്തോടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ യേശുവിനെ കുറിച്ചും കണ്ടു. യേശു അധികാരമുള്ളവനായിട്ടാണ് ശുശ്രൂഷിച്ചത്, യേശു അധികാരമുള്ളവനായിട്ടാണ് ശുശ്രൂഷ ചെയ്തതും സംസാരിച്ചതും ഒക്കെ. മത്തായി 7 നമ്മൾ കാണുന്നുണ്ട്, യേശു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരെ യേശുവിനെ നോക്കി അമേസ്ഡ് ആയി. കാരണം യേശു പറയുന്നതിനകത്ത് എന്തോ ഒരു അതോറിറ്റി ഉണ്ട്. സോ ഈ ഒരു അതോറിറ്റിയാണ് കർത്താവ് നമുക്കും തന്നിരിക്കുന്നത്. തന്റെ ശിഷ്യന്മാരെ കർത്താവ് വിളിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മളത് കണ്ടു. തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ഇന്നലെ രാത്രി കണ്ടത്. 2 ഉദാഹരണങ്ങൾ അതിൽ നമ്മൾ കണ്ടു. ഒന്ന് യോശുവ, 2 ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ മഴ പെയ്യാതിരുന്നു, താൻ പിന്നീട് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. യോശുവയുടെ കാര്യത്തിൽ ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ചൊരു ദിവസം അതിന് പിൻപും ഉണ്ടായിട്ടില്ല, അതിന് മുൻപും ഉണ്ടായിട്ടില്ല. അങ്ങനെ ദൈവത്തിന്റെ മനുഷ്യന്റെ വാക്ക് കേൾക്കാൻ പറ്റും. അത് ആ ദൈവം കൊടുത്തിരിക്കുന്ന അതോറിറ്റിക്ക് അകത്ത് നിന്നുകൊണ്ട് അവർ ചെയ്യുന്നതാണ്. സോ പ്രകൃതിയുടെ മേൽ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. യേശു പ്രകൃതിയെ ശാസിച്ചതായിട്ട്, അല്ലെങ്കിൽ പ്രകൃതിയെ അടക്കിയതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കാറ്റിനോടും കടലിനോടും ഒക്കെ അടങ്ങുവാൻ കർത്താവ് പറഞ്ഞ കാര്യം, അത് ആ യേശുവിന്റെ മേലുണ്ടായിരുന്ന അതോറിറ്റിയാണ്. അടുത്തത് കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് പവറാണ്, ശക്തി, അധികാരം. ഈ 2 കാര്യങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. ലൂക്കോസിന്റെ സുവിശേഷം 8-9 ഒക്കെ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു തന്റെ ശിഷ്യന്മാർക്ക് ശക്തിയും കൊടുത്തു, അധികാരം കൊടുത്തു. ഈ 2 കാര്യങ്ങൾ ഒരുമിച്ചാണ്. സോ ഇത് രണ്ടും നമ്മുടെ ലൈഫിൽ വർക്ക് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇന്നലെ രാത്രി ചിന്തിക്കുകയുണ്ടായി. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു മനുഷ്യന്റെ അകത്ത് ആദ്യം സംഭവിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ധരിച്ചിട്ട്, അപ്പൊ ഈ ശക്തിയുടെ ധാരണം, ഒരു വസ്ത്രം ധരിക്കുന്നത് പോലെ ഈ ശക്തി നമ്മൾ ധരിക്കണം എന്ന് കർത്താവ് തന്നെ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ഇത് തന്റെ ശിഷ്യന്മാരുടെ ലൈഫിലും നടന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നീട് വന്ന അപ്പോസ്തലനായ പൗലോസ് തന്റെ ലൈഫിലും നമുക്ക് കാണാം. പൗലോസ് പറയുന്നുണ്ട്, എന്റെ വാക്കുകളൊക്കെ വശീകരണത്തിന്റെ വാക്കുകളാലൊന്നും അല്ല, പക്ഷെ ദൈവത്തിന്റെ ശക്തിയുടെ പ്രദർശനങ്ങളാണ്, ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനങ്ങളാണ് എന്ന് പൗലോസ് പറയുന്ന ഭാഗങ്ങളും നമ്മൾ ഇന്നലെ കണ്ടു. അതിനുശേഷം മറിയയുടെ കാര്യം, അങ്ങനെ ഒത്തിരി ഭാഗങ്ങൾ നമ്മൾ കണ്ടു. ഓക്കെ, 2 വാക്യങ്ങൾ ഞാൻ ഇന്നലെ ഇവിടെ വരെയാണ് നമ്മൾ ഇന്നലെ രാത്രി പറഞ്ഞു നിർത്തിയത്. 2 വാക്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. വായിച്ചു മുൻപോട്ട് പോകേണ്ട സമയമില്ലാത്തത് കൊണ്ട് വായിക്കുന്നില്ല. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, സകലത്തെയും തന്റെ ശക്തിയുള്ള തന്റെ വാക്ക് ഞാൻ ഓർക്കുന്നില്ല, ഒന്ന് വായിച്ചു വിടാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ
ഫിലിപ്പിയർ 3:21. 21 വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്. സോ ദൈവത്തിന്റെ ശക്തിയുടെ പ്രത്യേകത ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവത്തിന്റെ ശക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സകലത്തെയും തന്റെ എന്താ പറയുക തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തിയാണ്. സോ ദൈവത്തിന്റെ പ്രത്യേകത അതാണ്. ഏത് ശക്തിയെയും ദൈവത്തിന് കീഴ്പ്പെടുത്താൻ കഴിയും. സോ ഈ ശക്തി എന്റെയും നിങ്ങളുടെയും അകത്ത് വ്യാപരിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഈ ശക്തി എന്താ ചെയ്യുന്നുണ്ട്? നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തിയുടെ പ്രത്യേകത എന്താണ്? സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയും. അത് രോഗമാകട്ടെ, പൈശാചിക മണ്ഡലങ്ങളാകട്ടെ, എന്തുമാകട്ടെ, സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയും. ഇന്ന് രാത്രി അതൊന്ന് വിശ്വസിക്കാമോ? കരങ്ങൾ ഉയർത്തി അതിനൊന്ന് സ്വീകരിക്കാമോ? കർത്താവ് സകലത്തെയും നമ്മളെ ഭരിക്കുകയല്ല, നമ്മളെ ഇതൊന്നും കീഴ്പ്പെടുത്തുകയല്ല, നമുക്കിതിനൊക്കെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു അധികാരം നമ്മുടെ മേലുണ്ട്. ഓക്കെ, അതിനോട് ചേർന്നൊരു വാക്യം കൊലോസ്യ ലേഖനം 1:29. കൊലോസ്യർ 1:29 അവിടെ ഇങ്ങനെ വായിക്കുന്നു, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം അധ്വാനിക്കുന്നു. അപ്പൊ ഈ ശക്തി എന്തുവാ? എന്റെ അകത്ത്, എന്റെ ഉള്ളിൽ, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന. എങ്ങനെ ഈ ശക്തി വ്യാപരിക്കുന്ന? എന്റെ അകത്ത് ബലത്തോടെ വ്യാപരിക്കുക. ഈ ശക്തി എന്തോ ചെയ്യുക എന്റെ അകത്ത്? ഇതെന്റെ അകത്ത് ശക്തിയോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എന്നെ ഇംഗ്ലീഷിൽ വായിച്ചു നോക്കിയാൽ ഈ ശക്തി എന്റെ അകത്ത് വർക്കിംഗ് പവർ ഇൻസൈഡ് ഓഫ് മീ എന്ന് എഴുതിയിരിക്കുന്നത്. എന്റെ അകത്ത് ഇത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ അകത്ത് ഇത് എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. രാത്രി നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചാട്ടെ, നിങ്ങളുടെ ഒക്കെ അകത്ത്, എന്റെ അകത്ത്, നിങ്ങളുടെ അകത്ത്, നമ്മുടെ എല്ലാവരുടെയും അകത്ത് ഈ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. വർക്കിംഗ് പവർ ഈ അകത്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കത് ഒരുപക്ഷെ കാണാൻ പറ്റുന്നില്ലായിരിക്കും, ഒരുപക്ഷെ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷെ ഈ ദൈവ സാന്നിധ്യം, ഈ ദൈവശക്തി നമുക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. ഇറ്റ്സ് വർക്കിംഗ് ഇൻസൈഡ് ഓഫ് us. ഓക്കെ, നസറേനായ യേശുവിനെ ദൈവം തന്റെ ശക്തി കൊണ്ട് നിറച്ചു നമ്മൾ കാണാം. ഏലിയാവിനെ കുറിച്ച് നമ്മൾ ഇന്നലെ വായിച്ചു. യോഹന്നാനെ കുറിച്ച്, യോഹന്നാൻ ഏലിയാവിന്റെ ആത്മാവോട് ശക്തിയോടും കൂടെ വരും എന്നൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. ഈ ശക്തിയും അധികാരം നമ്മുടെ മേലുള്ളതിനെ കുറിച്ചും നമ്മൾ ഇന്നലെ രാത്രി കാണുകയുണ്ടായി. അതിനുശേഷം നമ്മൾ കണ്ടത് പരിശുദ്ധാത്മാവ്, അധികാരം, ശക്തി, പരിശുദ്ധാത്മാവ്. ഈ 3 കാര്യങ്ങളെ കുറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തി. പരിശുദ്ധാത്മാവിനെ കുറിച്ച്, അതിന്റെ ആളത്വത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഞാൻ വിചാരിക്കുന്നു ഇന്നലെ തൊട്ട് ആ പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യത്തിന്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. സോ ഇനി ആ ഭാഗത്തിലേക്ക് അധികം വിശദീകരിച്ച് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ നിർത്തിയത് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുകയായിരുന്നു. ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കണേ. 4ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് എങ്ങനെ ഇൻഫ്ലുവൻഷ്യൽ ആകാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമ്മുടെ അകത്തുള്ള ദൈവശക്തിയെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ദൈവത്തിന്റെ ശക്തി നമ്മുടെ അകത്ത് വർക്ക് ചെയ്യുന്നത് ദൈവത്തിന്റെ വചനം നമ്മുടെ അകത്ത് വർക്ക് ചെയ്യുമ്പോഴാണ്. സോ ദൈവവചനവുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് ഒരു ഇഫക്റ്റീവായ ഡിസൈപ്പിൾ ആകാൻ പറ്റത്തില്ല. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണേ. ചിലരെ നമ്മള് വിശ്വാസികളൊക്കെ സാധാരണ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ദൈവമായിട്ട് ബന്ധമില്ല, വചനവുമായിട്ട് ബന്ധമില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ പാസ്റ്ററിന്റെ അടുത്ത് വരും, പ്രാർത്ഥിപ്പിക്കും, കാര്യമൊക്കെ ആവും, അവര് പിന്നെ പഴയ ലൈഫ് ജീവിക്കുക. സോ ദൈവമക്കളെ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു ലൈഫ് അല്ല. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ആ ദൈവവചനമായിട്ടുള്ള ആഴമായിട്ടുള്ള ബന്ധത്തിൽ വരണമെന്നാണ്. നിങ്ങൾ ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. യോഹന്നാൻ 15:7. അവിടെ കർത്താവ് പറയുക, നിങ്ങൾ എന്നിൽ വസിക്കണം, അങ്ങനെ എന്റെ വചനം ചെയ്യുമ്പോഴാണ് നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ശിഷ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ 15-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുത്തുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. നമ്മൾ ഇന്നലെയാണ് മിനിഞ്ഞാന്നാണ് ഒരു കാര്യം പറഞ്ഞിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യേശുവിന്റെ ശിഷ്യന്മാരെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിച്ചത്. ഇവിടെ നോക്കിയേ, നിങ്ങൾ എന്റെ വചനം പ്രമാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി. അപ്പൊ ശിഷ്യന്മാരാകാനുള്ള അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദൈവവചനം പ്രമാണിക്കാത്ത ഒരുത്തനെ ശിഷ്യനെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അവൻ വിശ്വാസിയായിരിക്കുന്നതാണ് നല്ലത്. കാരണം ദൈവവചനം അനുസരിക്കാൻ താല്പര്യമില്ല. നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വിശ്വാസം ഇല്ലാത്തവനും ദൈവവചനം അനുസരിക്കാത്തവനെ കുറിച്ച് എബ്രായ ലേഖനം പറയുന്നത് അവന് ദൈവമില്ലെന്നാ. പുത്രനെ അനുസരിക്കാത്തവന് ദൈവമില്ലെന്നാ പറയുന്നത് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. സോ അങ്ങനെയാണ് എത്രയോ സീരിയസ് ആയിട്ടുള്ള ലൈഫാണ് ക്രിസ്തീയ വിശ്വാസികൾ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത്. കർത്താവിന്റെ വചനം പ്രമാണിക്കാൻ നമ്മൾ മറന്നുപോയാൽ, നമ്മൾ ചെയ്യാതിരുന്നാൽ ദൈവം ഇല്ലെന്നാ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തീസ്റ്റിന്റെ തുല്യമാണ്. ദൈവം ഇല്ലെന്ന് പറയുന്ന ആൾക്കാർക്ക് തുല്യമാണ്. ദൈവം ഉണ്ടെന്ന് പറയുകയും, പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യൂദായുടെ ലേഖനത്തിൽ വായിക്കുന്നത്
ദൈവശക്തിയെ കെടുത്തുന്നവരാ. ദൈവത്തിന്റെ ശക്തി ഉണ്ടെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ഈ ദൈവശക്തിയെ നമ്മൾ കെടുക്കുന്നവരായിട്ട് ജീവിക്കുക. സോ ഇതൊന്നും അല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവവചനത്തിന്റെ ശക്തിക്കകത്ത് ജീവിക്കാൻ, ദൈവവചനമായിട്ട് വലിയ ബന്ധമുണ്ടാകാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ദൈവവചനമായിട്ട് നമുക്ക് ബന്ധമുള്ളപ്പോഴാണ് ഈ ദൈവവചനത്തിനകത്തുള്ള ജീവൻ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത്. ദൈവവചനം ശക്തിയോടെ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മുഖത്ത് നോക്കി അറിയാം, അവൻ പറയുന്നത് വചനമായിരിക്കും, അവന്റെ അകത്തുനിന്ന് വരുന്നത് വചനമായിരിക്കും. ദൈവവചനമായിട്ട് ബന്ധമില്ലാത്തവൻ ലൗകിക കാര്യങ്ങൾ പറയും. ദൈവവചനമായിട്ട് ബന്ധമുള്ളവൻ എന്ത് പറഞ്ഞാലും ദൈവവചനമായിട്ട് കണക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. പ്രൈസ് ഗോഡ്. ഓക്കെ, ഈ ദൈവവചനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനെ രക്ഷിക്കുന്നതിന് ആദ്യമായിട്ട് നിദാനമായിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. റോമാലേഖനം 10-ാം അധ്യായം വായിച്ചേ. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 14-15 വാക്യം. ആരെങ്കിലും വേഗത്തിൽ എന്നെ എടുത്ത് ഒന്ന് സഹായിക്കാമെങ്കിൽ, വാക്യം എടുത്ത് വായിച്ചൊന്ന് സഹായിക്കാമെങ്കിൽ നല്ലതായിരിക്കും. ഡിസ്പ്ലേയിൽ കാണുന്ന വാക്യങ്ങൾ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആര് വായിക്കാതെ എങ്ങനെ? അപ്പൊ ഈ ദൈവവചനമാണ് ഒരു മനുഷ്യനെ രക്ഷിക്കുന്നത്. ഞാൻ അതിനെ കുറിച്ച് അല്പം കൊണ്ട് വിശദീകരിച്ച് പിന്നീട് പറയാം. ദൈവവചനമാണ് ഒരു മനുഷ്യനെ രക്ഷിക്കുന്നത്. രക്ഷിക്കണമെങ്കിൽ എന്തോ ചെയ്യണം? ഈ വചനം നമ്മൾ അവനോട് പറയണമെങ്കിൽ എന്തോ ചെയ്യണം? ഇത് നമ്മുടെ അകത്ത് ഉണ്ടാവണം. സോ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വചനം നമ്മുടെ അകത്ത് ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് ദൈവത്തിന്റെ വചനം കൊണ്ട് നമുക്ക് ആരും രക്ഷിക്കാൻ വേണ്ടി പറ്റത്തില്ല. ദൈവത്തിന്റെ വചനം നമുക്ക് പറയാൻ പറ്റത്തില്ല. വചനം നമ്മുടെ അകത്ത് ഇങ്ങനെ വചനം ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ അകത്തേക്ക് എത്രമാത്രം വചനം അകത്തോട്ട് ചെല്ലുന്നോ അത്രമാത്രം ഇത് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ അകത്തുനിന്ന് ഈ ദൈവത്തിന്റെ വചനം പുറത്തോട്ട് വരുമ്പോൾ അത് ആൾക്കാരെ രക്ഷിക്കാനിടയായിത്തീരും. ഓക്കെ, സോ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, ഈ ഭാഗം അവസാനിപ്പിക്കാം. ദൈവവചനം ഇന്ന് തൊട്ട് നന്നായിട്ട് കേൾക്കാൻ തുടങ്ങണം. വചനം കേൾക്കണം, വചനം സ്റ്റഡി ചെയ്യണം, വചനത്തെ മെമ്മറൈസ് ചെയ്യണം, അതിനെ കാണാതെ പഠിക്കണം, വചനം നമ്മൾ ഉരുവിട്ടുകൊണ്ട് നടക്കണം, ആ വചനത്തെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം. ഒരു നല്ല ശിഷ്യൻ ചെയ്യേണ്ട കാര്യം. വചനമായിട്ട് ബന്ധമില്ലേ? നിങ്ങൾ ചെവി തുറന്ന കാര്യം കേട്ടു, ലൈഫിനകത്ത് യാതൊരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. ഒരു സാധാരണ മനുഷ്യനെ പോലെ നമുക്ക് ജീവിക്കാം. വചനവുമായിട്ടൊരു ഡീപ്പ് കണക്ഷൻ ഉണ്ടോ? ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഇവിടെ 2 പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടിയെ നോക്കി, ഒരാള് ഡീപ്ലി വചനം വായിച്ചുകൊണ്ടിരിക്കുക, മറ്റൊരാളെ നോക്കി മോർ ഇൻ മ്യൂസിക് ആൻഡ് ഓൾ ദീസ് തിങ്സ്, അല്ലേ? തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ പറ്റി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഫ്രീ ടൈം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന എക്സ്ട്രാ ടൈമുകൾ നമ്മൾ എവിടെയാ നമ്മുടെ മൈൻഡ് സ്റ്റക്ക് ചെയ്ത് വെച്ചേക്കുന്നത്? എവിടെയാണ് നമ്മുടെ മൈൻഡ് സ്റ്റക്ക് ആയിരിക്കുന്നത്? ഏത് കാര്യത്തിലാണ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ഫ്രീ ടൈം കിട്ടിയെന്ന് വിചാരിച്ചു. ആ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ ആരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? എന്ത് ചെയ്യാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്? അതാ നമ്മള്. സോ നിങ്ങൾക്ക് ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ വചനം വായിക്കണമെന്ന് തോന്നാറുണ്ടോ? പ്രാർത്ഥിക്കണമെന്ന് തോന്നാറുണ്ടോ? നിങ്ങളൊരു ആത്മമനുഷ്യനായിരിക്കും. പ്രൈസ് ഗോഡ്. സോ ഈ മേഖലയിൽ നമുക്ക് ഒരു വലിയ മാനസാന്തരത്തിന്റെ ആവശ്യകതയുണ്ട് എന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കുക. സോ ഇനി അടുത്ത ഒരു കാര്യം കൂടെ ഞാൻ അവിടെ ഒന്ന് പറഞ്ഞു വിട്ടോട്ടെ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ സങ്കീർത്തനം ഒന്ന് എടുക്കാമോ? സങ്കീർത്തനം 1-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് എടുക്കാമോ? അവിടെ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന വാക്യമാണ്, കാണാപ്പാടം അറിയാവുന്ന വാക്യമാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. അടുത്ത 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, അവൻ അറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. എന്നിട്ട് വീണ്ടും അവിടെ ചേർത്ത് പറയുകയാണ്, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ഒരു മനുഷ്യനെ വൃക്ഷത്തോട് കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുക. ആ മനുഷ്യൻ എങ്ങനായിരിക്കും? ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ, ഇല വാടാത്തത് വൃക്ഷം പോലെ, ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ഇത് എങ്ങനാ? ഏത് വൃക്ഷമാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്? ആരുടെ കാര്യമാണ്? ആറ്റരികത്ത് നട്ടിരിക്കുന്നത്. ഈ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ ന്യായപ്രമാണത്തെ കുറിച്ചാണ് പറയുന്നത്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കുക, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ആറ്റരികത്ത് നിൽക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും. അപ്പം ഈ ആറ്റി കിടക്കുന്ന വെള്ളം എന്തായിരിക്കും എന്നാ വചനം പറയുന്നത്? ദൈവത്തിന്റെ വചനം. നമ്മള് യെശയ്യാ പ്രവചനമൊക്കെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, മേഘങ്ങൾ നിന്റെ വചനം മേഘത്തിൽ നിന്ന് പൊഴിയുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ വെള്ളം ദൈവവചനമായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ പറയുന്നത്, ഈ സങ്കീർത്തനക്കാരൻ പറയുന്ന ഇതാണ്, വെള്ളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഈ വെള്ളം അകത്തേക്ക് മാക്സിമം വലിച്ചെടുക്കുന്ന ഈ വ്യക്തി എങ്ങനെയായിരിക്കും?
നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ വചനം അകത്ത് ചെല്ലാത്തിടത്തോളം കാലം ജീവിതത്തിൽ പുഷ്ടി ഉണ്ടാകത്തില്ല. വചനം അകത്ത് ചെല്ലാത്തിടത്തോളം കാലം ജീവിതത്തിൽ എന്ന് പറയുന്ന ഫലം ഉണ്ടാകത്തില്ല. അപ്പൊ ഈ ദൈവവചനമായിട്ടുള്ള ബന്ധം, വെള്ളം മരവും തമ്മിൽ എങ്ങനെ കണക്ട് ആയിരിക്കുന്നു, അല്ലെ ഒരു മരത്തിന് വെള്ളം എത്രമാത്രം ആവശ്യമുണ്ടോ അത്രയേറെ ആവശ്യം ദൈവവചനത്തിന് നമ്മുടെ ലൈഫിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ദൈവമക്കളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോ, ദൈവവചനത്തെ നമ്മൾ മാറ്റി നിർത്തിയാൽ ജീവിതം ഉണക്കയായിട്ടിരിക്കും, അല്ലെങ്കിൽ ഉണങ്ങിയിരിക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞ ദൈവവചനം മാറ്റി നിർത്തിയാൽ ജീവിതം ഉണങ്ങിയിരിക്കും. വാക്ക് കേട്ടാലും എന്തുകൊണ്ട് സഹോദര വിശ്വാസം, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. ഒരു ദൈവവചനമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തി അങ്ങനെ പറയാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. എനിവേ, വചനമായിട്ട് നല്ലൊരു ബന്ധം നമുക്ക് ഉണ്ടാകട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞത് അധികാരം, ശക്തി, വചനം, പിന്നെ പരിശുദ്ധാത്മാവ്, പിന്നെ അഞ്ചാമത്തെ കാര്യമാണ് പ്രാർത്ഥനാ ലൈഫ് എന്ന് പറയുന്നത്. സോ ഈ പ്രാർത്ഥനാ ലൈഫിനെ കുറിച്ച് അധികം വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല, ഞാൻ അധികം പറയാനും ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥനയെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു തരത്തിലും ഉള്ള മുന്നേറ്റം ഉണ്ടാകത്തില്ല. ഈ പണ്ട് നമ്മുടെ നാട്ടിലൊരു ഒരു ചൊല്ലുണ്ട്, വെളുക്കുവോളം തുഴഞ്ഞു പക്ഷെ വള്ളം മുമ്പോട്ട് പോകുന്നില്ല. രാത്രി സന്ധ്യയായപ്പോഴത്തേനെ കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട് വള്ളത്തെ തുഴഞ്ഞ് എന്നിട്ട് കള്ളു കുടിക്കാൻ വേണ്ടി പോയതാ. കള്ളൊക്കെ കുടിച്ച് വെച്ച് നല്ല ഫിറ്റ് ആയപ്പോൾ പുള്ളി വള്ളത്തെ കയറി ഇരുന്ന് തുഴയുക. അപ്പൊ രാത്രി 12 മണിയായി, പുള്ളി ഇരുന്ന് ഇങ്ങനെ തുഴഞ്ഞ് നേരം ഇങ്ങനെ വെട്ടം വീഴാൻ തുടങ്ങിയപ്പോഴത്തേന് പുള്ളിക്ക് മനസ്സിലായി, ഞാൻ അങ്ങോട്ട് തുഴഞ്ഞിട്ട് അപ്പോഴത്തേന് ഒരുവിധം കിക്കും പൂസൊക്കെ അങ്ങോട്ട് അല്പം കുറഞ്ഞു. അപ്പം പുള്ളിക്ക് മനസ്സിലായി സംഭവം എന്തുവാ, എവിടെയാ ഞാൻ നിൽക്കുന്നതെന്ന്. പിന്നീടാണ് പുള്ളിക്കാരന് മനസ്സിലായത്, ഞാൻ വള്ളം തുഴയുന്നുണ്ട്, പക്ഷേ എന്റെ വള്ളത്തിന്റെ കെട്ടഴിച്ചുകൂടെ ഞാൻ മറന്നുപോയി. ആ പൂസിനകത്ത് വന്നിരുന്ന് കയറിയിരുന്ന് തുഴയുക. മിക്കവാറും പെന്തക്കോസുകാരുടെ ജീവിതം ഈ പരുവത്തില. തുഴച്ചിലോ എന്തോ എല്ലാ പരിപാടിയും ഉണ്ട്, പക്ഷേ മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല. എന്തോ കാര്യം എന്നറിയാമോ? പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമില്ല, ദൈവവചനവുമായിട്ട് ബന്ധമില്ല, പ്രാർത്ഥന ലൈഫ് ജീവിതത്തിലില്ല. സോ ഈ 2-3 കാര്യങ്ങൾ ലൈഫിൽ ഇല്ലാത്തത് കൊണ്ട് അധികാരവും ഇല്ല, ശക്തിയില്ല. പിശാച് വന്ന് നമ്മളെ കൺട്രോൾ ചെയ്യുക. നമ്മൾ പിശാചിനെ കൺട്രോൾ ചെയ്യേണ്ട സ്ഥാനത്ത് ഇന്ന് പിശാച് നമ്മളെ കൺട്രോൾ ചെയ്യുക. കാരണം എന്താണെന്നറിയാമോ? ഈ 3 കാര്യങ്ങളില്ല. ആദ്യം 2 പറഞ്ഞ കാര്യങ്ങളുണ്ട്, അധികാരവും ശക്തിയും. അത് നമ്മുടെ ലൈഫിൽ വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ടും ബന്ധം ഉണ്ടാകണം, വചനവുമായിട്ടും ബന്ധം ഉണ്ടാകണം, നല്ല പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. ഓക്കെ, സോ ഞാനിവിടെ അധികം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അടുത്ത മുമ്പോട്ട് പോട്ടെ. നമുക്ക് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒരു കാലത്ത് ഇരുട്ടിലായിരുന്നു, അവിടെ നിന്ന് നമ്മളിപ്പോ പ്രകാശത്തിലാണ്. ഇനി ഇതുപോലെ ഇരുട്ടിൽ കിടക്കുന്ന, നമ്മെ പോലെ ഇരുട്ടിൽ കിടക്കുന്ന കുറെ ആളുകൾ ഈ ലോകത്തിലുണ്ട്. അവരെ ആ ഇരുട്ടിനകത്തോട്ട് ചെന്ന് അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇരുട്ടത്ത് കിടക്കുന്ന ഒരുത്തനെ വിടുവിക്കാൻ ഒരാൾക്ക് ഇരുട്ടത്തോട്ട് പോകണമെങ്കിൽ എന്തോ വേണം? വെളിച്ചം കൈ വേണം. സോ ആ വെളിച്ചമാണ് സുവിശേഷമാകുന്ന വെളിച്ചം നമ്മുടെ കയ്യിലുണ്ട്. ആ സുവിശേഷമാകുന്ന വെളിച്ചം കൊണ്ടാണ് നമ്മൾ ലോകത്തിലേക്ക് ചെന്ന് ലോകത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തേക്ക്, അല്ലെങ്കിൽ ആ വെളിച്ചത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. സോ ദൈവജനത്തിൽ നമുക്ക് ഈ സുവിശേഷ പ്രവർത്തനത്തെ പല രീതിയിൽ കാണാനായിട്ട് പറ്റും. ഒന്ന്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ മീനിനെ പിടിക്കുന്നതായിട്ട്. സോ ഒരിക്കലും ഒരു ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പ്രത്യേകിച്ച് പത്രോസിനോട് പറഞ്ഞത്, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്ന കർത്താവ് പറഞ്ഞു. ഒരു ദിവസം ഇങ്ങനെയാണ് പറഞ്ഞത്, പത്രോസിന്റെ വീട്ടിൽ അല്ലെങ്കിൽ പത്രോസിന്റെ കരച്ചട്ടിക്കകത്ത് കിടന്ന് വേകേണ്ട മീൻ ഒരിക്കലും ആറ്റി കിടന്നുകൊണ്ട് പറയത്തില്ല, പത്രോസെ നീ ഇങ്ങോട്ട് വാ, ഞാനിവിടെ കിടപ്പുണ്ട്, ഇന്ന് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരിക, ഇന്ന് എന്നെ കറി വെച്ചോളാൻ പറഞ്ഞു ഒരു മീനും നടന്ന് പത്രോസിന്റെ വീട്ടിൽ വരത്തില്ല. എവിടെ മീനുണ്ടോ അവിടെ പോയി പത്രോസെ നീ പിടിച്ചാലേ പറ്റൂ. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ അറിയണം എവിടെയാ മീനുള്ളത്. വേറെ എങ്ങും പോകണ്ട, അയലോക്കത്ത് കിടപ്പുണ്ട് മീന്, നിങ്ങളുടെ ഓഫീസിലുണ്ട് മീൻ. ഈ മീനെ പിടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവിടെ പോയി പിടിക്കണമെങ്കിൽ അതിനുള്ള സ്റ്റഫ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം, അതിനുള്ള സ്കില്ല് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം, അതിനുള്ള ദൈവകൃപ നമ്മുടെ മേലുണ്ടാകണം. ആ ദൈവകൃപയോടും അധികാരത്തോടും കൂടെ പോയാൽ മീനിനെ പിടിക്കാൻ നമുക്ക് പറ്റും. മനുഷ്യരെ പിടിക്കുന്നവരാക്കി ദൈവം നമ്മെ മാറ്റുകയാണ്. പത്രോസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പത്രോസിന്റെ അടുത്ത് 2 പ്രാവശ്യം കർത്താവ് മീൻ പിടിച്ചു കാണിച്ചു. ഒന്ന്, പത്രോസ് മീനും പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് വന്ന് പത്രോസിനെ വിളിക്കുന്നത്, എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞത്. അതായത് കർത്താവിന്റെ ശുശ്രൂഷയുടെ പ്രാരംഭ സമയത്ത്. അവിടെ പത്രോസ് വീട്ടിൽ പോകാൻ വേണ്ടി രാത്രിയൊക്കെ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പില്ല, വല നന്നാക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് യേശു വന്ന് പടകിലിരുന്നു, ജനത്തോട് സംസാരിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പം പത്രോസിനോട് പറഞ്ഞു, പത്രോസെ പടകിന്റെ വലതുഭാഗത്തേക്ക് വല വീശുക എന്ന് പറഞ്ഞു. വലിയൊരു മീൻകൂട്ടം കിട്ടി. ആ ഒരു സംഭവം പത്രോസ് കണ്ടു.
അതിനുശേഷം നിങ്ങൾ ഓർക്കുന്നുണ്ടോ, യേശുവിനെ വിട്ടുപോയ സമയത്തും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കർത്താവ്, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴും പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. കർത്താവ് വെളുപ്പിനെ ആയപ്പോഴേക്ക് പത്രോസിന്റെ അടുക്കലേക്ക് നടന്നു വന്നു. എങ്ങനെ നടന്നു വന്നത്? മീനും കനലിന്മേൽ ചുട്ട അടയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പത്രോസിന്റെ അടുക്കൽ വന്നു. അവിടെയും ഇതുപോലെ തന്നെ ഒരു പെരുത്ത മീൻകൂട്ടത്തെ 153 വലിയ മീനെ പിടിച്ചു കൊടുക്കുന്നുണ്ട് പത്രോസിന്. എന്റെ ചോദ്യം, കർത്താവ് പത്രോസിന് മീൻ പിടിച്ചു കൊടുക്കാൻ വേണ്ടി വന്നാണോ? അതായിരുന്നോ കർത്താവിന്റെ ലക്ഷ്യം? ഒരു ലക്ഷ്യം അതായിരിക്കാം. പക്ഷെ അതിനകത്തൊരു ആത്മീക മർമ്മം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പത്രോസിനോട് അത് കഴിഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത്, പത്രോസെ, നീ ഇന്ന് തൊട്ട് മനുഷ്യരെ പിടിക്കുന്നവരാകുക, അല്ലെങ്കിൽ മനുഷ്യരെ പിടിക്കുന്നവനാകുക എന്ന് പറഞ്ഞാൽ, നീ കണ്ടോ ഈ മീൻകൂട്ടത്തെ ഞാൻ കൂട്ടം കൂട്ടമായിട്ട് പിടിച്ചത് നീ കണ്ടോ? നീ ഒരു മീനെ പിടിക്കാൻ വിഷമിക്കല്ലായിരുന്നു, ഞാൻ കണ്ടോ കൂട്ടമായിട്ട് മീനെ പിടിച്ചത്. പത്രോസിനോട് ഇൻഡയറക്ട്ലി കർത്താവ് പറയായിരുന്നു, നീ ഇതുപോലെ ആത്മാക്കളെ പിടിക്കാൻ പോവാന്ന്, കൂട്ടം കൂട്ടമായി ആത്മാക്കളെ പിടിക്കാൻ പോവാന്ന് പത്രോസിനോട് ദൈവം ആ മീനെ പിടിച്ച് കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുക്കായിരുന്നു. ഇന്ന് രാത്രി ഇത് നിങ്ങളോടുള്ള ദൂതാകട്ടെ, ഇന്ന് രാത്രി നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാകട്ടെ. ആത്മാക്കളെ ഒന്നും രണ്ടും ആയിട്ടല്ല, ഇനിയുള്ള കാലത്ത് നമുക്ക് കൂട്ടമായിട്ട് ആത്മാക്കളെ നേടിയാലേ പറ്റൂ ദൈവമക്കളെ. ഇനി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇന്ന് നമ്മൾ ഓരോരുത്തരെയും രണ്ടുപേരെയും വെച്ചൊക്കെ ആ ആത്മാക്കളെ നേടുന്നെന്നിരിക്കട്ടെ, നമ്മുടെ ഭാരതത്തിന്റെ കാര്യം മാത്രം എടുത്തു നോക്കി. ഭാരതത്തിൽ ഇന്നത്തെ സുവിശേഷ വേല ഇന്ന് പോകുന്ന രീതിയിൽ പോയാൽ ഈ ഭാരതത്തെ നേടാൻ നമുക്ക് എത്ര വർഷം എടുക്കും? ഇന്ന് നമ്മൾ 5 പേരെ 10 പേരെ വെച്ചൊക്കെ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒക്കെ നേടുന്നെന്ന് വിചാരിച്ചു. ഇങ്ങനെ നമ്മൾ ആത്മാക്കളെ നേടിയാൽ ഈ ഭാരതം നേടാൻ എത്ര വർഷം എടുക്കും? തുറന്നു പറഞ്ഞാൽ ഇനി അടുത്ത ഒരു 2000 വർഷം കൂടെ ഉണ്ടേ പോലും നമ്മൾ ഇത് റീച്ച് ചെയ്യത്തില്ല. ഞാൻ പറയുന്നത് സത്യമാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ, ഇന്ന് തൊട്ട് വാ തുറക്കാൻ ഒന്ന് തയ്യാറായിക്കേ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളൊന്ന് ശക്തിയോടെ പറഞ്ഞേ, നിങ്ങളുടെ വാ തുറന്നൊന്ന് പറഞ്ഞേ, കർത്താവ്, ഞാൻ ഇന്ന് തൊട്ട് ആത്മാക്കളെ കൂട്ടം കൂട്ടമായി പിടിക്കാൻ പോവാ, കൂട്ടം കൂട്ടമായി. അത് തന്നെയല്ലേ സംഭവിച്ചത് പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ? പത്രോസിനെ കർത്താവ് കൂട്ടത്തോടെ മീൻ പിടിച്ചു കൊടുത്തു. അതുപോലെ തന്നെ പത്രോസ് കൂട്ടമായിട്ട് ആത്മാക്കളെ പിടിച്ചത്. ഇതിന്റെ പേരാ ദൈവകൃപ, ഇതിന്റെ പേരാണ് ദൈവ സാന്നിധ്യം. ആ കർത്താവ് കാണിച്ചു കൊടുത്ത് അതുപോലെ തന്നെ പത്രോസ് ചെയ്യായിരുന്നു. രാത്രി വിശ്വസിക്കാമോ, നിങ്ങളെ കൊണ്ട് എന്നെ കൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഭാരതത്തിൽ ദൈവം ഇത് ചെയ്യും. ഇന്നത്തെ സ്ഥിതിയൊന്നും നോക്കണ്ട, ഭാരതത്തെ ദൈവം ചേഞ്ച് ചെയ്യും, ഭാരതത്തെ ദൈവം തൊടും. യെസ്, ഭാരതത്തിന്റെ സ്ഥിതി ദൈവം മാറ്റാൻ പോവാ. ഓക്കെ, നമ്മള് ഈ ഇരുട്ടത്ത് നിന്ന് ജനത്തെ വിളിച്ചുകൊണ്ട് വരേണ്ടതിന്റെ ആവശ്യകത എന്താണ്? നമുക്ക് എന്തിനാണ് അതോറിറ്റി വേണ്ടിയത്? എന്തിനാണ് നമുക്ക് പവർ വേണ്ടിയത്? എന്തിനാണ് നമുക്ക് പരിശുദ്ധാത്മ സാന്നിധ്യം വേണ്ടിയത്? എന്തിനാണ് വചനത്തിന്റെ സാമർഥ്യം നമ്മുടെ അകത്ത് വെളിപ്പെടേണ്ടത്? എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഇതിന്റെ ആവശ്യകത വേഗത്തിൽ ഒന്ന് പറയാൻ പോവാ. നിങ്ങൾ ഈ വാക്യങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ നല്ലതാണ്. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. 1 യോഹന്നാൻ 5:19 നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, നിങ്ങൾ ദൈവത്തെ അറിയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞോണം, and the whole world is under the control of the evil one. എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം? കാരണം ലോകം മുഴുവൻ പിശാചിന്റെ അധീനതയിൽ കിടക്കുക. എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം? എന്തുകൊണ്ട് ആത്മസാന്നിധ്യത്തിൽ ജീവിക്കണം? എന്തുകൊണ്ട് അതോറിറ്റി വേണം? എന്തുകൊണ്ട് പവർ വേണം? ദൈവമക്കളെ മനസ്സിലാക്കണം, നമ്മൾ വിടുവിക്കാൻ പോകുന്ന ജനത്തിന്റെ കസ്റ്റഡി മുഴുവൻ പിശാചിന്റെ കയ്യിലാണ്. ആ പിശാചിന്റെ കസ്റ്റഡി കിടക്കുന്നവനെ അവിടെ ഒന്ന് വിടുവിച്ചുകൊണ്ട് വരണമെങ്കിൽ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർന്നെടുക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവന്റെ മേൽ ഒരു അധികാരവും അവന്റെ മേലൊരു ശക്തിയും നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ചെന്ന് അവന്റെ പിടി കിടക്കുന്ന, അവന്റെ ക്ലച്ചിനകത്ത് കിടക്കുന്ന നമ്മുടെ ആത്മാക്കളെ വിടുവിച്ചുകൊണ്ട് വരാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്നതാണ്, ഈ സകല ലോകം ദുഷ്ടന്റെ അധീനത കിടക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ദൈവമക്കളെ, ഇന്നിറങ്ങുന്ന ഫിലിമുകള്, ഇന്നിറങ്ങുന്ന എല്ലാ വീഡിയോകളും, ഇന്നിറങ്ങുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇന്നിറങ്ങുന്ന എല്ലാ ഈവൻ ഫാഷൻ ഡിസൈനിങ് ഉൾപ്പെടെ സകല സംഭവങ്ങളും, എല്ലാറ്റിന്റെ അകത്ത് ഒരു ഈവിൾ കൺട്രോൾ ഉണ്ട്. നിങ്ങൾക്കത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുക. എല്ലാറ്റിനും കാരണം എന്തുവാ? പിശാചിന്റെ അധീനത കിടക്കുക. ഈ ലോകം മുഴുവൻ പിശാചിന്റെ അധീനത കിടക്കുക. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങൾക്കകത്തും അവന്റെ കൺട്രോൾ ഉണ്ട്. പിശാച് അവന്റെ രാജ്യം എത്രമാത്രം എസ്റ്റാബ്ലിഷ് ചെയ്യാമോ അത്രമാത്രം അവൻ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ദൈവമക്കൾ വീട്ടിൽ കിടന്നുറങ്ങുക, ശക്തിയും അധികാരവും ഉള്ളവര്. നമ്മൾ ഇന്നലെ എഫീസ് ലേഖനം പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടല്ലോ. എഫീസ് ലേഖനം 1:19 കർത്താവ് പറയുക, താട്ട് വരുമ്പോൾ പറയുകയാണ്, യേശുവിനെ സകല അധികാരത്തിന്റെ മീതെ അവന്റെ കാൽ കീഴാക്കി വെച്ച്, സകല അധികാരവും വാഴ്ചകളും അധികാരവും കർത്തൃത്വവും ഒക്കെ യേശുവിന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സകലത്തിനും തലയാക്കി ദൈവസഭയ്ക്ക് കൊടുത്തു നമ്മൾ വായിച്ചു.
എന്തുവാ ഈ അധികാരവും ശക്തിയും സാമർത്ഥ്യവും എന്നൊക്കെ നമ്മൾ പറയുന്നത്? എന്തുവാ അത്? എഫീസ് ലേഖനം 6:12 തൊട്ട് താഴോട്ട് വായിച്ചു നോക്കി. അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് അധികാരങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജഡരക്തങ്ങളോടല്ല, ഇതിനോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത്. ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കാൽ കീഴെ എന്തൊക്കെ പരിശുദ്ധാത്മാവാക്കി വെച്ചോ എന്ന് പറഞ്ഞാൽ അധികാരവും ശക്തിയും കർത്തൃത്വവും വാഴ്ചകളും അതിനെല്ലാം യേശുവിന്റെ കാൽ കീഴാക്കി വെച്ചിരിക്കുകയാണ്. ആ കാൽ കീഴാക്കി വെച്ചിരിക്കുന്നതിനോടാണ് നമുക്ക് യുദ്ധമുള്ളത്. അപ്പൊ ഇതിനോട് യുദ്ധം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തോ വേണം? അധികാരം വേണം, ശക്തി വേണം, ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ അന്ധകാര മണ്ഡലങ്ങളെ ജയിക്കാൻ പറ്റൂ. ഈ അന്ധകാര മണ്ഡലങ്ങളെ ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആത്മാക്കളെ പിടിവിച്ചുകൊണ്ട് വരാൻ പറ്റുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് കേട്ടെ, പ്രസംഗം കൊണ്ട് ഞാൻ പറയുക, ആത്മാക്കളെ വിടുവിക്കപ്പെടാൻ പോകുന്നില്ല. ശക്തിയും അധികാരവും ദൈവ സാന്നിധ്യവും ദൈവവചനവും ക്രിയ ചെയ്യാത്തിടത്തും ഒന്നും ഒരാത്മാവും വിടുവിക്കപ്പെടത്തില്ല. നമുക്ക് പോകാൻ പ്രസംഗിച്ചിട്ട് വരാന്നുള്ളതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യം വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ വാക്യം യെശയ്യാ പ്രവചനം 60:2. യെശയ്യാ 60:2 നമ്മളിങ്ങനെ വായിക്കുന്നു. എന്താ പറയുന്നത്? അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, എന്നാൽ നിന്റെ മേലോ യഹോവ ഉദിക്കും, യഹോവയുടെ ശക്തി ഉദിക്കും, അല്ലെങ്കിൽ യഹോവയുടെ വെളിച്ചം ഉദിക്കും. അപ്പൊ ഭൂമിയുടെ അവസ്ഥ എന്തുവാ? അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. പക്ഷെ നമ്മുടെ മേലെന്തോണ്ട്? വെളിച്ചമുണ്ട്. നോക്കിയേ, ജനം മുഴുവൻ ഇരുട്ടിലിരിക്കുക, ജനം ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതിന് ഉത്തരവാദി ആരാ? ഈ ജനത്തെ ഇരുട്ടിൽ നിന്ന് പുറത്തുവിട്ട് കൊണ്ടുവരേണ്ടതാരാ? ആ ഉത്തരവാദിത്വം എന്റെയും നിങ്ങളുടെയും കയ്യിൽ കർത്താവ് തന്നിരിക്കുക. നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് പറയാമോ ആദ്യത്തെ വാക്യത്തിന്റെ ഒരു മീനിങ്? നമ്മൾ എന്നോട് ചേർന്നൊന്ന് പറയാമോ? സകല ലോകവും ദുഷ്ടന്റെ അധീനതയിലിരിക്കുക, സകല ആത്മാക്കളും ദുഷ്ടന്റെ അധീനതയിലിരിക്കുക. അവന്റെ അധീനതയിൽ നിന്ന് ആത്മാക്കളെ പിടിച്ചോണ്ട് വരുന്ന ഡ്യൂട്ടിയാ എന്റേത്. പറയാമോ? ഇവിടെ ഓപ്പൺ യുദ്ധം ഡിക്ലെയർ ചെയ്യുക, അല്ലെ? ഓപ്പൺ യുദ്ധം ഡിക്ലെയർ ചെയ്യുക. സുവിശേഷ വേലയും അല്ലെങ്കിൽ ആത്മാക്കളോട് കർത്താവിനെ കുറിച്ച് പറയാന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല, നിസ്സാര കാര്യമല്ല. പിശാചിന്റെ കൺട്രോൾ ഇരിക്കുന്നവനെ നമ്മൾ പിടിച്ചോണ്ട് വരുന്നത്. പ്രൈസ് ഗാഡ്. രണ്ടാമത്തെ വാക്യം, ആ വാക്യം കൂടെ എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ. ഇരുട്ടിനകത്ത് കിടക്കുന്ന, അന്ധകാരത്തിനകത്ത് കിടക്കുന്നവനെ പുറത്തോട്ട് കൊണ്ടുവരുവാൻ കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുക. പറഞ്ഞ ഇത് എന്റെ ഡ്യൂട്ടിയാണ്. പിശാചിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്നവനെ പുറത്തു കൊണ്ടുവരേണ്ടത് എന്റെ ഡ്യൂട്ടിയാന്ന് പറ. ഇത് പാസ് ഒന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. അത് പാസ് ഇത് എല്ലാവർക്കും ഉള്ള, നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. ഇരുട്ടിലിരിക്കുന്നവനെ വെളിച്ചം കാണിച്ചു കൊടുക്കും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇരുട്ടിലിരിക്കുന്നവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കാട്ടിനകത്തൊരു വണ്ടി ഓടിച്ചോണ്ട് പോവാ. അവിടെ ചെന്നപ്പം വണ്ടി ലൈറ്റ് ഓഫ് ആയെന്ന് വിചാരിച്ചു, വണ്ടി കേടായി പോയി. അവിടെ നിൽക്കുന്ന മനുഷ്യന്റെ മാനസിക സ്ഥിതി ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വെട്ടമില്ല, കയ്യിലും വെട്ടമില്ല, വണ്ടിയുടെ വെട്ടം ഉണ്ടായിരുന്നു, തീരുകയും ചെയ്തു. എങ്ങോട്ട് പോകണമെന്നറിയില്ല, ആരെ വിളിക്കണമെന്നറിയത്തില്ല, എന്തോ ചെയ്യണമെന്നറിയത്തില്ല, നിൽക്കുന്നത് എവിടാന്ന് പോലും അറിയത്തില്ല. നിങ്ങൾക്കറിയാമോ ദൈവമക്കളെ, നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന നിങ്ങളുടെ സ്നേഹിതർ നിങ്ങളുടെ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിലും ചിരിക്കുന്നവന്റെ മാനസിക അവസ്ഥ ഇതാ. എവിടാ നിൽക്കുന്നതെന്ന് അറിയത്തില്ല, എങ്ങോട്ടാ പോകണ്ടെന്ന് അറിയത്തില്ല, ലക്ഷ്യമില്ല. ഇതാ മനുഷ്യന്റെ അവസ്ഥ ഇന്നത്തത്. പക്ഷെ നമുക്കറിയാം നമ്മൾ എവിടാ നിൽക്കുന്നതെന്ന്. നിന്റെ വചനം എന്റെ കാലിന് ദീപമാ, നിന്റെ വചനം എന്റെ പാതയ്ക്ക് പ്രകാശമാ. ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാം. ഞാൻ മരിച്ചാലും ഐ ഡോണ്ട് കെയർ, എനിക്കറിയാം ഞാൻ എവിടാ പോകുന്നതെന്ന്. പക്ഷെ ഈ ലോകത്തിലെ മനുഷ്യന്റെ അവസ്ഥ അതല്ല. ദേ നീഡ് ഹെൽപ്പ്, ദേ നീഡ് ലൈറ്റ്. അവർക്ക് വെളിച്ചം ആവശ്യമുണ്ട്, അവർക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ട്. ഇരുട്ടത്ത് നിൽക്കുന്നവന് ഒരു മനുഷ്യന്റെ ആവശ്യമുണ്ട്, അവന് വെളിച്ചത്തിന്റെ സഹായത്തിന്റെ ആവശ്യമുണ്ട്. അക്കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പറയാമോ, കർത്താവേ ഞാൻ ആ സഹായിയാ, ഞാനത് ചെയ്യാൻ തയ്യാറാ. മത്തായി സുവിശേഷം 4:8 പിശാച് വന്ന് കർത്താവിന്റെ അടുക്കൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, ഞാൻ നിനക്ക് ഇതെല്ലാം തന്നേക്കാം. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അവനറിയാതെല്ലാം എന്റെ കസ്റ്റഡി വന്നെന്ന്. മനുഷ്യൻ പാപം ചെയ്തത് മുഖാന്തരം ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാണ്. ഈ പിശാചിന്റെ കസ്റ്റഡി ചെന്നിട്ട് ആ ബലവാനെ പിടിച്ചു കെട്ടി അവന്റെ കോപ്പ് കവർന്നെടുക്കാൻ. പ്രൈസ് ഗാഡ്. നമ്മുടെ അകത്ത് ബലമില്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു കോപ്പും നടക്കത്തില്ല, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലേ? പിശാചിന്റെ കോപ്പ് പിടിച്ചു കെട്ടിയിട്ട് അവനെ ബന്ധിയാക്കിയിട്ട് മാത്രമേ നമുക്ക് അവിടുന്ന് ആത്മാക്കളെ വിടുവിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇന്ന് രാത്രി തൊട്ട് അതിനുവേണ്ടി ശ്രമിക്കുക. ഇത് ദൈവം നിങ്ങളെ ആ ഒരു ലെവലിൽ ഉപയോഗിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കുക. ഞാൻ ഒരു ചെറിയ വീഡിയോ നിങ്ങളെ കാണിക്കാം.
നിങ്ങൾ എത്ര പേര് ഈ വീഡിയോ എത്ര പേര് ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്നിപ്പോ ഇന്ത്യയിൽ നടക്കുന്ന ഒരു സംഭവം, ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യം. ഞാൻ കുറച്ച് എന്റെ വീഡിയോ ഒന്ന് കാണിക്കാം, മൊത്തം കാണിക്കാൻ സമയമില്ല, ഞാൻ കുറച്ച് ഭാഗം ഒന്ന് കാണിക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കണം മനുഷ്യൻ എത്രമാത്രം അന്ധകാരത്തിലാണ് ഇരിക്കുന്നതെന്ന്. यहाँ पर 3 पवित्र नदियां मिलती हैं, गंगा, यमुना और काल्पनिक सरस्वती। सरस्वती एक अदृश्य नदी है जिसका हिंदुओं का विश्वास है कि हर पाप को धो देता है इन नदियों का पवित्र जल। ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്നറിയാമോ? പ്രാഗ്യരാജ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുക. 45 മില്യൺ इस विश्वास के कारण ही प्रयागराज उन 4 पवित्र जगहों में से एक है जहां दुनिया का सबसे बड़ा धार्मिक जनसमूह मरता है। कुंभ मेला മഹാകുംഭമേള എന്ന പേരില് हर 6 साल बाद വലിയ പ്രോഗ്രാം यहाँ पर मोक्ष की खोज में निकले लाखों श्रद्धालु इकट्ठे होते हैं। उनके आने पर अलग अलग जगह लगते हैं। इस तरह ये पूरे इलाके इससे निर्देश देते हैं। 50 दिनों के जश्न के बाद कुंभ मेले की आखिरी रात സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം കാണിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 45 മില്യൺ ആൾക്കാർ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലാഖ്, 10 ലക്ഷമാണ്. 45 മില്യൺ ആൾക്കാര് ഇന്ന് അവിടെ പ്രാഗ്യരാജ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്നിച്ചു കൂടിയേക്കുക ഈ കുറച്ച് ദിവസങ്ങളായിട്ട്. എന്തിനെന്നറിയോ? മോക്ഷത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി. വെളിച്ചമറിയാതെ ഇരുട്ടത്ത് കിടന്ന് തപ്പുക ഈ ജനം. ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ നമ്മുടെ ഭാരത ജന നമുക്ക് ഉത്തരവാദിത്വമില്ലേ? ഇവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ കണക്ക് പറയണ്ടേ? ഇവരെയൊക്കെ കർത്താവിലേക്ക് നയിക്കാൻ വേണ്ടി അല്ലേ കർത്താവ് നമുക്ക് ഈ വെളിച്ചം തന്നത്? ദൈവമക്കളെ, നമ്മളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടിയത്. നമ്മുടെ മേലുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണെന്നുള്ള തിരിച്ചറിവ്. പക്ഷെ പലപ്പോഴും നമ്മളുടെ ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് തിരിച്ചറിയാതെ നമ്മൾ നമ്മുടെ ലൈഫിനെ സെറ്റിലാക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. സോ ജനം ഇരുട്ടത്ത് കിടക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകല്ലേ. നിങ്ങൾ എല്ലാവരും പറ്റുമെങ്കിൽ ഈ വാക്യം ഒന്ന് എടുക്കാമോ? മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. മത്തായി 4:16. അവിടെ നമ്മൾ വായിക്കുന്നു, യേശു ഗലീലയിൽ വന്ന് താമസിച്ചു. എനിക്കൊന്ന് ആദ്യത്തെ ദിവസം നമ്മൾ ഇതിനെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചിരുന്നു. യേശു ഗലീലയിൽ വന്ന് പാർത്തു. അവിടെ ഇരുട്ടിലിരുന്ന ജനം വലിയ വെളിച്ചം കണ്ടു. യേശു പ്രസംഗിക്കാൻ തുടങ്ങി ദൈവരാജ്യത്തെ കുറിച്ച്. ഇരുട്ടിലിരിക്കുന്നവന് വേണ്ടിയത് ദൈവരാജ്യമാണ്. ദൈവരാജ്യമാണ് വെളിച്ചം. ദൈവരാജ്യം മാത്രമേ ഒരു മനുഷ്യനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുള്ളൂ. ആ വെളിച്ചം എന്തുവാണെന്നുള്ളത് അതിന്റെ 23, 24, 25 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. യേശു പ്രസംഗിച്ചു. യേശു രോഗികളെ സൗഖ്യമാക്കി. സൗഖ്യവും ദൈവരാജ്യവും ഇത് രണ്ടുമാണ് മനുഷ്യന്റെ വെളിച്ചം. യേശുവാണ് ലോകത്തിലെ വെളിച്ചം. സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. എന്റെ ദൈവമക്കളെ, നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരു വലിയ ഉത്തരവാദിത്വം കർത്താവ് നമ്മുടെ മേൽ ഏൽപ്പിച്ചിരിക്കുക. ഈ വാക്യം പറഞ്ഞ് വായിച്ചു നോക്കിയേ. 4:14 തൊട്ട് വായിക്കുമ്പോൾ, യേശു ഗലീലയിൽ വന്ന് താമസിച്ചു. യേശു പാർത്ത പട്ടണത്തിൽ ഇരുട്ടിലിരുന്ന ജനം വെളിച്ചം കണ്ടു. ഇന്ന് രാത്രി ഞാനും നിങ്ങളും വെളിച്ചമായിരിക്കുമ്പോൾ നമ്മൾ പാർക്കുന്ന പട്ടണങ്ങളിൽ, നമ്മൾ താമസിക്കുന്നിടങ്ങളിൽ ഇരുട്ടിലിരിക്കുന്ന ജനം ഉണ്ട്. ആ ജനം വെളിച്ചം കാണാനിടയാകട്ടെ. അതിനൊരു വലിയ പ്രാർത്ഥനയും സമർപ്പണവും നമ്മുടെ അകത്തുണ്ടാകട്ടെ. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണെന്നറിയാം? ഇൻഡിവിജ്വലി ചിന്തിച്ചാൽ നമുക്ക് എവിടെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം, അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഇന്നത്തെ ആത്മഗോളത്തിലെ വിശ്വാസികളുടെ മാനസിക തലമാണ് ഞാൻ ഈ പറയുന്നത്, അല്ലേ? നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം, വെൽ സെറ്റിൽഡ് ആയിട്ടൊരു ലൈഫ് വേണം, ഒരു വണ്ടി വേണം, ഒരു വള്ളം വേണം, അല്ലേ? അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ പുറത്തു വിട്ട് പഠിപ്പിക്കണം. എനിക്ക് പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, എനിക്ക് രോഗം ഉണ്ടാകാൻ പാടില്ല, സൗഖ്യം വേണം. അത് യേശുവിലുണ്ടെന്ന് അറിയാം, അതുകൊണ്ട് എനിക്ക് അത് സൗഖ്യം വേണം. നമ്മൾ ഒരിക്കലും സുവിശേഷത്തിന് വേണ്ടി പൈസ ചെലവാക്കാൻ തയ്യാറല്ല. നമ്മൾ പൈസ ചെലവാക്കും. കടയിൽ പോയാൽ 500-ന്റെ 1000-ന്റെ ഒക്കെ ഉടുപ്പ് മേടിക്കും. സുവിശേഷം പറയുന്ന ഒരു സുവിശേഷകനെ കണ്ട 10 രൂപ കൊടുക്കാൻ നമ്മുടെ പോക്കറ്റ് പേഴ്സ് പൊങ്ങത്തില്ല. ആ സ്ഥിതി ഇന്നത്തെ ആത്മഗോളത്തിലെ വ്യക്തികളുടെ കാര്യം ഞാൻ പറയുന്നത്. സുവിശേഷത്തിന് വേണ്ടി നമ്മൾ എത്ര രൂപ ചെലവാക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ വരുന്ന പൈസയുടെ? ദൈവവചനം പ്രസംഗിക്കുന്ന
ഞാൻ ഒരിക്കലും ഓർക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഒരു ചർച്ചില് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ ആ ചർച്ച് ഗസ്റ്റ് ആയിട്ട് വിളിച്ചതാ. ഞാൻ പ്രവാചകനൊന്നും അല്ല, നമ്മളെ ചർച്ചിൽ പോയി ഗസ്റ്റ് ആയിട്ട് വിളിച്ചു, നമ്മൾ പ്രസംഗിച്ചു പോകുന്നു. അപ്പം അവിടെ ഒരു അതിഥിയായിട്ടൊരു ഒരു പ്രവാചകൻ വന്നു. പ്രവാചകൻ വന്ന് 10 മിനിറ്റ് പുള്ളി ഏതാണ്ടൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. ഞാൻ നോക്കിയപ്പം ഒരു അമ്മച്ചി ഇങ്ങനെ 500 രൂപയുടെ നോട്ടും ഒക്കെ കൈ പിടിച്ചോണ്ട് നിൽക്കുക, ഇങ്ങനെ പുറകെ പിടിച്ചോണ്ട് നിൽക്കുക, ദൂത് കേൾക്കാൻ. ഇത് കഴിയുമ്പോൾ പാസ്റ്റർ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ. എനിക്ക് കിട്ടാത്തതുകൊണ്ട് അതുകൊണ്ടൊന്നും അല്ല പറഞ്ഞു കേട്ടോ. ആ ദൂത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ മലയാളികളുടെ ആ വാഞ്ച, അതിന് നമ്മൾ പൈസ മുടക്കും. പക്ഷെ യേശുവിനെ അറിയാത്ത ഒരാള്, നിങ്ങൾക്കറിയാമോ, ഇന്ന് 800-ലധികം പാസ്റ്റർമാരാണ് ഇവിടെ UP-യിൽ മാത്രം ജയിലിൽ കിടക്കുന്നത്. ഈ പാസ്റ്റർമാരുടെ വീടുകൾ പലതും പട്ടിണിയിലാണ്. അവരുടെ മക്കൾ സ്കൂളിൽ പോകുന്നത് നിർത്തി. കാരണം ഭർത്താവ്, ഇവര് സുവിശേഷ വേല ചെയ്ത് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. പലത് എനിക്ക് അറിയാവുന്ന ഒത്തിരി ദൈവാസന്മാർ ഡെയിലി ഈ ദിവസങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. അനവധി ദൈവാസന്മാർ ഇന്ന് ജയിലിൽ പോയിക്കൊണ്ടിരിക്കുക. 800-ലധികം ദൈവദാസന്മാർ ഒരു സ്റ്റേറ്റിൽ നിന്ന് മാത്രം ജയിലിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു ദൈവദാസൻ, ഒത്തിരി ദൈവദാസന്മാര് UP-യിൽ എന്റെ കൂടെ മിനിസ്റ്റർ ചെയ്യുന്ന, ഞാൻ ആ ചർച്ചിൽ പോയിട്ടുണ്ട്. 1000 പേരുള്ള ഒരു ചർച്ച, ഞാൻ ആ ചർച്ചിൽ പോയിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ആ ചർച്ച് ഇന്ന് അവിടെ അടഞ്ഞു കിടക്കുക. ദൈവദാസനെ കൃപയാൽ അവർ വിട്ടു, ഉപദ്രവിച്ചില്ല. ആയിരക്കണക്കിന് ദൈവദാസന്മാർ നമ്മുടെ ഇന്ത്യയിൽ ജയിലിൽ കിടപ്പുണ്ട്. ഈ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇവരുടെ മക്കൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? നമ്മളൊക്കെ ആത്മീയരാണെന്ന് പറഞ്ഞ് നടിക്കുക. ഞാൻ കുറെ കാര്യം തുറന്ന് പറയാം, നിങ്ങളോട് വിരോധം വിചാരിക്കല്ലേ. നമ്മളൊക്കെ ആത്മീയന്മാരാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? അവര് നമ്മുടെ ശരീരമല്ലേ? അവർക്കും വിശപ്പില്ലേ? ഒരു നേരമല്ലോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? നമുക്ക് ഒരു നേരം ഉപവാസം എടുക്കാൻ പറ്റുമോ? സുവിശേഷത്തിന് വേണ്ടി പൈസ ചെലവാക്കാൻ ദൈവമക്കളെ പഠിക്കണം. ഞാൻ ഒരിക്കൽ എറണാകുളത്ത് ഒരു ചർച്ചിൽ ഇതുപോലെ ശുശ്രൂഷിക്കാൻ ചെന്നപ്പോ ഞാൻ അവരോട് ചോദിച്ചു, ഞാനിങ്ങനെ അധികം അത്ഭുതം അടയാളവും ഒന്നും പ്രസംഗിക്കുന്ന കൂട്ടത്തിലല്ല. പ്രാർത്ഥിക്കും, ദൈവം രോഗികളെ സൗഖ്യമാക്കും, അത് വേറൊരു വിഷയം. പക്ഷേ യേശു അത്ഭുതത്തെക്കുറിച്ചും അടയാളത്തെക്കുറിച്ചും ഒന്നും പ്രസംഗിച്ചില്ല. യേശു ചെയ്തതേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യേശു സൗഖ്യത്തെക്കുറിച്ചും വിടുതലിനെ കുറിച്ചും ഒന്നും പറഞ്ഞില്ല. വന്നവരെ യേശു സൗഖ്യമാക്കി, അല്ലെ? അപ്പൊ യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തെ കുറിച്ചാണ്. ഞാൻ ആ ചർച്ച ചെന്നപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന അനേക ദൈവദാസന്മാരുണ്ട്. പട്ടിണി കിടന്ന് ജീവിതത്തിൽ പൈസ ഇല്ലാതെ വളരെ കഷ്ടത്തോടെ വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാരുണ്ട്. നിങ്ങൾ മാസം ഒരു 500 രൂപ ദൈവദാസന്മാർക്ക് അയച്ചു കൊടുത്താൽ 500 രൂപ ഒരു മാസം ജീവിതത്തിൽ നിങ്ങളുടെ സാലറിയിൽ നിന്ന് മാറ്റി വെച്ച പട്ടിണി കിടക്കുന്ന ആരെങ്കിലും ഉണ്ട്? കൈവക്കാൻ പറഞ്ഞു. ഒരു മനുഷ്യൻ കൈവക്കിയില്ല. എന്ന് പറഞ്ഞാൽ കേരളത്തെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. നമുക്കുണ്ട്. ഒരു 500 രൂപ മാസം മാറ്റി വെച്ചാൽ നമ്മൾ ആരും പട്ടിണി കിടക്കത്തില്ല. ഒരു 50 പേരുള്ള ഒരു ചർച്ചിൽ 50 പേര് 500 രൂപ വെച്ച് മാറ്റി വെച്ചാൽ എത്ര രൂപയായി? എത്ര ദിവസന്മാരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം? നോർത്ത് ഇന്ത്യയിൽ സുവിശേഷത്തിന് വേണ്ടി നമുക്ക് ആൾക്കാരെ അയക്കത്തില്ലേ? നമ്മൾ ഇതൊന്നും ചെയ്യത്തില്ല. നമുക്ക് കേൾക്കേണ്ടത് പ്രവചനമാണ്. എന്റെ ഭാവി എന്തോന്നാണ് നമുക്ക് അറിയേണ്ടത്. ദൈവമക്കളെ, നമ്മൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടേ പറ്റൂ. ഇനി നമ്മുടെ മുമ്പിൽ സമയമില്ല. ദൂതും കേട്ടോണ്ടിരുന്ന് എത്ര കാലം ഇരിക്കും ഇങ്ങനെ? ജനിച്ചവൻ തൊട്ട് നമ്മൾ ദൂത് കേൾക്കുമല്ലേ? നിർത്ത ഇതൊക്കെ. ആത്മാക്കൾക്ക് വേണ്ടി കരയാൻ പ്രാർത്ഥിക്ക്. ആത്മാക്കൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് മുട്ടുമേൽ നിൽക്കാനുള്ള തന്റെ ഇടം നമുക്കുണ്ടാകട്ടെ. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ രക്ഷപ്പെടണമെന്നുള്ള ചിന്ത മാറ്റിയിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ നശിച്ചുകൊണ്ടിരിക്കുക. ഇറങ്ങിച്ചെല്ലാനുള്ള ധൈര്യം നമുക്കുണ്ടാകട്ടെ. നമുക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഒരാളെ അയക്കാൻ നമുക്ക് പറ്റട്ടെ. ഒരാളെ അയക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 500 രൂപ കൊടുത്ത് സഹായിക്കാൻ നമുക്ക് പറ്റട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന്, ഞാൻ കേരളത്തിൽ പലയിടത്തും, അത് 1-2 അടുത്ത് ഞാൻ ചെയ്യാറുണ്ട്. കുറെ നാളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്താച്ചാ പറയുന്നത്, ചുമ്മാ പ്രസംഗിക്കല്ല. ഞാൻ ഒരിക്കൽ വയനാട്ടിൽ ഒരിടത്ത് ചെന്നപ്പോൾ അവിടെ ഒരു സഹോദരിയെ കണ്ടു. ഒരു പ്രായമുള്ള അമ്മച്ചിയാ, ഒരു ആദിവാസി അമ്മച്ചിയാ. ചെയ്തേച്ച് പറയുകയല്ല. ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് അതൊരു ഒരു ഉത്തേജനമാകാൻ വേണ്ടി ഞാൻ പറയുക. ഞാൻ ആരോടും അങ്ങനെ പറയാതിരുന്നൊരു കാര്യമാണ്. അവിടെ ചെന്നപ്പോൾ ഒരു ദൈവദാസി എന്നോട് അവരുടെ സാക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞു. ആ സഹോദരി രാത്രി കിടക്കുമ്പോൾ ദർശനം കിട്ടും. ഏതെങ്കിലും ഒരു ഗാവ്യ, പുള്ളിക്കാരിക്ക് വായിക്കാനും അറിയത്തില്ല, എഴുതാനും അറിയത്തില്ല, ആദിവാസി സഹോദരിയാ. രാത്രി കിടക്കുമ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ പറയും, ഇന്ന വണ്ടിയിൽ ഇന്ന കളറുള്ള വണ്ടിയെ കയറാൻ. ആ വണ്ടിയെ കയറി ഇറങ്ങേണ്ട സ്ഥലത്തിന്റെ പേരും ദൈവാത്മാവ് പറഞ്ഞു കൊടുക്കും. ആ വില്ലേജിൽ, ആ ഗ്രാമത്തിൽ ചെന്നിറങ്ങിയാൽ ആ സഹോദരി ആരെങ്കിലും ഒരാളെ കൊണ്ടേ തിരിച്ചു വരത്തുള്ളൂ. അതുപോലെ ഒരു അഭിഷേകമുള്ള സഹോദരി. ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പറഞ്ഞൊരു കുറച്ച് പൈസ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു എല്ലാ മാസവും. അവരോട് സംസാരിച്ച് അങ്ങനെ വന്നപ്പോൾ ആ സഹോദരിയുടെ കൂട്ടത്തിൽ വേറൊരു സഹോദരിയുണ്ട്. ഇവരിൽ ആർക്കെങ്കിലും മാറി മാറി രാത്രി ദർശനം കിട്ടും. ദൈവാത്മാവ് പറഞ്ഞു കൊടുക്കും അവിടെ പോകാൻ. ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ സുവിശേഷ വേലയ്ക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റൂ. ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് എനിക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്ന എനിക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ, ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടും സംസാരിച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭകളൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മുടെ സഭകളിലൊക്കെ എന്തുവാ? ആൾക്കാരെ വേണം, ആത്മാക്കളെ അല്ല വേണ്ടിയത്. ആൾക്കാരെ വേണം പ്രസംഗിക്കാൻ. ഓഡിയൻസ്
കർത്താവ് എന്താ പറഞ്ഞത്? ഇവരെയൊക്കെ ശിഷ്യന്മാരാക്കാനാ പറഞ്ഞത്. നമ്മൾ ഈ കാലം മുഴുവൻ ഇവരെ വിശ്വാസികളായിട്ട് വെച്ച് ഇവരുടെ സ്വത്രാഴ്ചയും മേടിച്ച് നമ്മൾ വണ്ടിയും വെള്ളവും മേടിച്ച് ഇന്നത്തെ ആത്മഗോളത്തിന്റെ ഒരു അധപ്പതിച്ച സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത്. പണ്ടാണ്ട് പറഞ്ഞതുപോലെ സെൻട്രൽ റീജിയൻ ഒക്കെ വലുതായിട്ട് നമ്മളിങ്ങനെ പുട്ടുപടിച്ച് നടക്കുക. ആത്മാക്കൾ ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുക. ആത്മാക്കൾ കർത്താവിനെ അറിയാതെ നശിച്ച് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മള് ചർച്ചിനകത്ത് സെലിബ്രേഷനായി അതായി ഇതായി ഒത്തിരി പരിപാടികളാ. ഓഡിയൻസിനെ വെച്ച് നമ്മൾ ഭയങ്കര പരിപാടികളാ. ഒരു ദൈവദാസൻ കഷ്ടപ്പെടുന്നത് കണ്ടാൽ ആ ദൈവദാസനെ സഹായിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ചർച്ചിനകത്ത് ഇവാഞ്ചലിസത്തിന് ഫണ്ട് ഉണ്ടാകണം. ചർച്ചിനകത്ത് ഇവാഞ്ചലിസത്തിന് വേണ്ടി അല്ലെ മിഷണറിമാരെ അയക്കാൻ വേണ്ടി ഫണ്ട് ഉണ്ടാകണം. ചെറുപ്പക്കാരെ അതിനുവേണ്ടി അതിനു വേണ്ടിയിട്ട് നമ്മൾ എൻകറേജ് ചെയ്യണം. മിഷണറിമാർ നമ്മുടെ സഭയിൽ നിന്ന് പോകണം. ഇല്ലെങ്കിൽ ഒരു മിഷണറി നമ്മുടെ സഭയിൽ നിന്ന് പുറത്തു പോകുന്നില്ലെങ്കിൽ, സഭയിലെ വിശ്വാസികൾ സുവിശേഷം പറയാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ആ ചർച്ചിനെ വിളിക്കാൻ പറ്റുന്ന ഒരു പേരുണ്ട്, ഡെഡ് ചർച്ച്, ചത്ത സഭ. പ്രൈസ് ഗോഡ്. ഇനി നമ്മൾ ചത്ത വിശ്വാസികളല്ല, ചത്ത സഭയുടെ അംഗങ്ങളല്ല. ഇന്ന് തൊട്ട് നമ്മുടെ സഭയ്ക്കകത്തുനിന്ന് ആൾക്കാർ പുറത്തോട്ട് വരാൻ തുടങ്ങട്ടെ. അതിനുള്ളൊരു വലിയ വാഞ്ചയും ആഗ്രഹവും നമ്മുടെ അകത്തുണ്ടാകട്ടെ. നമ്മളെ കൊണ്ട് ദൈവത്തിന് ചെയ്യിക്കാൻ പറ്റും. നിങ്ങൾ വായിച്ചു നോക്കി, ഉൽപ്പത്തി പുസ്തകം 1:28 മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ വർദ്ധിച്ചു പെരുകുവീൻ, മൾട്ടിപ്ലൈ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സിസ്റ്റം അതിന്റെ അകത്ത് വെച്ചു. അത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ എല്ലാറ്റിന്റെയും പ്രത്യേകതയാണ്. മരത്തെ നോക്കിയേ, വൃക്ഷങ്ങളെ നോക്കിയേ, കായ്കനികളെ നോക്കിയേ, ദൈവം സൃഷ്ടിച്ചിട്ടുള്ള സകലത്തിനെയും ദൈവം ഡെഡ് ആയിട്ടല്ല സൃഷ്ടിച്ചത്. ദൈവം അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റിയോടുകൂടെ സൃഷ്ടിച്ചത്. ഇത് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി 6:1 ശിഷ്യന്മാരോട് കുറിച്ച് കണക്ട് ചെയ്ത് കർത്താവ് പറയുന്നത്. നിങ്ങൾ മൾട്ടിപ്ലൈ, ഗോ ആൻഡ് മൾട്ടിപ്ലൈ. ആദിമസഭയിൽ 6:1 വായിച്ചു നോക്കി. അവിടെ എഴുതിയിരിക്കുന്നത് ആ നൂറ്റാണ്ടിൽ, ആ നാളുകളിൽ സഭയിൽ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി വന്നെന്ന്. എന്ന് പറഞ്ഞാൽ ആത്മികമായി എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ദൈവം തന്നിട്ടുണ്ട്. മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുക. എന്നിട്ടൊന്ന് പറയാമോ? ഞാൻ വർദ്ധിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ 1 2 ആകണം, 2 4 ആകണം, 4 8 ആകണം, 8 16 ആകണം, 16 32 ആകണം. നിങ്ങൾ റേസ് ചെയ്യുന്ന ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിക്കണം. അതിനാണ് മൾട്ടിപ്ലൈ എന്ന് പറയുന്നത്. ആത്മികമായിട്ട് ചത്തിരിക്കാനല്ല, നിങ്ങളെ കർത്താവ് വിളിച്ചത്, എന്നെ കർത്താവ് വിളിച്ചത് മൾട്ടിപ്ലൈ. നമ്മുടെ അകത്ത് കിട്ടിയ വെളിച്ചത്തെ മറ്റുള്ളവന്റെ അകത്തേക്ക് കൊടുക്കാൻ, അവരെ മൾട്ടിപ്ലൈ ചെയ്ത് അവരോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞ് അവരെ കർത്താവിൽ ഉറപ്പിച്ച് അവരെ ഒരു നല്ല ശിഷ്യനാക്കി മാറ്റി അനേകരെ നേടുന്ന ലെവലിലേക്ക് അവരെ വളർത്താനാണ് എന്നെ നിങ്ങളെ കർത്താവ് വിളിച്ചത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്റെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന്? വിശ്വസിക്കുന്നുണ്ടോ? അതോ ഞാൻ ഇച്ചിരി കട്ടിയായിട്ടുള്ള കാര്യം പറഞ്ഞപ്പോ നിങ്ങളുടെ ആ അന്തരീക്ഷം എല്ലാം പോയോ? എപ്പോഴും നമ്മളിങ്ങനെ പാമ്പർ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ട പോരല്ലോ, റിയാലിറ്റി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ. എനിക്കകത്ത്, എന്റെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ഒന്ന് പറയാമോ? ആ ചങ്കത്തോട്ടൊന്ന് കൈവച്ചിട്ട് പറഞ്ഞേ, ഞാൻ ഇന്നോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങുക, ഞാൻ ഇന്നോട്ട് വർദ്ധിക്കാൻ തുടങ്ങുക. യെസ്, നിങ്ങൾ 1 അല്ല, ഇനി നാളെ നിങ്ങൾ 2 ആവണം. എന്തുവാ? സ്പിരിച്വലി മൾട്ടിപ്ലൈ ചെയ്യണം, സ്പിരിച്വലി മൾട്ടിപ്ലൈ ചെയ്യണം. ഇന്ന് രാത്രി ഞാൻ അങ്ങനെ ഒരു അഭിഷേകത്തെ നിങ്ങളുടെ മേൽ റിലീസ് ചെയ്യാം. ശംബൽക്കരാധന. ഇന്ന് തൊട്ട് നിങ്ങളുടെ മേൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു ആത്മതലത്തെ ഇന്ന് രാത്രി ദൈവാത്മാവ് റിലീസ് ചെയ്യാം. അതൊന്ന് ആത്മാവിൽ നിന്ന് സ്വീകരിച്ചേ. ദൈവം നിങ്ങളെ മൾട്ടിപ്ലൈ ചെയ്യട്ടെ. ഇനി എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നറിയാം. ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി ആ ഒരു തലം മനസ്സിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി മൾട്ടിപ്ലൈ ആകാൻ തുടങ്ങും. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എടുത്ത് നോക്കി. അവിടെ കാണുന്ന എല്ലാ പ്രവൃത്തികളും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിൽ നിന്ന് മാറ്റി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആക്കണമെന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. കാരണം അവിടെ നടന്നുകൂടി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ മേലെ അധികാരവും ശക്തിയും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയും വചനത്തിന്റെ ശക്തിയും കൂടെ വെളിപ്പെട്ട് കഴിയുമ്പോൾ അത് പ്രാർത്ഥനയിലേ സംഭവിക്കുള്ളൂ. അങ്ങനെ സംഭവിക്കുന്ന എന്തൊക്കെയാണെന്നറിയാമോ? സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി എടുത്തു നോക്കൂ. സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ ആത്മാവിൽ ഇത് സ്വീകരിച്ചു. ദൈവവചനത്തിൽ ഇല്ലാത്ത ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എന്റെ ആശയങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വചനത്തിലുള്ള കാര്യമാണ് ഈ 3 ദിവസം നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി എടുത്ത് നോക്കൂ, തെളിവ് പറഞ്ഞു തരാം. 5-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലന്മാരെ അവര് സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ള കാരണത്താൽ കാരാഗൃഹത്തിനകത്തിട്ട് പൂട്ടി. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഈ പൂട്ടിയ പുള്ളികൾ നോക്കിയപ്പോ ഈ അകത്ത് കിടന്ന പുള്ളികൾ ഇതേ പുറത്തു നിന്ന്, പട്ടണത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു.
പൂട്ടിയ അവര് ഓടി വന്ന് കാരാഗ്രഹത്തിൽ നോക്കിയപ്പോ കാവലിൽ നിർത്തിയ പുള്ളി ദേ പച്ചത്തൂണ് പോലെ അവിടെ നിപ്പുണ്ട്, പൂട്ടിയ പൂട്ടും അതുപോലെയുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ദൂതൻ ഇവരെ പുറത്തു കൊണ്ടുവന്നു. അതിന്റെ പേരാ സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ എന്തോ അതിനൊരു വേർഡ്, സൂപ്പർ നാച്ചുറൽ. അസാധാരണമായ, സാധാരണമൊന്നല്ല, സാധാരണ നടക്കാത്ത ഒരു കാര്യം, സൂപ്പർ നാച്ചുറൽ, അമാനുഷികം. യെസ്, അമാനുഷികമായ കാര്യം. ദൈവമക്കളെ, നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് അമാനുഷികമാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കാമോ? ഇന്നലെ രാത്രി നമ്മൾ കണ്ട വാക്യം എഫേസ്യ ലേഖനം 1:19 വായിച്ചത് എന്താണ്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. നിങ്ങൾ വിശ്വസിച്ചാൽ ഈ ദൈവശക്തി ഇതുപോലുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ പോവാ. അപ്പൊ അതിന്റെ വേറൊരു വശം, വിശ്വസിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ലെന്നും കൂടെ ഉണ്ട്. വിശ്വസിച്ചാൽ യേശു മാർത്തയോട് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, നീ വിശ്വസിച്ചാൽ, എന്നോട് ചേർന്ന വാക്യം എന്ന് പറഞ്ഞേ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതം സംഭവിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. യേശുവിന്റെ അടുക്കൽ സൗഖ്യത്തിന് വേണ്ടി വന്ന എല്ലാവരോടും യേശു കോമൺ ആയി പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്. കോമൺ ആയി പറഞ്ഞ ഒരൊറ്റ വേർഡ് ഉണ്ട്, ഡു യു ബിലീവ് ദാറ്റ് ഐ ക്യാൻ ഡു ഇറ്റ് ഫോർ യു? ഇത് ചെയ്തു തരാൻ എനിക്ക് കഴിയുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? ഇത് നിങ്ങളിലൂടെ നടക്കുമെന്ന് വിശ്വാസമുണ്ടോ? ആദരങ്ങളൊക്കെ ഒന്ന് തുറന്ന് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തേ, നിങ്ങളെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്തേ. യെസ്, സ്പിരിച്വലി നിങ്ങളൊന്ന് പ്രിപ്പയർ ആയി. ഇന്ന് രാത്രി ആത്മതലത്തിൽ സ്പിരിച്വലി ദൈവാത്മാവ് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്ന രാത്രിയാകട്ടോ. ദൈവാത്മാവ് സ്പിരിച്വലി നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്ന രാത്രിയായി ഇന്ന്. യെസ്, സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ആയിക്കൂ. 1 അല്ല 9 അല്ല, അപ്പോസ്തല പ്രവൃത്തിയിൽ മുഴുവനും അസാധാരണ പ്രവൃത്തികളാ, അമാനുഷിക പ്രവൃത്തികളാ. അടുത്തത് എക്സ്ട്രാ ഓർഡിനറി. പിന്നെ വേറൊരു വേർഡും കൂടെ പറയാം, അൺയൂഷ്വൽ എന്ന് പറഞ്ഞാൽ യൂഷ്വൽ ആയിട്ട് നടക്കാത്ത കാര്യങ്ങൾ, സാധാരണ നടക്കാത്ത കാര്യങ്ങൾ. ഇതൊക്കെ എന്റെ ലൈഫിലൂടെ, നിങ്ങളുടെ ലൈഫിലൂടെ നടക്കുമെന്ന് വിശ്വസിക്കാമോ? യെസ്. അപ്പോസ്തല പ്രവൃത്തിയിൽ 4-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, അവർ ഒരുമനപ്പെട്ട് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങി. അതിന്റെ പേരാണ് അൺയൂഷ്വൽ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി, യൂഷ്വൽ ആയിട്ട് നടക്കാത്ത കാര്യം. ഒരു ബിൽഡിംഗിൽ നിന്ന് ആടിയാൽ യൂഷ്വലി സംഭവിക്കുന്നത് എന്തുവാ? ബിൽഡിംഗ് തകർന്ന് താഴെ വീഴും. ഇവിടെ പരിശുദ്ധാത്മാവ് ഒരു ബിൽഡിങ്ങിനെ കുലുക്കിയാലോ? പരിശുദ്ധാത്മാവിനെ കുലുക്കിയിട്ട് അതിനെ തകർക്കാനും അറിയാം, തകർക്കാതെ കുലുക്കാനും അറിയാം, അല്ലെ? പൗലോസും ശീലാസും പ്രാർത്ഥിച്ചുകൊണ്ട് കാരാഗ്രഹത്തിൽ ഇരുന്നപ്പോൾ അവിടെ കുലുങ്ങിയപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനമൊക്കെ കുലുങ്ങി ഇളകി, എല്ലാം കൂടെ പേടിച്ച് ഇപ്പൊ താഴെ വീഴുന്ന പറഞ്ഞ് പുറത്തിറങ്ങി. ദൈവമക്കൾ, ഇതിന്റെ പേരാണ് അൺയൂഷ്വൽ, എക്സ്ട്രാ ഓർഡിനറി. ഓ ജീസസ്, ഇന്ന് രാത്രി തൊട്ട് നിങ്ങളൊന്ന് വിശ്വസിക്കാമോ? ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവാ, അല്ലെ എന്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന വിശ്വസിക്കാമോ? അപ്പോസ്തല പ്രവൃത്തിയിൽ എല്ലാ പ്രവർത്തനങ്ങളും എടുത്തു നോക്കി. എവിടെയാ അൺയൂഷ്വൽ ആയിട്ടുള്ള, നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നത്? മൊത്തം അൺയൂഷ്വൽ അല്ലേ? 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാമല്ലോ, ഒരു മനുഷ്യൻ ഫിലിപ്പോസ്, എന്തോ ഒരു പട്ടണം മുഴുവൻ വന്നെന്നാ കാണുന്നത്. അവിടെ 8-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചു നോക്കി. ഫിലിപ്പോസ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യം, ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യം, ഒരു പട്ടണം മുഴുവൻ വന്നെന്ന്, പട്ടണം മുഴുവൻ പ്രസംഗം കേൾക്കാൻ വന്നെന്ന്. എന്റെ ദൈവമക്കൾ, എന്തോ ഇത്! അതുപോലെ 12-ാമത്തെ അധ്യായത്തിൽ പത്രോസിനെ കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ. പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്ന് 4 ചേവകരുള്ള 4 കൂട്ടത്തിന് നടുവിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങുക. അവിടെ ഉറങ്ങിയപ്പോ ദൂതൻ എന്ത് ചെയ്തു? വന്ന് വിലാപ്പുറത്ത് തട്ടിയെന്ന്. വിലാപ്പുറത്ത് തട്ടി തന്നെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നു. ഒരു ശിഷ്യന്റെ ലൈഫിൽ ഇതൊക്കെ നടക്കണം. ചുമ്മാ എല്ലാ ഞായറാഴ്ചയും പോയി കേട്ടിരുന്ന് പ്രസംഗം കേട്ടിച്ച് വീട്ടിൽ പോരരുത്. ഇന്ന് തൊട്ട് വചനത്തിനകത്ത് ആക്ട് ചെയ്യാൻ തുടങ്ങണം, അല്ലെ? നമ്മൾ ഞായറാഴ്ച ചർച്ചിലൊക്കെ പോയിട്ട് കുറെയൊക്കെ പാസ്റ്ററോട് പറയും, പാസ്റ്ററെ പറയുന്നില്ല ശരിയാന്ന് പറഞ്ഞ് നമ്മൾ ഉറങ്ങി തൂക്കി കുത്തിയേച്ച് വീട്ടിൽ പോരും. പാസ്റ്ററിനും പ്രയോജനമില്ല, നമുക്കും പ്രയോജനമില്ല. ഇന്ന് തൊട്ട് ഈ ലൈഫ് നമുക്ക് മാറിയേ പറ്റൂ. ഈ വചനമൊക്കെ കേൾക്കുന്ന നമ്മുടെ അകത്ത് കത്തണം. ഇതൊക്കെ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തണം. ഓ ജീസസ്, കർത്താവ് അന്ത്യകൽപ്പനയിൽ പറഞ്ഞൊരു കാര്യം, അന്ത്യകൽപ്പനയിൽ പറഞ്ഞത്, ഐ ആം അസൈനിങ് യു ഫോർ ദ നേഷൻസ്, ഞാൻ നിങ്ങളെ രാജ്യങ്ങൾക്ക് വേണ്ടി നിയമിക്കുക. അപ്പോസ്തല പ്രവൃത്തി 13:47 അവിടെ നമുക്ക് ഇങ്ങനെ കാണാം. പൗലോസിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ രക്ഷ ലോകത്തിന്റെ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. എന്റെ രക്ഷ എവിടെ എത്തണം? ലോകത്തിന്റെ അറ്റത്തോളം എത്തേണ്ടതിന്. ദൈവമക്കളെ, ഇന്ന് രാത്രി ദൈവം നമുക്ക് തന്നിരിക്കുന്ന വെളിയുടെ വ്യാപ്തി, നമുക്ക് തന്നിരിക്കുന്ന വർക്കിംഗ് ഏരിയ ഓൾ അറൗണ്ട് ദ ഗ്ലോബ്, എല്ലാ ലോകത്തിന്റെ അറ്റത്തും പോയി കർത്താവിനെ കുറിച്ച് പറയാനുള്ള വലിയ റെസ്പോൺസിബിലിറ്റി കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു. ഓക്കെ, ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞതല്ല, കർത്താവ് പറഞ്ഞ കാര്യമാണ്.
നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി. ഇതാരോടാ പറഞ്ഞത്? ശിഷ്യന്മാരോടാ പറഞ്ഞത്. അങ്ങനാണെങ്കിൽ ഞാൻ ശിഷ്യനാണ്, അങ്ങനാണെങ്കിൽ ഇത് എന്നോടാ പറഞ്ഞത്. അതൊന്ന് സ്വീകരിക്കാമോ? ഇത് എന്നോടുള്ള വാക്യമാണ്. ഡോണ്ട് വറി, ഭാഷ അറിയത്തില്ലേ? കർത്താവ് നടത്തുന്നേ. നമ്മുടെ ആശാരി ഉപദേശിയൊക്കെ അമേരിക്കയിൽ പോയി പ്രസംഗിച്ച ചരിത്രം നിങ്ങൾക്ക് അറിയത്തില്ലേ? മലയാളം അല്ലാതെ ഒന്നും അറിയാൻ മേലാത്ത മനുഷ്യൻ. ജീസസ്. വേണ്ടത് അധികാരമാ, വേണ്ടത് ശക്തിയാ, വേണ്ടത് ദൈവകൃപയാ, വേണ്ടത് അഭിഷേകമാ. ഓക്കെ, നിങ്ങളെ രാജ്യങ്ങൾക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടെന്ന് ബോധ്യമുള്ളവർ മാത്രം. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ ഉള്ളതാണെന്ന് വ്യക്തമായി ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ടൊരു കാര്യം ചെയ്യണം. ഏതെങ്കിലും രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങണം. ഏതെങ്കിലും രാജ്യമായിക്കട്ടെ, ഏതെങ്കിലും രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങണം. ആ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ സ്റ്റഡി ചെയ്യണം. അവിടുത്തെ ഭക്ഷണ രീതി എന്താണ്, അവരുടെ കൾച്ചർ എന്താണ്, അവിടുത്തെ ക്രിസ്ത്യാനിറ്റിയുടെ പെർസെന്റേജ് എന്താണ്. ഇന്ന് തൊട്ട് ആ രാജ്യത്തെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ തുടങ്ങണം. ഇന്ന് തൊട്ട് ആ രാജ്യത്തെക്കുറിച്ച് ദൈവത്തോട് ചോദിക്കണം. വചനം പറയുന്നു, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി തൊട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഒരു അസൈൻമെന്റ് കൂടെ നിങ്ങൾക്ക് തരിക. എന്നിട്ട് ബി റെഡി ടു ഗോ ദെയർ. ദൈവം നിങ്ങളെ എവിടെ അയക്കും? നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രയർ ഹൈഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച്? ജോർജ് ഹൈഡ് എന്ന് പറയുന്ന പഞ്ചാബിൽ വന്ന് കർത്താവിന്റെ വേല ചെയ്തൊരു മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പഞ്ചാബിൽ ഇന്ന് ഉണർവുണ്ടെന്ന് നമുക്കറിയാം. പഞ്ചാബിൽ സഭകൾ വളരുന്നുണ്ടെന്നറിയാം. ഇതിന്റെ പിന്നിലെ റീസൺ അറിയാമോ? അമേരിക്ക എന്നൊരു മനുഷ്യൻ പഞ്ചാബിൽ വന്നു. ആ മനുഷ്യന്റെ പേരാണ് ജോർജ് ഹൈഡ്. ആ ദൈവദാസൻ പഞ്ചാബിൽ വന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ കൈ ഉയർത്തി വെച്ച് പ്രാർത്ഥിക്കും. ഒറ്റ പ്രാർത്ഥന വിഷയമുള്ളൂ, കർത്താവെ പഞ്ചാബിനെ രക്ഷിക്കണമേ. കൂടെ ഒരു പ്രാർത്ഥന കൂടെ അദ്ദേഹം പ്രാർത്ഥിച്ചു, കർത്താവെ പാകിസ്ഥാനെ അദ്ദേഹം പാകിസ്ഥാന്റെ ബോർഡറിലാണ് വന്നത്. പാകിസ്ഥാന്റെയും പഞ്ചാബിന്റെയും ബോർഡർ, ഇന്ത്യയുടെ ബോർഡർ, അവിടെയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം എല്ലാ ദിവസവും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് നിങ്ങൾ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആ മനുഷ്യന്റെ ചരിത്രം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കൈ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ ഈ കൈ വരണ്ടു പോയെന്ന്, കൈ ബലഹീനമായി പോയെന്ന്. ഒറ്റ പ്രാർത്ഥനയായിരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചത്, ദൈവമേ പഞ്ചാബിനെ രക്ഷിക്കണം. അവസാനം ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ തീഷ്ണതയും ആ തീവ്രതയും കണ്ടിട്ട് ആൾക്കാരെല്ലാം കൊണ്ട് അദ്ദേഹത്തിന് പേരിട്ടു. അദ്ദേഹത്തിന്റെ പേരാണ് പ്രയർ ഹൈഡ്. പ്രയർ ഹൈഡ് എന്ന് അദ്ദേഹത്തിന് പിന്നീട് പേരിട്ടു. ആ മനുഷ്യൻ രോഗിയായി. പിന്നീട് അദ്ദേഹത്തെ അമേരിക്ക കൊണ്ടുപോയി. അമേരിക്കയിൽ വെച്ച് ആ മനുഷ്യൻ മരിക്കുന്നത് ഹാർട്ടിന് ഒരു വലിയ ഭാരം ഉണ്ടായിട്ടാണ് മരിക്കുന്നത്. അദ്ദേഹത്തെ ഓപ്പറേറ്റ് ചെയ്ത ക്രിസ്തീയ ഡോക്ടർമാർ പറയുന്നത് പഞ്ചാബിനെ കുറിച്ചുള്ള ആത്മഭാരം തന്റെ ഹൃദയത്തിൽ കയറിയിട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയപ്പം ഹൃദയം താഴോട്ട് ഇരുന്നു പോയെന്ന്. തന്റെ ഹൃദയം താഴോട്ട് ഇരുന്നു പോയി. ആത്മാക്കളെ കുറിച്ചുള്ള, പഞ്ചാബിനെ കുറിച്ചുള്ള ഭാരം കയറിയിട്ട് ലിറ്ററലി ആ വെയിറ്റ് തന്റെ ഹാർട്ടിനകത്ത് ഫീൽ ചെയ്തിട്ട് ആ ഹാർട്ട് താഴോട്ട് ഇരുന്നു പോയെന്ന് ഡോക്ടർമാര് സാക്ഷ്യപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ദൈവമക്കൾ, ഇതൊക്കെ വെച്ച് നോക്കിയാൽ നമ്മൾ എന്തുവാ? ആത്മഭാരത്തോടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇന്ന് തൊട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് മുഖാന്തരം ആ രാജ്യത്ത് ഉണർവ് വരട്ടെ. ജീസസ്. ഉണർവിനെ കുറിച്ചും കൂടെ ഒരു കാര്യം പറയാൻ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ ഫിജി ഐലൻഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഫിജി ഐലൻഡ്, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങനെ പോയാൽ ഒത്തിരി സമയം പോകും. ഫിജി ഐലൻഡ്, ആ പട്ടണത്തിൽ ഉണർവ് വന്നപ്പോൾ ഒരു കാലം അവിടെ ക്രിമിനൽ ഭയങ്കരമായിരുന്നു. സഭകളിൽ ആളില്ല, ഈവൻ അവരുടെ തോടുകളിൽ മീനില്ല, തോട്ടിനകത്ത് പുല്ലുകൾ കത്തില്ല. അത്രയ്ക്ക് ശപിക്കപ്പെട്ട ഒരു രാജ്യം. അതിന്റെ ഡോക്യുമെന്ററി കിട്ടും, നിങ്ങൾ കാണാൻ വേണ്ടി യൂട്യൂബിലുണ്ട്. ഫിജി ഐലൻഡിനെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇഷ്ടംപോലെ വീഡിയോസ് കിടപ്പുണ്ട്, ഡോക്യുമെന്ററി. എന്താ കാര്യം എന്നറിയാമോ? ഒരിക്കലും ദൈവദാസൻ സുവിശേഷം പറയാൻ പോയ ദൈവദാസനെ അവർ കൊന്നതാ. സുവിശേഷം പറയാൻ പോയ ദൈവദാസനെ കൊന്നു കളഞ്ഞു. അവർ പറയുന്ന, ആ ദേശത്തുണ്ടായിരുന്ന ആൾക്കാർ പറയുന്നത്, ആ തോട്ടിൽ മീൻ ഉണ്ടാകുന്നത് വരെ നിന്നുപോയി. മീനില്ലാത്ത, ഒരു ചെറിയ പ്രാണി പോലും ഇല്ലാത്ത വെള്ളം. ചിന്തിക്കാൻ പറ്റുമോ? അത് ഐലൻഡാ. ഐലൻഡിലേക്ക് മീനുകളൊന്നും അടുത്തു വരത്തില്ലായിരുന്നെന്ന്. മീനുകൾ വലയിട്ട മീൻ കിട്ടത്തില്ല. സമുദ്രത്തിന്റെ നടുക്കുള്ള ഐലൻഡിന്റെ സൈഡിൽ നിന്നുകൊണ്ട് വലയിട്ട മീൻ കിട്ടത്തില്ലെന്ന്. അങ്ങനെ ശപിക്കപ്പെട്ടു പോയ ദേശം. ഒരിക്കൽ അവരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ഈ
തോമസ് ബേക്കർ എന്ന് പറഞ്ഞൊരു ദൈവദാസനെ അവിടെ കൊന്നത്. ആ ദൈവദാസന്റെ മക്കളെയും മരുമക്കളെയും അവരുടെ കുടുംബക്കാരെയും ഒക്കെ ഇവിടെയുള്ള മിനിസ്റ്റർ ഉൾപ്പെടെ വിളിച്ചു വരുത്തി, ഒഫീഷ്യലി വിളിച്ചു വരുത്തി. എന്നിട്ട് അവരുടെ മുമ്പിൽ കൈകൂപ്പി അവരോട് ക്ഷമ പറഞ്ഞു. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ നിങ്ങളുടെ പിതാവിനെ ഞങ്ങളുടെ നാട്ടിൽ വെച്ച് കൊന്നുകളഞ്ഞു, സുവിശേഷം പ്രസംഗിക്കേണ്ടി വന്നതാ, കൊന്നുകളഞ്ഞു, അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പബ്ലിക്കലി മിനിസ്റ്റർ ഉൾപ്പെടെ ക്ഷമ പറഞ്ഞു. ദൈവത്തെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അവരൊരുമിച്ച് കരഞ്ഞ ദേശത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് എന്താ സംഭവിച്ചെന്നറിയാമോ? അവരന്ന് പകല് 10,000 പേര് കൂടി നടത്തിയ ഒരു മീറ്റിങ്ങിനകത്ത് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട് അന്തരീക്ഷം, അതുവരെ മേഘം മൂടിക്കിടന്ന അന്തരീക്ഷം ക്ലീൻ ആയിട്ട് അവർ കണ്ടു. ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ ആകാശം മണ്ഡലം ക്ലീൻ ആയിട്ട് അവർ കണ്ടു അന്ന് രാത്രി. പിറ്റേ ദിവസം രാവിലെ ചെന്ന വെള്ളം അതിലെ ഒഴുകുന്ന നദിക്കകത്ത് നോക്കിയപ്പോൾ അതിനകത്ത് പ്രാണികൾ ചലിക്കുന്നത്, പിടയ്ക്കുന്നത് കാണാനായിട്ടിടയായി. അതിനകത്ത് മീനുകൾ അടുത്ത ദിവസം കാണാൻ തുടങ്ങി. അതിനുശേഷം വല വീശിയപ്പോൾ അവിടുത്തെ പ്രായമുള്ള ആൾക്കാർ പറയുന്നത്, കഴിഞ്ഞ 50 വർഷമായിട്ട് ഞങ്ങൾ ഇതുപോലുള്ള മീനിനെ ഈ തീരത്ത് കണ്ടിട്ടില്ലെന്ന്. അതുപോലുള്ള മീനെ അവർക്ക് കിട്ടാൻ തുടങ്ങി. ഉണർവ് വന്ന മനുഷ്യന്റെ അകത്ത് മാത്രമല്ല ഉണർവുണ്ടാകുന്നത്, ഉണർവ് വന്ന മണ്ണ് വരെ സൗഖ്യമാകും. അതിനുശേഷം അവർ പച്ചക്കറി കൃഷി ചെയ്തപ്പോ കൃഷിക്കകത്ത് വരെ സമൃദ്ധി ഉണ്ടാകാൻ തുടങ്ങി. വെണ്ടയ്ക്കായും കിഴങ്ങും ഒക്കെ ഭയങ്കര വലിപ്പത്തിൽ ഉണ്ടാകാൻ തുടങ്ങി. ചരിത്രമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ, യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇഷ്ടംപോലെ ഡോക്യുമെന്ററികൾ, വീഡിയോ ഉൾപ്പെടെ കിടപ്പുണ്ട്. ദൈവമക്കളെ, ഇങ്ങനെയൊക്കെ ഒരു ഉണർവ് നമ്മുടെ ഭാരതത്തിൽ വരട്ടെ, നമ്മുടെ വീട്ടിനകത്ത് വരട്ടെ. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വലിയ സംഭവം, അങ്ങനെ ഒരു വലിയ ഉണർവ് എന്നിലൂടെയും നിങ്ങളിലൂടെയും ഈ ലോകത്തിൽ ഉണ്ടാകട്ടെ. അതിനെന്താ വേണ്ടിയെന്നറിയാമോ? ഹൃദയം തുറന്ന് കർത്താവിനെ സ്നേഹിക്കണം. ഹൃദയം തുറന്ന് അയൽവാക്കുകാരനെ സ്നേഹിക്കണം. അങ്ങനെ നമുക്ക് അവരെ നേടാൻ പറ്റും. ദൈവമക്കളെ, നമ്മളെ ഇവിടെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതിന്റെ പദവി ഭയങ്കരമാണ്. ദൈവം നമ്മളെ ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നതിന്റെ പദവി ഭയങ്കരമാണ്. നിങ്ങൾ ഈ വാക്യം ഒന്ന് വായിച്ചേ. എനിക്ക് ആദ്യത്തെ ദിവസം നമ്മൾ ആ വാക്യം ഒന്ന് പറഞ്ഞായിരുന്നു. 1 യോഹന്നാൻ 4:17 കർത്താവ് പറയുന്നു, അവൻ ഇരുന്നത് പോലെ നിങ്ങളെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുക. നമ്മുടെ പദവി കണ്ടോ? ഒരു ശിഷ്യന്റെ പദവിയായത്. വിശ്വാസിയുടെ കാര്യമല്ല ഈ പറയുന്നത്. അവൻ ഇരുന്നത് പോലെ നമ്മൾ ഈ ലോകത്തിലിരിക്കുക. ഒന്നാമത്തെ കാര്യം. 2, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 15:19 വായിച്ചേ. അവിടെ പറയുന്നു, നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്നെ എന്റെ വായ് പോലെയാക്കുമെന്ന്. നമ്മൾ കർത്താവിന്റെ നാവ, കർത്താവിന്റെ വായ. അപ്പൊ പിന്നെ അത്ഭുതങ്ങൾ നടന്നല്ലേ പറ്റൂ. ഇത് നിങ്ങളെ കുറിച്ചാ പറയുന്നെന്നുള്ള വിശ്വാസം ഉണ്ടോ? ഇത് നിങ്ങളെ കുറിച്ചാ പറയുന്നെന്നുള്ള ബോധ്യമുണ്ടോ? പ്രൈസ് ഗാഡ്. 2 കൊരിന്ത്യർ 3:18 കാണാം. ഒന്നും വിശദീകരിക്കുന്നില്ല, പറഞ്ഞങ്ങ് പോവാ, സമയമില്ല. 2 കൊരിന്ത്യർ 3:18 നമുക്ക് കാണാം, നിങ്ങൾ ദൈവത്തിന്റെ തേജസ്സിനെ ധരിച്ചിട്ട് നിങ്ങൾ അവന്റെ ഇമേജായി മാറുന്ന, അഥവാ യേശുവിന്റെ ഇമേജായി മാറുന്ന. എന്ന് പറഞ്ഞാൽ നമ്മൾ യേശുവിന്റെ കോപ്പിയാണെന്ന് അർത്ഥം. നമ്മൾ ആദ്യത്തെ ദിവസം കുറെ വാക്യങ്ങൾ വായിച്ചു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പിതാവേ, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ ഇവരെ അയക്കുന്നു. ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുന്നതിന്റെ ആ ഒരു വില, അതിന്റെ ഒരു മഹത്വം രാത്രി തിരിച്ചറിയാൻ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. യെശയ്യാപ്രവചനം 61:6 വന്നേ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളൊക്കെ യഹോവയുടെ പുരോഹിതന്മാരെന്ന് വിളിക്കപ്പെടും, നിങ്ങൾ അത്യുന്നതന്റെ ശുശ്രൂഷകന്മാരെന്ന് വിളിക്കപ്പെടും. നിങ്ങൾ യഹോവയ്ക്ക് പുരോഹിതന്മാരാ. ജീസസ്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു വാക്യമുണ്ട്. പുറപ്പാട് പുസ്തകം 7:1. അത് നമ്മൾ ആദ്യത്തെ ദിവസം വായിച്ചതാ. പുറപ്പാട് പുസ്തകം 7:1. ഞാൻ ഫറവോനോട് മോശയോട് കർത്താവ് പറയുകയാണ്, മോശെ, നിന്നെ ഞാൻ ഫറവോന് ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ആ സ്പിരിച്വൽ പൊസിഷൻ മനസ്സിലാവുന്നുണ്ടോ? സ്പിരിച്വൽ അതോറിറ്റി, സ്പിരിച്വൽ പവർ ഭയങ്കരമാണ്. ഫറവോന്റെ മുമ്പിൽ മോശ ചെന്ന് നിൽക്കുമ്പോ, ഒരിക്കലും ഈ ഫറവോന്റെ മുമ്പിൽ നിന്ന് ഓടിയതാ മോശ. പക്ഷെ ദൈവത്തിന്റെ അധികാരം അകത്ത് വ്യാപരിക്കാൻ തുടങ്ങിയപ്പോ മോശ ചെന്ന് ഫറവോന്റെ മുമ്പിൽ നിൽക്കുമ്പോ ദൈവം പറയുക, നിന്നെ അവൻ കാണുന്നത് ദൈവത്തെ പോലാണ്. പ്രൈസ് ഗാഡ്. സങ്കീർത്തനം 82:6 കൂടെ വായിച്ചു നോക്കൂ. അവിടെ ദൈവം പറഞ്ഞു, നിങ്ങളൊക്കെ ദേവന്മാരെന്നും നാമൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാരെന്നും ഞാൻ പറഞ്ഞു. നമ്മുടെയൊക്കെ ലെവൽ ഭയങ്കരമാണ് ദൈവമക്കളെ. ഇത് തിരിച്ചറിയാനാണ് നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കേണ്ടത്. ഇത് തിരിച്ചറിയാനുള്ള അറിവാണ് നമുക്ക് വേണ്ടിയത്. ഇത് 2 കൊരിന്ത്യർ 5:20 നമുക്ക് കാണാം, ഞാൻ ക്രിസ്തുവിന് പകരം നിന്നുകൊണ്ട് ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന കർത്താവിന്റെ അംബാസിഡർ ആണ് നമ്മളെന്നാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ദൈവമക്കളെ, നമ്മളൊന്നും കുറഞ്ഞ പാർട്ടികളല്ല കേട്ടോ. ഇനി ഞാൻ ആരും അല്ലെന്നും എന്നെ ആർക്കും വേണ്ടെന്നും
ഞാൻ എന്തിനായി ജീവിക്കുന്നത്? ഇങ്ങനൊന്നും ചിന്തിക്കല്ലേ. ഐ ആം ദ അംബാസിഡർ ഓഫ് ക്രൈസ്റ്റ്, അംബാസിഡർ ഓഫ് ക്രൈസ്റ്റ്. ഒന്നാം ആരോട് കൈ ചേർത്ത് വെച്ചെന്ന് പറഞ്ഞേ, ഞാൻ ജാതികളുടെ മുൻപിൽ കർത്താവിന്റെ അംബാസിഡറാണ്. അംബാസിഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നവനാ. ദൈവത്തിന്റെ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ ഞാൻ വിളിക്കപ്പെട്ടവനാണെന്ന് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഓ ജീസസ്. നമ്മുടെ അകത്ത് ഈ ക്രിസ്തു നമ്മുടെ അകത്ത് വളരുമ്പോൾ ഞാൻ ക്രിസ്തുവിൽ ആരാണെന്ന് തിരിച്ചറിയുന്നതിനെയാണ് ആത്മീക വളർച്ച എന്ന് പറയുന്നത്, സ്പിരിച്വൽ ഗ്രോത്ത്. എല്ലാ ആഴ്ചയിലും പള്ളി പോകുന്നതിനല്ല സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഞാൻ ക്രിസ്തുവിൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനകത്ത് ജീവിക്കുന്നതിനാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട് അങ്ങനെ ഒന്ന് ജീവിക്കാൻ, അങ്ങനെ ഒരു ആത്മതലത്തിൽ ജീവിക്കാൻ സന്തോഷമുണ്ടോ? ഓ ഹല്ലേലൂയ. അതിന് വേണ്ടിയ ചില കാര്യങ്ങൾ വേഗത്തിൽ ഒന്ന് പറഞ്ഞിട്ട് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. വേണ്ടിയത് ഡിവൈൻ ക്യാരക്ടറാണ്. ഡിവൈൻ ക്യാരക്ടർ. അതിനകത്ത് എന്തൊക്കെ വേണമെന്ന് ഞാൻ വേഗത്തിൽ ഓടിച്ചൊന്ന് പറയാം, വിശദീകരിക്കുന്നില്ല സമയമില്ലാത്തതുകൊണ്ട്. കർത്താവിന്റെ സ്വഭാവമായിട്ടൊരു കമ്പാരിസൺ ചെയ്ത് നോക്കിയാൽ കർത്താവിന്റെ അകത്തുണ്ടായിരുന്ന അതേ ക്വാളിറ്റികൾ, സ്വഭാവത്തിന്റെ ഗുണങ്ങൾ നമ്മുടെ അകത്തും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മൾക്കൊരു ഇഫക്റ്റീവ് ശിഷ്യനായിട്ട് മാറാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയത് ലവ് ആൻഡ് കമ്പാഷൻ. ആദ്യത്തത് ഈ ഒരു സംഭവം നമുക്ക് യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യം. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതെല്ലാ കാലത്തും പോയിട്ടും വായിക്കുകയും ചെയ്യും. നിന്നെ പോലെ തന്നെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കണം. പക്ഷെ ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾ ആരാധന കഴിഞ്ഞ് 10 മിനിറ്റ് പോലും അവിടെ നിൽക്കത്തില്ല. എല്ലാവർക്കും ഒന്ന് കൈ കൊടുക്കാൻ പോലും നമുക്ക് മനസ്സില്ല. നമ്മൾ എപ്പോൾ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതി. കാരണം വീട്ടിലെ ഇറച്ചി മേടിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചായിരിക്കും വരുന്നത്. ഇത് എന്നിട്ട് വേണം കറി വെച്ച് കഴിച്ചിട്ട് എവിടെയെങ്കിലും കിടക്കാൻ. ആരെ സ്നേഹിക്കാൻ? ആത്മലോകത്തിൽ സ്നേഹം എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതൊക്കെ എപ്പോഴേ പോയിരിക്കുന്നു. ദൈവമക്കളെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരോടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, വീട്ടില് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കാൻ പോകണ്ട. പക്ഷെ കുറഞ്ഞ പക്ഷം നിങ്ങൾ ഞായറാഴ്ച ആരാധന കഴിഞ്ഞാൽ സഭയിലുള്ള എല്ലാ വിശ്വാസികൾക്കും ഒന്ന് കൈ കൊടുക്കുന്നതിനകത്ത് ദോഷമുണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് ലോകത്തിലുള്ളവരെല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കണം, ഞാൻ അതിനേക്കാൾ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്നത്. നോ, ഞാൻ എല്ലാവരുടെയും സെർവന്റ് ആണെന്നുള്ള ചിന്ത നമ്മുടെ അകത്ത് വരട്ടെ. എല്ലാവർക്കും കൈ കൊടുക്കാൻ, എല്ലാവരോടും സ്തോത്രം പറയാനുള്ള താഴ്മ നമ്മുടെ അകത്തുണ്ടാകട്ടെ. എല്ലാവരെയും കണ്ടൊന്ന് ചിരിക്കാനുള്ള ആ ഒരു മുഖസ്ഥിതി, ആ ഒരു മനോഭാവം നമ്മുടെ അകത്തുണ്ടാകട്ടെ. ഈ വാക്യം നിങ്ങൾ വായിച്ചാൽ മതി. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ അതിനെ കുറിച്ച് കാണാനായിട്ട് പറ്റുന്നുണ്ട്. യേശുവിന്റെ താഴ്മയെ കുറിച്ച് നമുക്ക് കാണാം. യേശു താഴ്മയുള്ളവനായിട്ട് പറയുക, നിങ്ങൾ എന്നോട് ഏറ്റുകൊണ്ട് എന്റെ മുഖം പഠിപ്പീൻ. എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്ക്. ഞാൻ എങ്ങനെ താഴ്മയുള്ളവനായിരിക്കുന്നത് കണ്ടു പഠിക്ക്. യേശു പറയുക. പൗലോസും അതുപോലെ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികളായിരിക്കും. ഒരു ശിഷ്യന്റെ ബെസ്റ്റ് ക്വാളിറ്റി എന്താണെന്നറിയാമോ? നിങ്ങൾ എന്നെ കണ്ട് പഠിക്കാൻ പറയാനുള്ള ചുണ ഉണ്ടാവണം. ദൈവമക്കളെ, നമ്മളൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? മക്കളെ, ദൈവത്തെ ഓർത്ത് എന്നെ നോക്കണ്ട, ഞാൻ ശരിയല്ല, കർത്താവിനെ നോക്കിയോളാനാ പറയുന്നത്. പക്ഷെ പൗലോസ് പറഞ്ഞ അങ്ങനല്ല. പൗലോസ് പറഞ്ഞത് എന്നെ നോക്ക്, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ. ചുണയുണ്ടോ അങ്ങനെ ആർക്കെങ്കിലും ഇതിനകത്ത് അങ്ങനെ പറയാൻ? മോനെ, ഞാൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ അങ്ങനെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടോ നമുക്ക്? മോനെ, ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ നീ പ്രാർത്ഥിക്കുന്നു പറയാൻ പറ്റുമോ? മോനെ, ഞാൻ ബൈബിൾ വായിക്കാൻ ഇരിക്കുന്നത് പോലെ നീ ബൈബിൾ വായിക്കാൻ ഇരിക്കെ. ഞാൻ ധ്യാനിക്കുന്നത് പോലെ നീ വരുന്ന ധ്യാനിക്ക്. ഞാൻ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്ന പറയാനുള്ള ചുണ, തന്റെ ഇടം ഒരു ശിഷ്യനുണ്ടാവണം. പ്രൈസ് ഗോഡ്. നമ്മളൊക്കെ ശിഷ്യരാകാൻ താല്പര്യപ്പെടാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? വിശ്വാസി ആയിരിക്കുക എന്ന് പറയുന്നത് സോ ഈസി. ഒന്നും ചെയ്യണ്ട. 10 മണിക്ക് ആരാധന തുടങ്ങുമെങ്കിൽ 10:45 ചെന്ന് കയറാം. പാസ്റ്ററോട് പറയും, പാസ്റ്റർ ഞാൻ ഇച്ചിരി താമസിച്ചാ വന്നത്, എനിക്ക് ഇച്ചിരി നേരത്തെ പോകണമെന്ന് പറഞ്ഞു നമ്മൾ ആദ്യം മുങ്ങുകയും ചെയ്യും. അല്ലേ? പാസ്റ്ററിന് എന്തോന്ന് പിടികിട്ടതുമില്ല. പിന്നെ പാസ്റ്റർ ആലോചിക്കുമ്പോഴാണ് ഇവൻ എന്തോ പറഞ്ഞത്. അല്ലേ? താമസിച്ചാ വന്നത്, ഇച്ചിരി നേരത്തെ പോവാന്ന്. പുറകി പോയിരിക്കുന്നു, കൈയടിച്ചു. സ്വത്രാഴ്ച ഇടാൻ സമയമായപ്പോഴത്തേന്, സ്വത്രാഴ്ചയുടെ സമയത്ത് മുങ്ങാൻ പറ്റുമെങ്കിൽ ഏറ്റവും സന്തോഷം എന്ന് വിചാരിച്ചിരിക്കുക നമ്മൾ. മിക്കവാറും സഭകളിലൊക്കെ സ്തോത്രകാഴ്ച ഇടുന്ന ഓപ്പർച്യൂണിറ്റി എന്താണെന്നറിയാമോ? എഴുന്നേറ്റ് മുങ്ങാനുള്ള അവസരം. എല്ലാവരും എഴുന്നേക്കുന്ന കൊടുത്ത് അറിയത്തില്ലല്ലോ പുള്ളി എഴുന്നേറ്റ് പോകുന്നത്. ഈ വിളച്ചിലൊക്കെ കളഞ്ഞിച്ച് നമുക്കൊരു നല്ല ശിഷ്യനായിട്ട് ജീവിക്കാൻ ദൈവമക്കളെ. നമ്മൾ ആരെ കളിപ്പിക്കാനാ? നമുക്ക് ആരെയാ പ്രസാദിപ്പിക്കേണ്ടത്? പാസ്റ്ററെയോ? നമുക്ക് ദൈവത്തെ അല്ലാതെ ഒരു മനുഷ്യനെ പ്രസാദിപ്പിച്ചിട്ട് കാര്യമില്ല. താഴ്മയുള്ളവരായി ഹൃദയം കൊണ്ട് കർത്താവിനെ നമുക്ക് പിൻപറ്റാം. കർത്താവിനെ പിൻപറ്റുന്നെങ്കിൽ ഹൃദയം കൊണ്ട് പിൻപറ്റാം. അടുത്തത് ഫോർഗീവ്നെസ്. നമ്മൾ ഞായറാഴ്ച അന്യഭാഷ പറയും, പക്ഷെ ക്ഷമിക്കാനുള്ളവരോട് നമ്മൾ ക്ഷമിക്കത്തില്ല. ഒരു ശിഷ്യനായിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ശിഷ്യനായിരിക്കാൻ പറ്റണമെങ്കിൽ വില കൊടുത്തേ പറ്റൂ.
നിങ്ങളുടെ ലൈഫിൽ, ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ ഒരു ഭാഗം. ജീവിതത്തിൽ ഒരു മനുഷ്യനോടും ക്ഷമിക്കാൻ ബാക്കിയുണ്ടാവല്ലേ. ആൾക്കാർ നമ്മളോട് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, ചെയ്തിട്ടുണ്ടാവാം, നമ്മളെ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ടാവാം. എന്തുവാകട്ടെ, അത് സ്വന്തം അപ്പനോ അമ്മയോ സഹോദരങ്ങളോ വീട്ടിലുള്ളവരോ അയൽവക്കംകാരോ സ്കൂളിലുള്ളവരോ സഹപാഠികളോ whatever it may be, whoever it may be, ആരും ആകട്ടെ, എല്ലാവരോടും ക്ഷമിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റും. ക്ഷമിക്കാൻ തയ്യാറല്ലേ? ഈ സാധനം അവിടെ കിടക്കും. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പൊ നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ കടങ്ങളും പാവങ്ങളും ദൈവം ക്ഷമിച്ചിട്ടില്ല എന്നാ അതിന്റെ അർത്ഥം. ആരോടെങ്കിലും ക്ഷമ പറയാൻ ബാക്കിയുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാനൊരു ഹോംവർക്കും കൂടെ നിങ്ങൾക്ക് തരിക. ഇന്ന് രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരുന്ന് ധ്യാനിക്കണം. ധ്യാനിച്ചിട്ട് ഇങ്ങനെ ഓർക്കണം, ചെറുപ്പകാലം മുതൽ ഇങ്ങോട്ട് ആരോടെങ്കിലും ക്ഷമ പറയാനുണ്ടോ? എന്തെങ്കിലും പറഞ്ഞു വെച്ച് നമ്മൾ മറന്നുപോയി കാണും, ഒരുപക്ഷെ അവരും മറന്നുപോയി കാണും. ആരോടെങ്കിലും ക്ഷമ പറയാൻ ബാക്കിയുണ്ടെങ്കിൽ പറഞ്ഞു. നിങ്ങളുടെ വിടുതൽ അവിടെ തുടങ്ങും, ഡെലിവറൻസ് അവിടെ തുടങ്ങും, നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ അവിടെ തുടങ്ങും. ഫോർഗിവ്നെസ്. അടുത്തത് റൈച്ചസ്നെസ് ആൻഡ് ഇന്റഗ്രിറ്റി. ഒരു നല്ല മനോഭാവം, ഒരു നല്ല നിസ്വാർത്ഥമായ ഇന്റഗ്രിറ്റിക്ക് എന്താ പറയുന്നത്, ഒരു നല്ല മനോഭാവം വെച്ച് പുലർത്താൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ അകത്ത് ക്വാളിറ്റി ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തോ സുവിശേഷം പ്രസംഗിക്കാനാ ദൈവമക്കളെ, അല്ലേ? ഇന്ന് നമ്മൾ ആത്മഗോളത്തിൽ കാണുന്നത് ഇതാ, പ്രസംഗം നീട്ടി വലിച്ച് പ്രസംഗിക്കും, പക്ഷെ when you come to the practical life, no quality. ലൈഫ് ക്വാളിറ്റി ഇല്ല, ലൈഫ് ക്വാളിറ്റി ഇല്ല. ക്വാളിറ്റി ഇല്ലാത്ത പ്രസംഗം കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം? യേശുവിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിസ്ഡം ആൻഡ് ടീച്ചിങ്. യേശു എല്ലായിടത്തും ഒന്നും മറുപടി പറയത്തില്ലായിരുന്നു, എല്ലാവരുടെ മുമ്പിൽ ഒന്നും സംസാരിക്കാൻ യേശു പോകത്തില്ലായിരുന്നു. ഹി വാസ് യൂസിങ് ഹിസ് വിസ്ഡം. എല്ലാവരോടും ഒന്നും കൂട്ടുകൂടാൻ പോകല്ലേ, എല്ലാവരോടും ഒന്നും ദൈവത്തിന്റെ ആത്മാവ് ഗൈഡ് ചെയ്യാത്ത ഒരു ബന്ധങ്ങളും വെക്കരുത്, ഒരു ബന്ധങ്ങളും വെക്കരുത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്നോട് പറയായിരുന്നു, എന്റെ പാസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു ഇന്ന നമ്പറുകളെല്ലാം ഡിലീറ്റ് ചെയ്യാൻ. ഞാൻ എല്ലാ നമ്പറുകളും ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ദൈവമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ചിലതൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്തേ പറ്റൂ, ചിലതൊക്കെ സാക്രിഫൈസ് ചെയ്യണം, ചിലരോടൊക്കെ സംസാരിക്കുന്നത് നിർത്തേണ്ടി വരും. ഡു ഇറ്റ്. ഹല്ലേലൂയ. അടുത്തത് ഒബീഡിയൻസ് ടു ഗാഡ് ആൻഡ് ഹിസ് വിൽ. ദൈവത്തിന്റെ ഇഷ്ടത്തോടും ദൈവത്തോടുള്ള ഒരു വലിയ അനുസരണം നമുക്കുണ്ടാകട്ടെ. യേശുവിന്റെ ബെസ്റ്റ് ക്വാളിറ്റി വചനം പറയുന്നത് ഹി വാസ് ഒബീഡിയന്റ് ടു ദ ഫാദർ. ദൈവമക്കളെ, വചനത്തോട് അനുസരണം, ദൈവത്തോട് അനുസരണം, ദൈവത്തിന്റെ ആത്മാവിനോട് അനുസരണം. പ്രൈസ് ഗോഡ്. എന്റെ കൂടെ മിനിസ്റ്റർ ചെയ്യുന്ന ഒരു ദൈവദാസനുണ്ട്, മിസ്റ്റർ റോയ് മാത്യു എന്ന് പറയുന്ന ഒരു ദൈവദാസൻ. ഞാൻ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, പിന്നീട് അദ്ദേഹം അവസരം ഉണ്ടെങ്കിൽ ശുശ്രൂഷിക്കാനായിട്ടാകട്ടെ. ആ ദൈവദാസൻ പറഞ്ഞൊരു കാര്യം, ഒരിക്കലും അദ്ദേഹം ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പോയി ഒരിടത്ത് ഇങ്ങനെ ഒരു വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയി ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ഹൃദയത്തെ പറഞ്ഞു, ഈ ഇറച്ചി കഴിക്കരുത്, ഇറച്ചി റെഡിയാക്കി കൊണ്ടെന്ന് വെച്ചു. അദ്ദേഹം പറഞ്ഞു, ദൈവാത്മാവ് പറഞ്ഞു ഈ ഭക്ഷണം കഴിക്കരുത്, ഈ ഇറച്ചി കഴിക്കരുതെന്ന് പറഞ്ഞു. പുള്ളിക്കാൻ ഒരു പോലീസ് ഓഫീസറിന്റെ വീട്ടിൽ ഭക്ഷണത്തിന് വേണ്ടി ഗസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോ ദൈവാത്മാവ് പറഞ്ഞു ഈ ഇറച്ചി കഴിക്കല്ലെന്ന്. അപ്പൊ അദ്ദേഹം ഓപ്പണായിട്ട് ആ പോലീസ് ഓഫീസറിനോട് ചോദിച്ചു, സാറേ വിശ്വാസിയാ, ചോദിച്ചു സാറേ എന്തോ ഈ ഇറച്ചി എന്തുവാ എന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു. പറഞ്ഞു വേട്ട ഇറച്ചിയാണ്, ഞാൻ വെടിവെച്ച് പിടിച്ചോണ്ട് വന്ന മാനിറച്ചിയോ മറ്റാ. നിങ്ങൾക്കറിയാമോ, ആൻഡമാനിൽ ഇവൻ ഇന്ത്യയിലാണെങ്കിൽ പോലും വെടിയിറച്ചി കഴിക്കരുതെന്ന്, അല്ലെങ്കിൽ അത് വെടിവെക്കരുതെന്ന്, അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ വേട്ടയാടരുതെന്ന് ഇന്ത്യയുടെ നിയമമാണ്, ആൻഡമാന്റെ നിയമമാണ്. ആ നിയമം തെറ്റിച്ചേച്ച് കറി വെച്ചേച്ച് പാസ്റ്ററിന് കൊണ്ട് കൊടുത്തേക്കുക. ദൈവാത്മാവ് പറഞ്ഞത് കഴിക്കരുതെന്നത്, നിയമം തെറ്റിച്ച ഭക്ഷണം. നമ്മൾ പറയുന്ന പല ചെറിയ ചെറിയ കാര്യങ്ങളും പരിശുദ്ധാത്മാവിന് വലുതാ. നമ്മൾ വായി തോന്നുന്ന തമാശയും പറഞ്ഞ്, വായി തോന്നുന്ന ആൾക്കാരോട് വായി തുറന്നതൊക്കെ നമ്മൾ പറഞ്ഞേച്ച് വന്ന് പ്രാർത്ഥിക്കാനിരുന്ന ദൈവസാന്നിധ്യം മിക്കവാറും ഫീൽ ചെയ്യാൻ സാധ്യത കുറവാ. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന മുറിക്കകത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നത് നമുക്ക് ഫീൽ ചെയ്യണം, ശരീരത്തെ സെൻസ് ചെയ്യണം. അപ്പോസ്തലർ പ്രവൃത്തി 2 അതല്ലേ നമ്മൾ കാണുന്നത്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവർ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് സെൻസ് ചെയ്തു പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നെന്ന്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാനിരിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ വന്നു പറയാനുള്ള കാര്യമെല്ലാം പറഞ്ഞേച്ച് എഴുന്നേറ്റ് പോവാ, കർത്താവ് സൗകര്യമുണ്ട് ചെയ്തേക്കാൻ പറഞ്ഞേച്ച് നമ്മൾ പോവാ. നോ. ആദവിദാസൻ അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാറിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ ഒരു സ്പിരിച്വൽ വാർഫെയറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. അദ്ദേഹം ചെന്ന് പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ഇരുന്നു. പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ട് ദൈവസാന്നിധ്യമില്ല. കുറെ നേരം ഇരുന്ന് അവസാനം ദൈവാത്മാവിനെ ചോദിച്ചു, പരിശുദ്ധാത്മാവ് എന്തുവാ, ദൈവസാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല, ഇരിക്കുന്ന മുറിക്കകത്ത് ദൈവസാന്നിധ്യമില്ല. പ്രാർത്ഥിക്കാൻ ഇരുന്നു, പക്ഷേ ദൈവസാന്നിധ്യമില്ല.
ദൈവാത്മ പറഞ്ഞൊരു കാര്യമാണ്, നിന്റെ ക്യാമറ എടുത്തിട്ട് ഫോട്ടോ എല്ലാം ഡിലീറ്റ് ചെയ്യാൻ. എന്താ കാര്യം എന്നറിയാമോ? അവിടെ ഇവർ പോകുന്ന വഴിക്കൂടെ ആദിവാസികളുടെ ഒരു സ്ഥലമാണ്. ആദിവാസികളുടെ ഫോട്ടോ എടുക്കരുതെന്ന് ഗവൺമെന്റ് നിയമം. പുള്ളി കാറിനകത്തിരുന്നോണ്ട് ഇതിന്റെ നിയമം എല്ലാം വായിച്ചേച്ച് പിന്നെ പുള്ളി ഫോട്ടോ എടുത്തുകൊണ്ട് വന്നു. ആ ഫോട്ടോ എടുത്തേച്ച് വെച്ചേച്ച് രാജ്യത്തിന്റെ നിയമം തെറ്റിച്ചേച്ച് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുക. ദൈവാത്മ പറഞ്ഞു അതൊക്കെ എടുത്ത് ആദ്യം ഡിലീറ്റ് ചെയ്യാൻ. ദൈവമക്കളെ, നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായ മൈന്യൂട്ട് കാര്യങ്ങൾ, ട്രാഫിക്കിൽ നിയമം തെറ്റിച്ചേച്ച് നമ്മളിവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ആത്മയുദ്ധം ചെയ്താൽ ദൈവസാന്നിധ്യം വെളിപ്പെടുന്ന നമ്മൾ വിചാരിക്കുന്നത്. 50 കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ടടുത്ത് 50 കിലോമീറ്ററിൽ പോകാവൂ. ജീസസ്. ഞാൻ സരസമായിട്ട് ഇങ്ങനെ പറയാറുണ്ട്, പ്രത്യേകിച്ച് യുവജനങ്ങളോടൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ദൈവദൂതനെ ദൈവം അസൈൻ ചെയ്തിരിക്കുന്നത് സ്പീഡ് ലിമിറ്റ് അനുസരിച്ചാ. 100 കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ടടുത്ത് ദൂതൻ 100 കിലോമീറ്ററേ പോവുള്ളൂ. നീ 110 പോയി അപകടം ഉണ്ടാക്കി വെച്ച് വന്നാൽ ദൈവാത്മ ഉത്തരവാദിയല്ല. ആ ലോജിക്ക് ശരിയാണോ? പ്രൈസ് ഗാഡ്. ബി ഒബീഡിയന്റ് ടു ദ ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി അങ്ങനെ ഒരു സ്പിരിച്വൽ റിലം നമ്മുടെ അകത്ത് തുറക്കട്ടെ. ദൈവാത്മാവ് എപ്പോഴും നമ്മളോട് സംസാരിക്കും, എപ്പോഴും നമ്മളോട് മന്ത്രിച്ചുകൊണ്ടിരിക്കും. സോ ബി റെഡി ടു ലിസൺ ടു ഹോളി സ്പിരിറ്റ്. ആർക്കൊക്കെ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹമുണ്ട്? ഇന്ന് തൊട്ട് നിങ്ങളുടെ ലൈഫ് ഇതുവരെ ജീവിച്ചതുപോലെ അല്ല, ഇന്നൊരു പ്രത്യേക ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോവുക. യെസ്. അടുത്ത കാര്യം വേഗത്തിൽ ഒന്ന് പറഞ്ഞു കേട്ടെ. പേഷ്യൻസ് ആൻഡ് ജെന്റിൽനെസ്. ക്ഷമയുള്ളവരായിരിക്കുക. വചനം പറയുന്നുണ്ടല്ലോ, കേൾക്കാൻ വേഗത ഉള്ളവരും പറയാൻ താമസമുള്ളവരായിരിക്കുക. നീതിക്ക് വേണ്ടി നിൽക്കാവൂ. സ്റ്റാൻഡ് ഫോർ ജസ്റ്റിസ്. നീതി ഇല്ലാത്ത ഒരു കാര്യത്തിന്, അത് ഏത് ഇന്ദ്രവനാണേലും ഏത് വലിയവനാണേലും നിൽക്കല്ലേ. കാരണം ദൈവം അവിടെ ഉണ്ടാകത്തില്ല, ദൈവം കൂട്ടു നിൽക്കത്തില്ല. അതുപോലെ സാക്രിഫിഷ്യൽ ലവ് ചെയ്യാൻ, സ്നേഹിക്കാൻ. നമ്മൾ സ്നേഹിക്കുന്നൊന്നും പറയല്ല, സ്നേഹിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. അതുപോലെ പീസ് മേക്കർ ആയിരിക്കുക. നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ ചെല്ലുന്നിടത്ത് ഒരു സമാധാനം ഉണ്ടാകണം. നമ്മൾ ചെല്ലുന്നിടത്ത് ആൾക്കാർക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാകണം. നമ്മൾ 10 മിനിറ്റ് സംസാരിച്ചു കഴിയുമ്പോൾ അവർക്കൊരു ഒരു 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 വലിയ സംതൃപ്തി, ഒരു എന്താ പറയുന്ന ഒരു ആത്മീക അന്തരീക്ഷം ഒക്കെ അവർക്ക് ഫീൽ ചെയ്യണം. ഇതൊക്കെയാണ് ഒരു ഗുഡ് ക്യാരക്ടർ. അതൊരു ഡിവൈൻ ക്യാരക്ടർ. നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാണെന്ന്. നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളില്ലാതെ പൈശാചിക മണ്ഡലങ്ങളോട് യുദ്ധം ചെയ്യാൻ പോയാൽ ഒന്നും നടക്കത്തില്ല. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. എനിക്കൊന്ന് നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ട നാളിൽ ആരെങ്കിലും ഒരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് കാരണമാണ് ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സോ പ്രേയർ, ഒരാളിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. 2, ആരെങ്കിലും ഒരാൾ നിങ്ങളോട് സുവിശേഷം പറഞ്ഞിട്ടാണ് നമ്മൾ രക്ഷയിലേക്ക് വന്നത്. ശരിയല്ലേ? ഈ 2 കാര്യം വളരെ യാഥാർത്ഥ്യമാണ്. ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആരെങ്കിലും ഒരാൾ നിങ്ങളോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കർത്താവിന്റെ സന്നിധി വന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ? ഞാൻ ഇത് ആദ്യത്തെ ദിവസം പറഞ്ഞായിരുന്നു ഈ കാര്യം പാസ്റ്ററെ. പറഞ്ഞില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ? പറഞ്ഞിട്ടില്ല. സോ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ആരോ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് തൊട്ട് നിങ്ങൾ ചിന്തിക്കണം, ആരെയാ രക്ഷയിലേക്ക് കൊണ്ടുവരേണ്ടത്, അവർക്ക് വേണ്ടി ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അവർ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് റിയലി ഗുഡ്. അങ്ങനെ പ്രാർത്ഥിക്കണം. അതുപോലെ എവിടൊക്കെ ഒരാള്, നമ്മൾ മുമ്പ് ഒരു വാക്യം വായിച്ച് ഓർക്കുന്നുണ്ട്, റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം എന്നിട്ട് വായിച്ചത്, 16-ൽ വായിച്ചത്, ഒരുവൻ പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ അവൻ വിശ്വസിക്കും? വിശ്വസിക്കാതെ അവൻ എങ്ങനെ രക്ഷയുണ്ടാകും? അപ്പൊ ഒരുവൻ വിശ്വസിക്കണമെങ്കിൽ, അവൻ ഏറ്റു പറയണമെങ്കിൽ, അവൻ കർത്താവിലേക്ക് വരണമെങ്കിൽ ആരെങ്കിലും ഒരാൾ അവനോട് പറഞ്ഞേ പറ്റൂ. അവൻ സുവിശേഷം കേൾക്കാനുള്ള മാധ്യമം ഞാനാ, നിങ്ങളാ. പ്രൈസ് ഗാഡ്. ഇന്ന് രാത്രി ഇതൊന്ന് വിശ്വസിക്കാമോ? ആരൊക്കെയോ നിങ്ങളെ നോക്കി കാത്തിരിക്കുന്നുണ്ട്. ആരൊക്കെയോ നിങ്ങളുടെ വാക്ക് കേൾക്കാൻ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആരൊക്കെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെല്ലാൻ വേണ്ടി അവർ കാത്തിരിക്കുക. ഓ ജീസസ്, ഹല്ലേലൂയ. നിങ്ങൾ ചെല്ലാൻ വേണ്ടി ആ വ്യക്തി കാത്തിരിക്കുക. ഞാൻ ഒരു സംഭവ കഥയും കൂടെ പറഞ്ഞോട്ടെ, ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. PM തോമസ് എന്ന് പറയുന്ന ഒരു അപ്പച്ചനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തിരുവല്ലയ്ക്കടുത്ത് പുന്നവേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് ദേവദാസൻ മരിച്ചു. ജമ്മു ആൻഡ് കാശ്മീരിൽ കർത്താവിന്റെ വേല ചെയ്തിരുന്ന ദേവദാസൻ. അദ്ദേഹം എഴുതിയ ഒരു കേരളത്തിൽ പ്രസിദ്ധമായ ഒരു പാട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം,
കർത്താവിൻ കുഞ്ഞുങ്ങൾക്കാനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ഈ ദൈവദാസൻ 1930കളിൽ രക്ഷയിലേക്ക് വന്ന മനുഷ്യനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ആ മനുഷ്യൻ രക്ഷയിലേക്ക് വന്ന സമയത്ത് കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ഒരു സ്കൂളിന്റെ അധ്യാപകനായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് മനുഷ്യന്റെ ഹൃദയത്തിൽ പറഞ്ഞു, നിന്നെ ഞാൻ മഞ്ഞ് പെയ്യുന്ന നാടുകളിലേക്ക് അയക്കും. ഈ കഥ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇനി ആ പാട്ട് പാടുമ്പോൾ നിങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ട് വേണം പാടാൻ. പ്രൈസ് ഗാഡ്. എന്നെ വളരെയധികം ചലഞ്ച് ചെയ്ത ഒരു സ്റ്റോറിയാണ്. ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനോട് പറഞ്ഞു, മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ. മഞ്ഞ് പെയ്യുന്ന ഇദ്ദേഹത്തിന് എവിടെയൊന്നും ഒരു പിടിയും കിട്ടിയില്ല. ഇത് അദ്ദേഹം ആദ്യമൊക്കെ ഇഗ്നോർ ചെയ്തു. വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് ഈ ഒരു സംഭവം തന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം CMS കോളേജിലെ ഒരു അധ്യാപകനായിരുന്നു, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ വരുമാനവും കുടുംബത്തിൽ ബാക്കിയുള്ളവരൊക്കെ കൃഷി എന്നതിന്റെ കൂടെ ഒക്കെ പൈസ കിട്ടുന്നതൊക്കെ കൊണ്ടാണ് കുടുംബത്തിലുള്ള 11 പേര്, അപ്പനും അമ്മയും കൂടെ ചേർന്ന് 11 പേര് അടങ്ങുന്ന കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്. അന്നത്തെ കാലത്ത് വലിയ പട്ടിണിയുള്ള ഒരു കാലമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് ഈ മനുഷ്യനോട് പറഞ്ഞു, നിന്നെ ഞാൻ മഞ്ഞ് പെയ്യുന്ന നാട്ടിലേക്ക് അയക്കാൻ പോവാ. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി കാശ്മീരിലേക്കാണ് ദൈവം എന്നെ അയക്കുന്നത്. ആ മനുഷ്യൻ പോകാൻ വേണ്ടി തയ്യാറായി. അപ്പനോട് ചെന്നിച്ച് പറഞ്ഞു, അപ്പാ എന്നെ ഇതുപോലെ ദൈവാത്മാവ് കാശ്മീരിലിട്ട് അയക്കുക, ഞാൻ പോവുക. അപ്പൻ എടുത്തവായി ചോദിച്ചു, നിനക്ക് തലയ്ക്ക് വട്ടാണോ? എടാ, നീ പോയാൽ ഞങ്ങൾ എങ്ങനെ കഞ്ഞി കുടിക്കും? കാരണം നിന്റെ വരുമാനവും ഞങ്ങൾ കൃഷിയും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് അധ്വാനിച്ചിട്ട് ഈ വീട് കഴിയുന്നത്. നിനക്ക് മാത്രമേ ഉള്ളൂ ജോലി. നീ ഞങ്ങളെ ഇട്ടേച്ച് അനാഥരായിട്ട് പോയാൽ എന്തോ ചെയ്യും? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, ദൈവാത്മാവിനോട് പറയുന്നു പോകാൻ. അദ്ദേഹം പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം മനസ്സിലായി അവിടെ ഹിന്ദി അറിയത്തില്ല. അദ്ദേഹം തിരുവല്ലയിൽ നിന്ന് കോട്ടയത്ത് നിന്ന് CMS കോളേജിൽ നടന്നുപോയി ഹിന്ദി പഠിച്ചു. എന്താണെന്നറിയാമോ? കർത്താവിനെ അറിയാത്തവരോട് കർത്താവിനെ കുറിച്ച് പറയാൻ ലാംഗ്വേജ് പഠിക്കാൻ പോയതാ. ജീസസ്. ആ മനുഷ്യനെ കുറിച്ച് എപ്പോൾ പറഞ്ഞാലും എന്റെ കണ്ണെന്നറിയും. സാക്രിഫൈസലായിട്ട് കർത്താവിന്റെ വേല ചെയ്ത ദൈവദാസന്മാർ, ദൈവമക്കൾ, നമുക്ക് അവരെ മറക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചു, ഹിന്ദി പഠിച്ചു. അവസാനം അദ്ദേഹം തന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് ജമ്മുവിൽ വന്നു. ഇന്ന് ജമ്മുവിൽ എത്തണമെങ്കിൽ 5 ദിവസം 6 ദിവസം 5 ദിവസം വെച്ചെടുക്കും. ഇന്ന് ജമ്മുവിൽ എത്തണമെങ്കിൽ ഇത്രയും വണ്ടി സംവിധാനമൊക്കെ ഉണ്ടായിട്ട് ട്രെയിനിലാണ്. അന്ന് ആലോചിച്ച് നോക്കി, 2 ആഴ്ചക്ക് മേളിലെടുക്കും അന്ന് ജമ്മുവിൽ എത്തണമെങ്കിൽ. അദ്ദേഹം കാലാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അദ്ദേഹം കുടുംബമായിട്ട് ഭാര്യയായിട്ട് ജമ്മുവിൽ വന്നിറങ്ങി. ആരെ അറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അവസാനം അവിടെ ഒരു ചെറിയ സ്ഥലം കിട്ടി. അദ്ദേഹം അവിടെ താമസിച്ച് കർത്താവിന്റെ വേല ആരംഭിക്കാൻ തുടങ്ങി. അങ്ങനെ അന്ന് ഫോണൊക്കെ ഇറങ്ങി വരുന്ന സമയം അദ്ദേഹം ഒന്ന് നാട്ടിലേക്ക് ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് അപ്പൻ ചോദിച്ചു, എടാ, നീ അവിടെ പോയി കിടക്കാതെ നീ ഇങ്ങോട്ട് വാ. ഞാനിവിടെ വയ്യാതായാൽ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ അടക്കുന്നതിന് മുമ്പ് നിനക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല. നിന്റെ അമ്മയ്ക്കൊന്ന് വയ്യാതെ ആയാൽ അവരെ ശവം അടക്കുന്നതിന് മുമ്പ് പോലും നിനക്ക് ഇവിടെ വന്ന് എത്താൻ പറ്റത്തില്ല. 2 ആഴ്ചയൊക്കെ ആരാ ശവം കൊണ്ട് അന്നത്തെ കാലത്തൊക്കെ വെക്കുന്നത്? അദ്ദേഹത്തെ അങ്ങ് നിരുത്സാഹപ്പെടുത്തി. അദ്ദേഹത്തിന്റെ കൂട്ടുകാരും നാട്ടുകാരും മുഴുവൻ അദ്ദേഹത്തിനെതിരായി. എല്ലാവരും പറഞ്ഞു, വിളിക്കുന്നവർ മുഴുവൻ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുക. എടാ, ഇനി അപ്പൻ അവസാനം ഒരു കാര്യം പറഞ്ഞു, നിനക്ക് ഇങ്ങനെ ഒരു അപ്പനുണ്ടെന്ന് നീ മറന്നേര്. ഇനി ഇങ്ങനെ അമ്മയുണ്ടെന്ന് നീ മറന്നേര്. നിന്റെ അനിയന്മാരും ആൾക്കാരും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് നീ മറന്നേര്. അങ്ങനെ ഒരു വല്ലാത്ത എന്താ പറയുന്ന ഒരു വല്ലാത്ത വാക്ക് തന്റെ പിതാവിൽ നിന്ന് കേൾക്കാനിടയായി. പക്ഷേ ഇദ്ദേഹം കേരളത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ദൈവാത്മാവ് കൊടുത്ത പാട്ടാ. അദ്ദേഹം ആ പാട്ട് പാടി പലപ്പോഴും ദൈവസന്നിധിയിൽ ആശ്വസിച്ചു. അന്ന് അപ്പൻ ഇങ്ങനെ വാക്ക് കേട്ടപ്പോൾ ബന്ധവും സ്വന്തവും ഒക്കെ ഇല്ലാതായി ഒറ്റയ്ക്ക് ഇവിടെ വന്ന് കിടക്കുക. ഇനി ഇവർക്ക് എന്തെങ്കിലും പറ്റിയാൽ സഹായിക്കാനും ആരുമില്ല. അന്നേരം ദൈവാത്മാവ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കൊടുത്ത പാട്ടിന്റെ ഒരു ശൈലിയാണ് അദ്ദേഹം ഒരു ഈരടിയാണ് അദ്ദേഹം അന്ന് പാടിയത്. ഇത്ര നല്ലിടയൻ, ഉത്തമം സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം ഇങ്ങനെ അദ്ദേഹം പാടാൻ തുടങ്ങി, ആശ്വസിക്കാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് തണുത്തു. കുറച്ചു ദിവസം കഴിഞ്ഞ് അദ്ദേഹം അവിടെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. ശുശ്രൂഷ എല്ലാം ഇങ്ങനെ വളരാൻ തുടങ്ങി. വലിയ ദൈവപ്രവൃത്തികൾ അവിടെ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അദ്ദേഹം അങ്ങനെ പ്രവർത്തനം ചെയ്തു.
അങ്ങനെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഇവരവിടെ കുറെ സ്ഥലം വാങ്ങിച്ചു. അവിടെ ഒരു നിയമമുണ്ട്, അവിടെ സ്ഥലം വാങ്ങിക്കാൻ പാടില്ല. അതായത് പുറത്തുള്ള ആർക്കും അവിടെ സ്ഥലം വാങ്ങിക്കാൻ പാടില്ല, നിയമമുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ കുറച്ച് സ്ഥലം വാങ്ങിക്കാനിടയായി. പക്ഷെ അത് കേസിലേക്കായി. ഈ കേസ് പറയണമെങ്കിൽ ജമ്മുവിൽ നിന്ന് ഉദംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരണം. അവിടെ നിന്ന് നല്ല യാത്രയുണ്ട്. ആ അപ്പച്ചൻ അന്ന് അവിടെ കേസ് പറയാൻ വേണ്ടി ഒരു ദിവസം പോയിരിക്കുക. അമ്മച്ചിയും 2 മക്കളും, ക്രിസ്റ്റിന എന്ന് മറ്റോ അമ്മച്ചിയുടെ പേര്, അമ്മച്ചി ഇന്നും ജീവനോടുണ്ട്. അമ്മച്ചിയുടെ 2 മക്കൾ, ആ മക്കളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ 2 മക്കൾ അന്ന് ഒരു കുഞ്ഞുങ്ങളാ. ഇവരെയും കൊണ്ട് അമ്മച്ചി അവിടെ താമസിക്കുക. ഇവർ താമസിക്കുന്ന ഒരു കുഞ്ഞ് ടിൻ ഷീറ്റിനകത്താ. ടിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തള്ളിയാ മറിഞ്ഞു വീഴുന്ന അത്രേ ഉള്ളൂ. അതിനകത്ത് അവർ താമസിക്കുക. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പച്ചൻ കേസ് പറയാൻ വേണ്ടി ഉദംപൂർ പോയി. ഒരു ദിവസം സന്ധ്യയായി, രാത്രിയായ സമയത്ത് ഈ അമ്മച്ചിയും മക്കളും കൂടെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വീടിന്റെ പുറത്ത് ബൂട്ടിന്റെ ശബ്ദം കേൾക്കാം. അന്നവിടെ എന്തോ ഭീകരന്മാരുടെ കൂട, തീവ്രവാദികളുടെ കൂട. അമ്മച്ചിയും 2 പിഞ്ചു കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. സഹായിക്കാൻ ഒരു മനുഷ്യനുമില്ല. ലാംഗ്വേജ് പോലും നേരിട്ട് അറിയത്തില്ല. ഇവർ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വീടിന്റെ ചുറ്റും ബൂട്ടിന്റെ ശബ്ദം കേൾക്കാം. കാരണം അപ്പോഴത്തേന് അവിടുത്തെ നാട്ടുകാർ മുഴുവൻ ഇവർക്കെതിരായിരുന്നു. ഒരു ദിവസം അവിടുത്തെ ആൾക്കാർ മുഴുവനും കൂടെ സ്ട്രൈക്ക് നടത്തി. ആ പട്ടണം മുഴുവൻ സ്ട്രൈക്ക് നടത്തി. മദ്രാസി ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ട് അവർ സ്ട്രൈക്ക് നടത്തി. കാരണം ഈ മനുഷ്യൻ ഹിന്ദി നല്ലപോലെ അറിയത്തില്ലാത്തത് കൊണ്ട് പ്ലാക്കാർഡിനകത്ത് യേശു രക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഹിന്ദിയിൽ എഴുതിയിട്ട് പട്ടണത്തിൽ പോയി നിൽക്കും. ആൾക്കാരത് കാണും. അങ്ങനെയൊക്കെ കുറച്ചു പേരൊക്കെ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി. ആൾക്കാർക്ക് മനസ്സിലായി ഇവൻ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി വന്നതാ. അങ്ങനെയാണ് ഈ കേസ് ആകുന്നത്. അപ്പൊ ഇദ്ദേഹം കേസ് പറയാൻ വേണ്ടി അവിടെ പോയിരിക്കുക. രാത്രി ആയപ്പോൾ ബൂട്ടിന്റെ ശബ്ദം പെരക്കി ചുറ്റും കേൾക്കാം. അമ്മച്ചിക്ക് ആകെപ്പാടെ വിറയിലായി. അമ്മച്ചിയുടെ ഈ ടിൻഷീറ്റും കൊണ്ടുള്ള വീട് ഒന്ന് കൈകൊണ്ട് തള്ളിയാ മറിഞ്ഞു വീഴാനുള്ളതേ ഉള്ളൂ. എന്തോ ചെയ്യും? ആരോട് പറയും? ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ കിടന്ന് മരിച്ചാൽ ഒരു മനുഷ്യനെ അറിയാൻ പോകുന്നില്ല. അങ്ങനെ പേടിച്ച് കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് വെച്ചിട്ട് അമ്മച്ചി ഉറക്കെ കരയാനും പറ്റുന്നില്ല. ആ കണ്ണുനീരിങ്ങനെ ഒഴുകി അമ്മച്ചി അങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ദൈവപ്രവൃത്തിയോട് വെളിപ്പെട്ടു. ഈ ബൂട്ടുകൾ നടന്ന് അകന്നു പോകുന്ന ശബ്ദം കേട്ടു. അന്ന് രാത്രി ഭയത്തോടുകൂടെ ഉറങ്ങാതെ ആ അമ്മച്ചിയും കുഞ്ഞുങ്ങളും കൂടെ നേരം വിളിപ്പിച്ചു. അടുത്ത 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അപ്പച്ചൻ വരുന്നത്. അപ്പച്ചൻ വന്നപ്പോൾ അപ്പച്ചനോട് ഈ കാര്യമൊക്കെ പറഞ്ഞു. അന്ന് പ്രായമായ മനുഷ്യൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അവിടെയുള്ള നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും പോലീസുകാരും എല്ലാം ഇവർക്കെതിരായി. അപ്പൊ അപ്പച്ചൻ ഈ കഥയെല്ലാം കൂടെ കേട്ടിട്ട് ഭയങ്കര അങ്ങ് തകർന്നു. എന്റെ കർത്താവ്, ഇതിനാണോ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? സമാധാനത്തോടെ സുവിശേഷ വേല പോലും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പച്ചൻ ഇങ്ങനെ തകർന്നിരുന്നപ്പം അപ്പച്ചൻ പറഞ്ഞു, മോനെ, നീ അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് തന്നൊരു പാട്ടില്ലേ, ആ പാട്ടിന്റെ ഈരടികൾ നീ ഒന്ന് ഓർത്ത് നോക്കി. അപ്പൊ അപ്പച്ചൻ ഇങ്ങനെ അതിന്റെ ഈരടികൾ ഓർത്ത് താൻ വീണ്ടും പാടാൻ തുടങ്ങി. അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണേ. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണേ. ആ മനുഷ്യൻ ധൈര്യപ്പെട്ടു. ദൈവാത്മാവ് ആ മനുഷ്യനെ ധൈര്യപ്പെടുത്തി. താൻ വീണ്ടും കർത്താവിന്റെ വേല ചെയ്യാൻ തുടങ്ങി. ആത്മാക്കളെ ദൈവം കൊടുത്തു. ദൈവമക്കളെ, കേരളത്തിൽ നിന്ന് ജമ്മുവിൽ പോയി. ജമ്മു എന്ന് പറഞ്ഞാൽ തീവ്രവാദികളുടെ കൂട. ആ കൂട്ടിനകത്ത് ചെന്ന് 3000 മിഷണറിമാരെയാണ് ആ ദൈവദാസൻ എഴുന്നേൽപ്പിച്ചത്. 3000 മിഷണറിമാരെ, വിശ്വാസികളെ അല്ല 3000 മിഷണറിമാരെ. PG വർഗീസ് അങ്കിളുടെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ? ആ PG വർഗീസ് അങ്കിളിനെ സ്നാനപ്പെടുത്തിയത് ഈ PM തോമസ് അപ്പച്ചനാ. PG വർഗീസ് അങ്കിള് അദ്ദേഹത്തിന്റെ ശിഷ്യനാ. ക്യാപ്റ്റൻ ഷാമുവൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്യാപ്റ്റൻ ഷാമുവൽ പട്ടാളത്തിൽ ജോലി ചെയ്യാൻ നോർത്ത് ഇന്ത്യ വന്നതാ. ഇവിടെ വന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. ആ മനുഷ്യനെ ശുശ്രൂഷയ്ക്കകത്ത് എഴുന്നേൽപ്പിച്ചത് ഈ ദൈവദാസന, ഈ അപ്പച്ചന. കാശ്മീരിന്റെ അറ്റം മുതല് നേപ്പാളിന്റെ ആ താഴ്വശം തുടങ്ങി ഹിമാലയത്തിന്റെ അടിവശം മുഴുവൻ വെസ്റ്റ് ബംഗാൾ വരെ അദ്ദേഹം അങ്ങനെ ഒരു വലിയ മിനിസ്ട്രി തന്നെ തുടങ്ങി. 7 പ്രസ്ഥാനങ്ങൾ അദ്ദേഹം തുടങ്ങി. 7 ഓർഗനൈസേഷൻ തുടങ്ങി. പലരെയും ഏൽപ്പിച്ചു. അനേകം മിഷണറിമാരെ കർത്താവിന് വേണ്ടി എഴുന്നേൽപ്പിച്ചൊരു ദൈവദാസൻ. പ്രൈസ് ഗോഡ്. ഒരു ദിവസം ഇങ്ങനെ ഈ പ്രവർത്തനങ്ങളൊക്കെ വർദ്ധിച്ചു വന്നു. ഒരു ദിവസം തനിക്ക് നാട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴേക്കൊക്കെ കൺവെൻഷൻ പ്രസംഗിക്കാൻ വേണ്ടിയൊക്കെ അദ്ദേഹത്തെ നാട്ടിൽ വിളിക്കാൻ തുടങ്ങി. അദ്ദേഹം കൺവെൻഷൻ പ്രസംഗിക്കാൻ വേണ്ടി ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ തിരിച്ച് അദ്ദേഹം വീട്ടിലേക്ക് അങ്ങോട്ട് ഫോൺ വിളിച്ചപ്പോൾ ഇദ്ദേഹം മിനിസ്ട്രികളൊക്കെ ശുശ്രൂഷകളൊക്കെ പലയിടത്തും പലരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഇവിടുന്ന് അവര് മറുപടി പറയാ, അപ്പച്ചാ ഇനി അപ്പച്ചൻ നാട്ടിൽ നിന്നു, ഇവിടുത്തെ മിനിസ്ട്രി ഒക്കെ ഞങ്ങൾ ഇന്നാരൊക്കെ വീതം വെച്ചെടുത്തു, ഇനി അപ്പച്ചൻ ഇങ്ങോട്ട് വരണ്ട, ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. കാലിന്റെ അടിയിൽ നിന്ന് ഭൂമി മാറിപ്പോകുന്ന പോലെ ഒരു അനുഭവം അപ്പച്ചൻ ഉണ്ടായത്. അപ്പച്ചൻ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞു. വാവിട്ട് ദൈവസന്നിധിയിൽ കരഞ്ഞു, മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം തള്ളി പറഞ്ഞു അപ്പച്ചനെ. അപ്പച്ചൻ ഇനി വരണ്ടെന്ന് പറഞ്ഞു. അപ്പച്ചൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോ ദൈവമ്മ പറഞ്ഞു, നീ ഭാരപ്പെടണ്ട, നീ പാട്ടൊന്ന് ഓർത്ത് നോക്കി. പറഞ്ഞാൽ അവിടെ അയക്കുന്നതിന് മുൻപ് എങ്ങനെ ഈ മനുഷ്യനെ ധൈര്യപ്പെടുത്തുന്നു വരെ ദൈവം പ്ലാൻ ചെയ്ത് വെച്ചേക്കായിരുന്നു. ആ മനുഷ്യൻ ഇങ്ങനെ പാടി, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും ശത്രുക്കളാകുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ, യൗസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണേ. സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ, യൗസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ആ പാട്ട് ആ മനുഷ്യന്റെ ജീവിതത്തിലെ അനുഭവം. അപ്രായമായ മനുഷ്യൻ പ്രായമായ സമയത്തും മക്കളും കൂടെയുള്ള പ്രവർത്തകരും ഒക്കെ സുവിശേഷ വേല ചെയ്യാൻ പോകുമ്പോൾ പുള്ളിക്കാരനും പോകും, ജീപ്പിന്റെ ബോണറ്റ് കയറി എന്ന് പ്രസംഗിക്കും, യേശുവിനെ പ്രസംഗിക്കും. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ദൈവമക്കളെ, നമുക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഇതുവരെ? ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാനാണോ? അത് ചെയ്യുക. യേശുവിനെ കുറിച്ച് മറ്റുള്ളവർ പറയാനാണോ നമുക്ക് പറ്റുന്നത്? പ്ലീസ് അത് ചെയ്യുക. ഇനി പോകാൻ പറ്റത്തില്ലേ? ഒരാളെ അയക്കാനാണോ പറ്റുന്നത്? ഡു ഇറ്റ്. നിങ്ങൾ ഇന്ന് ഒരു ദൈവദാസനെ കണ്ടുപിടിക്കണം, ആരെങ്കിലും കണ്ടുപിടിക്കണം. നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങളുടെ പാസ്റ്ററോട് പറഞ്ഞിട്ട് വിത്ത് ദ പാസ്റ്ററിന്റെ പെർമിഷനോട് കൂടെ നിങ്ങൾ ആ ദൈവദാസനെ സപ്പോർട്ട് ചെയ്യണം. പ്രൈസ് ഗോഡ്. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവം നടച്ചോട്ടെ. ജീസസ്. എല്ലാ കണ്ണുകളും ദൈവം അടച്ചു. നിറഞ്ഞ ദൈവ സാന്നിധ്യത്തിനകത്തിരുന്നുകൊണ്ട് എനിക്ക് പറയാനുള്ള പകുതി കാര്യങ്ങൾ പോലും പറയാനായിട്ട് അവസരം കിട്ടില്ല. ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ദൈവം അനുവദിക്കുന്ന. പക്ഷെ നമുക്ക് അടുത്ത പ്രാവശ്യം ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കാം. പ്രൈസ് ഗോഡ്. ഈ ശിഷ്യത്വം നമ്മുടെ അകത്ത് ശക്തിയോടെ വെളിപ്പെടണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും അറിയാനായിട്ടും ഉണ്ട്. ദൈവം അനുവദിക്കുന്ന പക്ഷെ നമ്മൾ പിന്നീട് അത് ചെയ്യും. പക്ഷെ ഇന്ന് രാത്രി ഈ കേട്ട കാര്യങ്ങൾ, ഈ 3 ദിവസം നമ്മൾ കേട്ട കാര്യങ്ങൾ, ഇത് വൃഥാവായി പോകല്ലേ. ഇന്നൊരു നല്ല തീരുമാനം എടുക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇതുവരെ പ്രാർത്ഥിച്ചതിനേക്കാൾ നന്നായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമായിരുന്നില്ലേ? നമ്മൾ ഇതുവരെ എത്ര ആൾക്കാരോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞു? നമ്മൾ ശ്രമിച്ചിരുന്നെങ്കിൽ കുറെ കൂടെ ആൾക്കാരോട് നമുക്ക് പറയാമായിരുന്നില്ലേ? തീർച്ചയായിട്ടും നമുക്ക് കുറെ കൂടെ ഒക്കെ കർത്താവിന് വേണ്ടി ചെയ്യാമായിരുന്നു ശ്രമിച്ചിരുന്നെങ്കിൽ. ദൈവമക്കളെ, ഇനി സമയം പാഴാക്കല്ലേ. നമുക്ക് ദൈവം തന്ന സമയം, ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചും ടൈം മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് പോകാൻ നമുക്ക് സമയമില്ല. നമ്മുടെ ടൈം 1 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കല്ലേ. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ ആ സ്റ്റോറി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? PG വർഗീസ് അങ്കിളിനോട് ആ സ്ത്രീ ചോദിച്ച ചോദ്യം, ഞാൻ 1/2 മണിക്കൂർ നേരത്തെ വന്നിരുന്നെങ്കിൽ എനിക്ക് എന്റെ കുഞ്ഞു ജീവനോടെ കിട്ടുമായിരുന്നു. പലരും ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങി നിൽക്കുക. നിങ്ങൾ 1 മിനിറ്റ് ലേറ്റ് ആയാൽ, ആ മനുഷ്യൻ മരിച്ചാൽ, ആ വ്യക്തി മരിച്ചാൽ, ആ വ്യക്തിയുടെ ആത്മാവിന്റെ കണക്ക് നാം ദൈവത്തിന് കൊടുത്തേ പറ്റൂ. നാം കൊടുത്തേ പറ്റൂ. കഴിയുമെങ്കിൽ ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തി, ആ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ച്, ഓ ജീസസ്, ഹല്ലേലൂയ. കർത്താവിനോട് പറ, കർത്താവ്, എന്റെ ലൈഫിൽ ഞാൻ വേസ്റ്റ് ചെയ്ത സമയത്തിന് ഞാൻ അങ്ങോട്ട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറ. എന്റെ സെൽഫിഷ്നെസ്സിനകത്ത് വേണ്ടി, എന്റെ സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ട്
ഞാൻ സമയം ചെലവാക്കി, പണം ചെലവാക്കി, എന്റെ അധ്വാനം അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്തു. ഐ എം റിയലി സോറി കർത്താവേ എന്നൊന്ന് പറയാമോ? എന്റെ കൂട്ടുകാരോട് എനിക്ക് യേശുവിനെ കുറിച്ച് പറയായിരുന്നു. എന്റെ കൂട്ടുകാരോട് യേശുവിനെ കുറിച്ച് എനിക്ക് പറയായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. എനിക്ക് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. യേശുവിന്റെ നാമത്തിൽ രാത്രി ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ അകത്ത് വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിൻ്റെയൊക്കെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ചിലതൊക്കെ ഇന്ന് രാത്രി കൈമാറുകയാ. നമ്മുടെ മേൽ അധികാരം ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് ശക്തി കർത്താവ് തന്നിട്ടുണ്ട്. നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നു. ദൈവത്തിന്റെ വചനവും നമ്മുടെ കയ്യിൽ തന്നു. ഒറ്റ കാര്യം ചെയ്താൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, ഇതെല്ലാം ആക്റ്റീവ് ആകും. ജീസസ്, ഹല്ലേലൂയ, ജീസസ്, റബാലാബ ശംദൽ കരാധന, ജീസസ്. ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങാമോ? ദൈവം ചിലതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ആക്റ്റീവ് ചെയ്യാൻ ആഗ്രഹിക്കുക. ചിലതൊക്കെ ദൈവം നിങ്ങളുടെ ലൈഫിൽ ആക്റ്റീവ് ചെയ്യുക. ചില വ്യക്തികളെ കാണുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയും, ആ വ്യക്തി സ്ട്രഗിൾ ചെയ്യുന്ന മേഖല ഇതാണ്, ആ വ്യക്തിയുടെ വിഷയം ഇതാ. ദൈവാത്മാവ് ഇടപെടും. ദൈവാത്മാവ് ഇടപെട്ടാൽ അവരോട് സംസാരിക്കാമോ? ഓ ഹോളി സ്പിരിറ്റ്, ദൈവമക്കളെ, നമ്മളിങ്ങനെ പച്ച മനുഷ്യരായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. ജീവിക്കുന്നെങ്കിൽ ആത്മമനുഷ്യരായി അസാധാരണ കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക. രണ്ട് മനുഷ്യരെ നമുക്ക് ബൈബിളിൽ കാണാം. മേശമേൽ ശുശ്രൂഷിക്കേണ്ടതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ 2 പേര്, ഒന്ന് സ്തെഫാനോസ്, 2 ഫിലിപ്പോസ്, ഫുഡ് സെർവ് ചെയ്യാൻ വെയിറ്റർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാ. ചർച്ചിലെ ഫുഡ് സെർവ് ചെയ്യുന്ന ആൾക്കാരാ. പക്ഷെ ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ ദൈവത്തിൽ വായിക്കുന്നത് എന്താണെന്നറിയാമോ? ഒറ്റ പ്രസംഗമേ നടത്തിയുള്ളൂ. ആ മനുഷ്യന്റെ മുഖത്ത് നോക്കുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 6-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ആ മനുഷ്യന്റെ മുഖത്ത് നോക്കുമ്പോൾ ദൈവദൂതന്റെ മുഖം പോലെ ഇരുന്നെന്ന്. സ്തെഫാനോസ്, ഫിലിപ്പോസിനെ കുറിച്ച് വായിക്കുന്നത് പട്ടണം മുഴുവൻ ആ മനുഷ്യന്റെ മുമ്പിൽ അവൻ ചെയ്യുന്ന അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും കാണാൻ വേണ്ടി പട്ടണം ഓടിക്കൂടിയെന്ന്. സാധാരണക്കാരൻ ആരാ? പത്രോസ് പഠിപ്പില്ലാത്തവൻ, ഭാഷ അറിയത്തില്ലാത്തവൻ. ജീസസ്. ആ പത്രോസിനെയൊക്കെ ദൈവത്തിന് അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഈ നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ലേ? നമ്മുടെ കഴിവും മിടുക്കും ഒന്നും വേണ്ട. കർത്താവിന് ഇന്ന് രാത്രി നമ്മളോട് പറയാനുള്ള സന്ദേശം ഒന്നേ ഉള്ളൂ: ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ഞാനത് വിശ്വസിക്കുക. ഈ ലോകത്തിൽ ഒത്തിരി മിടുക്കന്മാരുണ്ട്, എന്നേക്കാൾ നന്നായി പ്രസംഗിക്കുന്നവര്, എന്നേക്കാൾ നന്നായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഇത് പറയാൻ ദൈവം എന്നെ ബലപ്പെടുത്തിയത് എന്താണെന്നറിയാമോ? ലോകത്തിൽ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ഭോഷത്വമായ അല്ലെങ്കിൽ ഈ ഭോഷനായ എന്നെ ഇവിടെ നിർത്തിയത് ദൈവത്തിന്റെ കൃപയാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനതൊരു ഒരു പ്രവചനമായി തന്നെ, പ്രവചന ശബ്ദമായി നിങ്ങളോട് പറയുക. ചില ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ജ്ഞാനത്തെ കൽപ്പിക്കാൻ ആഗ്രഹിക്കുക. ഓ ജീസസ്. ദൈവാത്മാവ് നിങ്ങളുടെ അകത്ത് ജ്ഞാനത്തെ കൽപ്പിക്കും. ദൈവം നിങ്ങളെ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കും. ജ്ഞാനാത്മാവിനാൽ ദൈവം നിറയ്ക്കും. വെളിപ്പാടിന്റെ ആത്മാവിനാൽ ദൈവം നിറയ്ക്കും. ദൈവ കൃപ കൊണ്ട് നിറയ്ക്കും. പത്രോസിന്റെയും പൗലോസിന്റെയും ഈ ശിഷ്യന്മാരുടെ ഒക്കെ പ്രവർത്തനം കണ്ടപ്പോൾ നാട്ടുകാർ പറഞ്ഞത്, ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നുവോ? പത്രോസിനെ കുറിച്ചൊക്കെ പറഞ്ഞത്, ഇവർ സാമാന്യരും പഠിപ്പില്ലാത്തവരും അല്ലേ? ഇവരുടെ കയ്യാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനാ? നിങ്ങളൊന്ന് ഉറക്കെ പറഞ്ഞേ, വാ തുറന്നൊന്ന് പറഞ്ഞേ, ഞാൻ മതി, ധാരാളമാ, എന്നെ ദൈവം ഉപയോഗിച്ചാൽ മതി, അത് ധാരാളം. എനിക്ക് ഏതാണ്ടൊക്കെ ഇല്ലെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ആ ഇല്ലായ്മ മതി കർത്താവിന്. ഒന്ന് അവൈലബിൾ ആകാമോ? മുട്ടുമേൽ ഇരിക്കാൻ തയ്യാറാകാമോ? പ്രാർത്ഥനാ ലൈഫിനെ ഒന്ന് ചേഞ്ച് ചെയ്യാമോ? ഓ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതകരമേറിയ കരം നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ. രാത്രി ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ. ഓ ജീസസ്. ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്താൻ നമ്മുടെ ദൈവത്തിന് പറ്റുമെങ്കിൽ ആ ദൈവത്തിന് നമ്മളുടെ കഴിവുകേടുകളെ മാറ്റാൻ പറ്റത്തില്ലേ?
നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്? ഏത് വിഷയത്തിലാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്? ഇന്ന് രാത്രി അവിടേക്ക് ഒരു ദൈവശക്തി അടിക്കട്ടെ, അവിടേക്ക് ഒരു ദൈവശക്തി ആഴമായിട്ട് ഇറങ്ങട്ടെ. നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയാതെ നിങ്ങളെ സ്ട്രഗിൾ ചെയ്യിക്കുന്ന, നിങ്ങളെ പിടിച്ചു വയ്ക്കുന്ന ആ മേഖല എവിടെയാണോ, എന്താണോ, അതിന്റെ മേൽ ഇന്ന് രാത്രി ദൈവശക്തിയുടെ കാറ്റടിക്കട്ടെ. ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ ലോകം അറിയപ്പെടുന്ന സുവിശേഷകന്മാരായി, ലോകം അറിയപ്പെടുന്ന ആളുകളായി മാറാൻ കർത്താവിനെ ആത്മാക്കളെ നേടാൻ. നമുക്ക് സഭയൊന്നും അല്ല വലുതാകേണ്ടത്, നമുക്ക് ആത്മാക്കളെ നേടേണ്ടത്. നമ്മുടെ സ്ട്രാറ്റജി എല്ലാം മാറട്ടെ. നമുക്ക് ആത്മാക്കളെ വേണ്ടിയത്, ആത്മാക്കളെ വേണം. കർത്താവിനോടൊന്ന് പറയാമോ, കർത്താവ് എനിക്ക് ആത്മാക്കളെ തരണേന്ന്? വായികൾ തോന്നുന്നു പറഞ്ഞ കർത്താവ് എനിക്ക് ആത്മാക്കളെ തരണം. ഒരിക്കലും ഒരു ദൈവദാസന്റെ പേര് ഞാൻ മറന്നുപോയി. എനിക്ക് ആത്മാക്കളെ തരുന്നില്ലെങ്കിൽ എന്റെ ജീവനെ എടുത്തേര് കർത്താവ് എന്നൊരു ദൈവദാസൻ പ്രാർത്ഥിച്ച, അറിയപ്പെടുന്ന ഒരു ദൈവദാസൻ, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ദൈവമേ എനിക്ക് ആത്മാക്കളെ തരുന്നില്ലെങ്കിൽ എന്റെ ജീവനെ എടുത്തേക്കാൻ. തന്നെ. ഓക്കെ, നമ്മൾ മുമ്പ് പറഞ്ഞ പഞ്ചാബിൽ വന്ന് പ്രാർത്ഥിച്ച മനുഷ്യൻ പറയും എനിക്ക് ആത്മാക്കളെ തരുന്നില്ലെങ്കിൽ എന്റെ ജീവൻ എടുത്തേക്കാൻ. അങ്ങനെയൊക്കെ ചലഞ്ച് ചെയ്ത് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ അതിനകത്ത് ഇന്ന് രാത്രി? നമ്മൾ ഇതുവരെയൊക്കെ ദൂത് കേട്ടെങ്കിൽ ഈ ദൂത് പറയുന്നവരായി മാറും. ഇതുവരെ പ്രാർത്ഥിച്ച് മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ചെങ്കിൽ ഇനി പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുന്നവരായി മാറും. നിങ്ങൾ മതിയെന്നേ, നിങ്ങൾ മതി, നിങ്ങളുടെ കഴിവ് അത് മതി. അതിന് ദൈവം ഉപയോഗിച്ചാലും ധാരാളം. ഓ ജീസസ്. ദാവീദ് പടക്കൂട്ടത്തിനകത്തോട് അടുത്ത് വരുമ്പോഴേ ദാവീദിനോട് ചേട്ടന്മാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ എന്നാ കാണാൻ വന്നത് ഇവിടെ? എന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് ഞങ്ങൾക്ക് അറിയാന്ന്, നീ എന്നാ കാണാൻ വന്നാണ്? ആ ദാവീദിനെ കൊണ്ട് ദൈവം ശത്രുവിനെ പരാജയപ്പെടുത്തിയത്. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ കഴിവ് കേടുന്നു ദൈവത്തിന് വിഷയമല്ല. ദൈവസന്നിധിയിൽ താഴാൻ തയ്യാറാണോ? ദൈവസന്നിധിയിൽ ഒരു സെർവന്റ്ഹുഡ് മെന്റാലിറ്റിയിലേക്ക് വരാൻ തയ്യാറാണോ? ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. ദൈവമക്കളെ എല്ലാവരും കണ്ണുകൾ അടച്ച് വളരെ ഏകാഗ്രതയോടെ അല്പത് നിമിഷം ദൈവസന്നിധിയിൽ നിന്നിരുന്നാട്ടെ. അല്പത് നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങൾ വേറെ ഒന്നിലേക്ക് ശ്രദ്ധിക്കല്ലേ. അല്പത് നിമിഷം നിന്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ദൈവാത്മാവ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഹൃദയത്തോട് ദൈവാത്മാവ് സംസാരിക്കുന്ന സമയമാണ് ഇത്. യെസ്, എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയട്ടെ. വേറെ ഇടയ്ക്ക് കണ്ണ് തുറന്ന് നോക്കുകയും ചെയ്യല്ലേ. ഇവിടെ ഒന്നും കാണാനുള്ള ഒരു സംഭവമില്ല. നിങ്ങൾ ദൈവവുമായിട്ട് കണക്ട് ആയട്ടെ, ദൈവമായിട്ട് കണക്ട് ആയട്ടെ. എന്റെ വാക്കുകളേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എന്റെ കരം തൊടുന്നതിനേക്കാൾ, ആരുടെയും കരങ്ങൾ തൊടുന്നതിനേക്കാൾ ദൈവാത്മാവിന് നിങ്ങളെ തൊടാൻ ആഗ്രഹമുണ്ട്. ആരും അടുത്തു വരുന്നതിനേക്കാൾ അധികം പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ അടുക്കൽ വരാൻ ആഗ്രഹമുണ്ട്. ഓ ജീസസ്. ആ സാന്നിധ്യത്തിനകത്ത് അതെല്ലാം സംഭവിക്കുന്നത്. കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാ. കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാ. താതന്റെ മാർവല്ലേ ചൂടെനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. താതന്റെ മാർവല്ലേ ചൂടെനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാ. ഈ ലോകത്തിൽ ദൈവസാന്നിധ്യം പോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് വേറെ ഒന്നുമില്ല. ഈ ലോകത്തിൽ ദൈവസാന്നിധ്യം പോലെ നമുക്ക് മനസുഖം തരുന്നത് വേറെ ഒന്നുമില്ല. ഈ സാന്നിധ്യത്തിനകത്തിരിക്കാൻ, ഈ സാന്നിധ്യത്തിന്റെ മാധുര്യം അനുഭവിപ്പാൻ. ഓ ജീസസ്. ഈ സാന്നിധ്യത്തെ നിങ്ങളൊന്ന് കൊതിച്ചേ. ഒരു നല്ല ശിഷ്യനാക്കി ഈ സാന്നിധ്യം നിങ്ങളെ മാറ്റും. നിങ്ങളുടെ നാവുകളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി തൊട്ട് ദൈവത്തിന്റെ നാവായി മാറ്റി ഉപയോഗിക്കുമ്പോൾ
ഇനി നിങ്ങൾ ഒരു വ്യക്തിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളായിട്ടല്ല നിൽക്കുന്നത്, ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായി, ക്രിസ്തുവിന്റെ പ്രതിരൂപമായി. ജീസസ്, അന്ധകാര മണ്ഡലങ്ങൾ വിറയ്ക്കുന്ന തലത്തിൽ ദൈവാത്മാവ് നിങ്ങളെ, ഓ ജീസസ്, ഹല്ലേലൂയ. നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾക്കകത്ത് മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾ കാണാൻ പോവാ. നിങ്ങൾ പറയുന്ന വാക്കുകൾക്കകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നത് നിങ്ങൾ കാണാൻ പോവാ. നിങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ യശയാപ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങാൻ അറിയേണ്ടതിന് ഞാൻ അവർക്ക് ശിഷ്യന്റെ നാവ് കൊടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി ഒരു ശിഷ്യന്റെ നാവ് ദൈവാത്മാവ് നിങ്ങൾക്ക് കൽപ്പിക്കുക. യശയാപ്രവചനം 61 വായിക്കുന്നത്, ഹൃദയം തകർന്നവരെ മുറികെട്ടുവാൻ. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പലയിടത്തും തകർന്നു പോയത്, പല പ്രതിസന്ധികളിലൂടെ നമ്മൾ പോയത് എന്തിനാണെന്നറിയാമോ? ജീവിതത്തിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ അറിയേണ്ടതിന് ദൈവം അത് പഠിപ്പിക്കുകയായിരുന്നു. നിങ്ങളെ തകർക്കാനല്ല. നമ്മൾ പാട്ട് പാടുന്നില്ലേ, നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ല ഈ ശോധന, നിന്നെ പണിതെടുക്കുകയായിരുന്നു കർത്താവ്. നിന്നെ പണിതെടുക്കുകയായിരുന്നു. ജീവിതത്തിൽ വന്ന കയ്പൊക്കെ ദൈവം നിങ്ങളെ പണിയായിരുന്നു. ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളൊക്കെ ദൈവം നിങ്ങളെ പണിയുന്നതായിരുന്നു. നമുക്കത് മനസ്സിലായത് വേറെ രീതിയിലാ. ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യായിരുന്നു. ഓ ജീസസ്, എന്റെ ജീവിതത്തിൽ വന്ന കയ്പിനായിട്ടൊക്കെ നന്ദി എന്നൊന്ന് പറയാവോ കർത്താവിനോട്? എന്റെ ജീവിതത്തിൽ ഞാൻ പോയിട്ടുള്ള പ്രതിസന്ധികളുടെ വഴികൾക്കായിട്ടൊക്കെ നന്ദി കർത്താവിനൊന്ന് പറയാവോ? അതൊക്കെ നമുക്ക് ഗുണത്തിനായിട്ട് കർത്താവ് തീർക്കുക. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഏറെ നന്നായി. ജീസസ്, നിന്റെ വഴികളെ പഠിക്കാൻ അതെനിക്ക് കാരണമായി. പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നപ്പോൾ ദൈവത്തിന് വിരോധമായിട്ട് പറഞ്ഞതൊക്കെ എന്നോടൊന്ന് ക്ഷമിക്കണം എന്നൊന്ന് പറയാവോ കർത്താവിനോട് ഒരു നിമിഷം? ഒരു വലിയ ആന്തരിക സൗഖ്യവും കൂടെ ഇന്ന് രാത്രി സംഭവിക്കട്ടെ നമ്മുടെ അകത്ത്. നമ്മുടെ അകം ഒന്ന് ഹീലാകട്ടെ. ഞാൻ ആ കാര്യം കൂടി ഇന്ന് ടച്ച് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല, സമയം നമുക്ക് ലഭിച്ചില്ലല്ലോ. നമ്മുടെ അകത്ത് സൗഖ്യം ഉണ്ടാകാത്തിടത്തോളം കാലം നമുക്കൊരാളെ സൗഖ്യമാക്കാൻ പറ്റത്തില്ല. എന്റെ അകത്ത് സൗഖ്യമില്ലാത്തിടത്തോളം കാലം ഞാൻ പ്രാർത്ഥിച്ചാൽ ആരും സൗഖ്യമാകത്തില്ല. ആന്തരികമായ സൗഖ്യം ഉണ്ടാകണമെങ്കിൽ, ഞാൻ പറയുന്ന വാക്കുകൊണ്ട് മറ്റൊരാൾക്ക് ആശ്വാസം ഉണ്ടാകണമെങ്കിൽ, അതിനെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ എന്റെ ഹൃദയം സൗഖ്യമാകണം. രാത്രി നിങ്ങളുടെ ഹൃദയം സൗഖ്യമാകട്ടെ. മറ്റുള്ളവരുള്ള വെറുപ്പ്, കയ്പ്, നമ്മുടെ അകത്തുള്ള വിദ്വേഷം, പരാജയ ഭീതികൾ, മുമ്പ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ കയ്പ്, ജീവിതത്തോട് തന്നെയുള്ള വെറുപ്പ്, ഇതെല്ലാം മാറി നമ്മുടെ യേശുവിന്റെ രക്തം കൊണ്ട് നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരവും പ്രാണനും ആത്മാവും ഒക്കെ ഒന്ന് ശുദ്ധമാകട്ടെ ഇന്ന് രാത്രി. ആ പവിത്രമായ യേശുവിന്റെ രക്തം ഇന്ന് രാത്രി നമ്മുടെ ഉച്ച മുതൽ ഉള്ളകാല് വരെ ഇന്ന് രാത്രി ഒന്ന് ഒഴുകട്ടെ. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ആ യേശുവിന്റെ രക്തം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ഒഴുകുന്നു. കാൽവറിയിൽ നിന്ന് ഒഴുകുന്ന ആ രക്തം, ഓ കാൽവറിയിൽ നിന്ന് ഒഴുകുന്ന ആ രക്തം, രാത്രി കർത്താവിനോട് പറഞ്ഞ കർത്താവ്, ആ രക്തത്തിന്റെ പ്രവാഹം എന്റെ മേലുണ്ട്, ഒന്ന് ഒഴുകട്ടെ. ഞാൻ ശുദ്ധമാകട്ടെ. ആ കൃപ എന്റെ മേലൊന്ന് ചൊരിയണമെന്നൊന്ന് കർത്താവിനോട് പറയാമോ? കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ, കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ, മടങ്ങുകില്ലിന്നിവിടും നിനി ഞാൻ, മടങ്ങുകില്ലിന്നിവിടും നിനി ഞാൻ, പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കാതിരുന്നാൽ, പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കാതിരുന്നാൽ. തന്നൊന്ന് പറയാൻ കർത്താവേ, കൃപയുടെ പ്രവാഹം എന്റെ മേലൊന്ന് ഒഴുകട്ടെ. കൃപയുടെ പ്രവാഹം എന്റെ മേലൊന്ന് ഒഴുകട്ടെ. ഞാനൊരു ആള് മാറിയവനെ പോലെ ജീസസ്. ദൈവമക്കളെ, രാത്രി ആരോടേക്ക് ദൈവം പറയുന്നു, നിങ്ങളുടെ സങ്കടങ്ങളെ മറക്കുക. ഇതാ ഞാൻ പുതിയതൊന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു. ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പ്, ഒരു പുതിയ ജീവിതം. നിങ്ങളുടെയൊക്കെ ജീവിതത്തിനകത്ത് ഒരു വെളിച്ചം ഇന്ന് രാത്രി വീശുക. ഒരു വലിയ വെളിച്ചം, സുവിശേഷത്തിന്റെ വെളിച്ചം, ആ ദൈവത്തിൽ നിന്നുള്ള വെളിച്ചം ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വീശട്ടെ. നിങ്ങളുടെ പഠന മേഖലയ്ക്കകത്ത്, ജോലി മേഖലയ്ക്കകത്ത്, കുടുംബ അന്തരീക്ഷത്തിനകത്ത് ആ വെളിച്ചം ഒന്ന് വീശട്ടെ. വെളിച്ചം നമ്മുടെ അകത്ത് പ്രവർത്തിച്ചില്ല, പിന്നെ ഈ വെളിച്ചം കൊണ്ട് നമുക്ക് എങ്ങനെ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റും?
ഈ വെളിച്ചം നമുക്ക് വഴികാട്ടിയായി തീരട്ടെ. ജീസസ്. കർത്താവിനോട് പറഞ്ഞ, കർത്താവ് എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്ത മേഖലകളിലൊക്കെ ഈ സുവിശേഷത്തിന്റെ വെളിച്ചം, ദൈവവചനത്തിന്റെ വെളിച്ചം എനിക്ക് ക്ലാരിറ്റി തരട്ടെ എന്നൊന്ന് പറഞ്ഞേ. യേശു വെളിച്ചമാ. യേശു വരുന്നിടത്ത് വെളിച്ചം വേണം. യേശു വരുന്നിടത്ത് ഇരുട്ട് വേണ്ട. ഇരുട്ടിന്റെ പ്രവൃത്തികളെ യേശുവിന്റെ നാമത്തിൽ ജനത്തെ വിട്ട് മാറിപ്പോവുക. ചില അകാരണമായ നിരാശകൾ ഭരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി യേശുവിന്റെ വെളിച്ചം വീശുന്നു. ആ നിരാശയുടെ നിഴലുകൾ മാറിപ്പോകട്ടെ. ജീസസ്. നിരാശകൾ, ഡിപ്രഷൻ, ഉറക്കമില്ലായ്മകൾ ഒക്കെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പ്രതീക്ഷയില്ലായ്മ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. നമ്മുടെ ദൈവത്തെക്കുറിച്ച് വായിക്കുന്നത് അവൻ മഹത്വത്തിന്റെ പ്രത്യാശയാണെന്ന്. മഹത്വത്തിന്റെ പ്രത്യാശയാ. യെസ്. ആശയില്ലാത്തവർക്ക് ഇന്ന് രാത്രി ആശ ഉണ്ടാകട്ടെ. നമ്മുടെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. അങ്ങനെ നമുക്ക് പുറത്തോട്ടിറങ്ങി എന്റെ യേശു, ഞാൻ വിശ്വസിക്കുന്ന യേശു, എനിക്ക് വേണ്ടി പ്രവർത്തിച്ച യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയാനുള്ള തന്റെ ഇടം ഇന്ന് രാത്രി ചിലരുടെ മേൽ ദൈവാത്മാവ് കൈമാറുകയാ. ഓ ജീസസ്. ആറാബാല ഹത്തുനാഥന. പുതിയ ചില എക്സ്പീരിയൻസസ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൈമാറുന്നു. പുതിയ ചില എക്സ്പീരിയൻസസ്. പലപ്പോഴും പലർക്കും പറയണമെന്നുണ്ട്, പക്ഷെ ധൈര്യമില്ല. അനുഭവം ഇല്ലാത്തതുകൊണ്ട് ധൈര്യമില്ല. അനുഭവത്തിലേക്ക് ദൈവാത്മാവ് ചിലരെ ഇറക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓ ജീസസ്. ഒരു സമർപ്പണത്തിന്റെ ഗീതം നമ്മൾ ഒരുമിച്ച് പാടും. വിശേഷം കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കും. ദൈവം നമ്മൾ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം. ഓ ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Hallelujah. 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 Glory to God. ഒരു നിമിഷം സമർപ്പിച്ചാട്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം അനേക സംഭവങ്ങൾ യേശു ചെയ്തത്, ശിഷ്യന്മാർ ചെയ്തത്, ദൈവദാസന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ച എല്ലാം നമ്മൾ കേട്ടു. ദൈവസ്ഥാനത്തിൽ സമർപ്പിച്ച് മുന്നേറിയ ദൈവദാസന്മാരെ പറ്റി കേട്ടു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞ പോലെ ആസാമിലെ ഒരു ഗോത്രത്തിൽ നിന്ന് ആ ഒരു കുടുംബം യേശുവിന് വേണ്ടി ഹല്ലേലൂയ തങ്ങളുടെ ജീവനെ സമർപ്പിച്ചു. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഐ ഹാവ് ഡിസൈഡഡ് to follow Jesus, not turning back. ഹല്ലേലൂയ. അവർ സുവിശേഷമൊന്നും പറഞ്ഞില്ല. അവർ യേശുവിന് വേണ്ടി ജീവൻ കൊടുത്തതേ ഉള്ളൂ. ഹല്ലേലൂയ. അവർ സുവിശേഷമൊന്നും പറഞ്ഞില്ല. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി 4 പേരും ജീവൻ കൊടുത്തപ്പോൾ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലോ, സാധു സുന്ദർ സിംഗ് ഹല്ലേലൂയ ആ വിഷയം കൊണ്ടുവന്ന് നേരെ വെയിൽസിലെ ഇംഗ്ലണ്ടിൽ പോയി പറഞ്ഞു. അത് പിന്നെ അമേരിക്കയിലെ സുപ്രസംഗനായിരിക്കുന്ന ബില്ലി ഗ്രാമിലൂടെ ലോകരാജ്യങ്ങളിൽ ആ പറഞ്ഞ വാക്കുകളെ പിന്നെ പാട്ടുകളായി ഇന്ന് നമ്മൾ പാടുന്നില്ലേ. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് ക്രൈസ്റ്റ്, നോട്ട് ടേണിംഗ് ബാക്ക്. ഇന്ന് രാത്രി ഒരു നിമിഷം സമർപ്പിക്കാമോ? 3 ദിവസം മീറ്റിംഗ് വെച്ചത് ദൈവത്തിന് വേണ്ടി ചില കാര്യം ചെയ്യാണ്. നമുക്ക് വേണ്ടി ദൈവം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം. അവസാനത്തുള്ളി രക്തവും ഊറ്റി തന്ന കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി ഇനിയുള്ള സിസ്റ്റായുസ് അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുക. ഒരു പക്ഷേ നിങ്ങൾ പോകാൻ കഴിയത്തില്ലായിരിക്കും. ദൈവവാസം പറഞ്ഞ പോലെ കർത്താവെ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാ. 500 രൂപയാണെങ്കിൽ 1000 രൂപയാണെങ്കിൽ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാ. എന്നൊരു തീരുമാനം ഇന്ന് രാത്രി എടുക്കണം. അല്ല, പോകാൻ തയ്യാറാകുക. അല്ലെങ്കിൽ മുഴുവനായിട്ട് ഫുൾ ടൈം പോകാൻ പറ്റത്തില്ലായിരിക്കാം. ഒരാഴ്ചത്തേക്ക് പോകും, 2 ആഴ്ചത്തേക്ക് പോകും. മിഷൻ സ്റ്റേഷനിൽ പോകും, മിഷണറി വർക്ക് നടക്കുന്നിടത്ത് പോയി കാണുക, അവരെ ആശ്വസിപ്പിക്കുക. ഇന്ന് രാത്രി ഒരു തീരുമാനം എടുക്കുക. കർത്താവേ ഇനി പുറകോട്ട് പോകത്തില്ല. എത്ര പ്രതിസന്ധി വന്നാലും എത്ര പ്രതികൂലം വന്നാലും കർത്താവേ അങ്ങയ്ക്ക് വേണ്ടി അന്ത്യത്തോളം നിൽക്കുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പാട്ട് ചേർന്ന് പാടാം. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോട്ട് ടേണിംഗ് ബാക്ക്. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning